producing a unit of output. ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് ഓഫ് യൂണിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് ഏതെന്ന് പറഞ്ഞാൽ യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് യൂണിറ്റ് കോസ്റ്റിംഗ് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ എവറി യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇതിലെന്താണ് ഐഡൻറ്റിക്കലാണ്. ഈച്ച് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഐഡൻറ്റിക്കലാണ്. അല്ലെങ്കിൽ നമ്മളൊരു ഹോമോജീനിയസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റാണ് നമ്മൾ ഏതിൽ മേക്ക് ചെയ്യാം, യൂണിറ്റ് കോസ്റ്റിംഗ് മേക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്. ഇൻ ദ വേർഡ്സ് ഓഫ് H.T. വെൽട്ടൺ, യൂണിറ്റ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ബൈ ദ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ വെർ മാനുഫാക്ചർ ഈസ് കണ്ടിന്യൂസ് ആൻഡ് ദ യൂണിറ്റ് ആർ ഐഡൻറ്റിക്കൽ ആൻഡ് ഓർ ക്യാൻ ബി മെയ്ഡ് ബൈ മീൻസ് ഓഫ് റേഷ്യോ. അപ്പോൾ യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് അതൊരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. അവിടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് എന്താണ്, കണ്ടിന്യൂസ് ആണ്. ഇറ്റ്സ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ആണ്. ആൻഡ് ദ പ്രൊഡക്റ്റ് എന്താണ്, ഐഡൻറ്റിക്കൽ ആണ്. അപ്പോൾ യൂണിറ്റ് കോസ്റ്റിംഗ് എയിം ചെയ്യുന്നത് അല്ലെങ്കിൽ യൂണിറ്റ് കോസ്റ്റിംഗ് ഈസ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിറ്റ് കോസ്റ്റിംഗ് യൂസ് ചെയ്യാം. ആൻഡ് യൂണിറ്റ് കോസ്റ്റിംഗ് ഈസ് ആൾസോ നോൺ ആസ് സിംഗിൾ കോസ്റ്റിംഗ് എന്ന് പറയും. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഔട്ട്പുട്ട് കോസ്റ്റിംഗ് എന്ന് പറയും. ഇനി അതിൻ്റെ ഫീച്ചേഴ്സാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ്റെ ബേസിൽ നമുക്ക് ഫീച്ചേഴ്സ് പറയാം. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പ്രൊഡക്റ്റ് ഐഡൻറ്റിക്കൽ ആയിരിക്കും, ദാറ്റ് ഈസ് ഹോമോജീനിയസ് ആയിരിക്കും, സിംഗിൾ പ്രൊഡക്റ്റ് ആയിരിക്കും. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ്സ് ബിലോങ് ടു സിംഗിൾ പ്രൊഡക്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഫിസിക്കൽ യൂണിറ്റിൽ ഇതിൻ്റെ ഇത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എല്ലാ പ്രൊഡക്റ്റും ഹോമോജീനിയസ് ആൻഡ് ഐഡൻറ്റിക്കൽ ആണെന്നാണ് പറയുന്നത്. ആൻഡ് ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മളെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക വെച്ചാൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്. അപ്പോൾ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റും പ്രോഫിറ്റബിലിറ്റി എല്ലാം എന്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, യൂണിറ്റ് കോസ്റ്റിംഗിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി ഏതൊക്കെ ഇൻഡസ്ട്രീസിലാണ് യൂണിറ്റ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നതാണ്. യൂണിറ്റ് കോസ്റ്റിംഗ് ഇസ് അപ്ലൈസ് ഇൻ ദ കേസ് ഓഫ് മൈൻ, കോറി, സിമെൻറ്റ്, സ്റ്റീൽ, ബ്രിക്ക്, ബ്രൂവറീസിൻ്റെ കേസിലൊക്കെ നമുക്ക് ഏത് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ടൈപ്പ് ഇൻഡസ്ട്രീസിലാണ് യൂണിറ്റ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുക. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റും പെർ യൂണിറ്റ് ഓഫ് എ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സെക്കൻഡ്, നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, വി ക്യാൻ ഡിറ്റർമിൻ ദ പ്രോഫിറ്റ് വോളിയം ഓഫ് എ പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്ഷൻ്റെ എത്രമാത്രം പ്രോഫിറ്റബിൾ ആണെന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പ്രീവിയസ് കോസ്റ്റും കറൻറ്റ് കോസ്റ്റും തമ്മിലുള്ള കമ്പാരിസൺ പോസിബിൾ ആണ്. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി മനസ്സിലാക്കാൻ പറ്റും. ഫിഫ്ത്ത് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത്. നെക്സ്റ്റ് ഈസ് കോസ്റ്റിംഗ് പ്രൊസീജിയറാണ്. അണ്ടർ യൂണിറ്റ് കോസ്റ്റിംഗിൻ്റെ കേസിൽ കോസ്റ്റ് നമ്മൾ അക്യുമുലേറ്റ് ചെയ്യാം, അനലൈസ് ചെയ്യാം. അത് ഡിഫറെൻറ്റ് എലമെൻറ്റിൻ്റെ ബേസിലാണ്. അതായത് നമുക്ക് കറക്റ്റായിട്ടുള്ള കോസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്യുക ഓൺ ദ ബേസിസ് ഓഫ് മെറ്റീരിയലിൻ്റെ അബ്സ്ട്രാക്റ്റിൻ്റെ ബേസിലും വേജസ് അബ്സ്ട്രാക്ട്സിൻ്റെ ബേസിലും കോസ്റ്റ് ലെഡ്ജറിൻ്റെ കേസിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഈ ഓരോ എലമെൻറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. So costing procedure. Next topic, cost sheet. So cost sheet എന്ന് പറയുന്നത് അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ദാറ്റ് ഷോസ് ദ ഡീറ്റെയിൽ കോസ്റ്റ് അണ്ടർ ഡിഫറെൻറ്റ് ഹെഡ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് ഹെഡ്സിൻ്റെ ഇടയിൽ കാണിക്കുന്ന ഒരു ഡീറ്റെയിൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ എന്ത് വിളിക്കാം, കോസ്റ്റ് ഷീറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഹെഡ്സ് എന്ന് പറയുമ്പോൾ പ്രൈം കോസ്റ്റ് ഉണ്ടായിരിക്കും, ഫാക്ടറി ഓർ മാനുഫാക്ചറിങ് കോസ്റ്റ് ഉണ്ടായിരിക്കും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, കോസ്റ്റ് ഓഫ് സെയിൽസ് ഉണ്ടായിരിക്കും, പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ ഒരു കോസ്റ്റ് ഷീറ്റാണ്. ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് വി ആർ യൂസ് ടു ഡിറ്റർമിൻ ദ പ്രസൻറ്റ് കോസ്റ്റ് അണ്ടർ ദ യൂണിറ്റ് കോസ്റ്റിംഗ്. എന്താണ് നമ്മുടെ പ്രസൻറ്റ് കോസ്റ്റ് എന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഏതെന്നാണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ദാറ്റ് ഇൻകേർഡ് അറ്റ് ഈച്ച് ലെവൽ ഓഫ് മാനുഫാക്ചറിങ് എ പ്രൊഡക്റ്റ് ഓർ സർവീസസ്. ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുക അല്ലെങ്കിൽ സർവീസ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന കോസ്റ്റ് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, കോസ്റ്റ് ഷീറ്റ് എന്ന് വിളിക്കാം. സോ ഒബ്ജക്റ്റീവ്സ് നോക്കാം. കോസ്റ്റ് പെർ യൂണിറ്റും ടോട്ടൽ കോസ്റ്റും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മളെ കോസ്റ്റ് ഷീറ്റ് ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. സെല്ലിംഗ് പ്രൈസ്, ഒരു പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കോസ്റ്റ് കമ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ പ്രോഫിറ്റ് ആയാലും സെയിൽസ് ആയാലും അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കാണിക്കും. ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. മാനേജ്മെൻറ്റിന് സൂട്ടബിൾ പോളിസീസ് മേക്ക് ചെയ്യാൻ വേണ്ടി, പ്രോഫിറ്റബിൾ പ്രൊഡക്ഷൻ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. എല്ലാ ലെവൽ ഓഫ് മാനേജ്മെൻറ്റിനും ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ദിസ് ഈസ് ദ ഒബ്ജക്റ്റീവ്സ് of cost sheet. Next, method of preparation of cost sheet. കോസ്റ്റ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ 3 മെത്തേഡാണുള്ളത്. വൺ ഈസ് കോസ്റ്റ് ഷീറ്റ് മെത്തേഡ്, സെക്കൻഡ് വൺ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ്, തേർഡ് പ്രൊഡക്ഷൻ അക്കൗണ്ട് മെത്തേഡ്.
സോ കോഷീറ്റ് മെത്തേഡ് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കോഷീറ്റ് എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വരുന്ന സമയത്ത് ഡിഫറെൻറ്റ് ഹെഡ്സിൽ വരുന്ന എക്സ്പെൻസസ് ആണ് കാണിക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് കോഷീറ്റ് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് വേരിയസ് എലമെൻറ്റ് ഓഫ് കോസ്റ്റ് ആൻഡ് ഡിവിഷൻ ഓഫ് കോസ്റ്റ് ദാറ്റ് ഈസ് ഷോൺ ഇൻ ദ ടോട്ടൽ ആസ് വെൽ ആസ് ഇൻ യൂണിറ്റ്. അപ്പോൾ ഈ മെത്തേഡ് പ്രകാരം ഡിഫറെൻറ്റ് എലമെൻറ്റ് ഓഫ് കോസ്റ്റും അതേപോലെ തന്നെ കോസ്റ്റിന് ഡിവിഷനും നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡിഫറെൻറ്റ് യൂണിറ്റ് ആയിട്ടും ടോട്ടലായിട്ടും കാണിക്കുന്ന പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് കോളം ഉണ്ടായിരിക്കും, ടോട്ടൽ കോസ്റ്റും ഉണ്ടായിരിക്കും, കോസ്റ്റ് പെർ യൂണിറ്റ് ഗിവണും കാണിക്കും. അതിൻ്റെ ഫോർമാറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇത് മൂന്നും നമ്മൾ ഫസ്റ്റ് എഴുതാം. അതിൻ്റെ മൂന്നിൻ്റെ ടോട്ടലിന് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയും. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി എക്സ്പെൻസസ്, ഫാക്ടറി ലൈറ്റിങ്, ഫാക്ടറി ഇൻഷുറൻസ്, ഫാക്ടറി റെൻറ്റ് അതെല്ലാം ആഡ് ചെയ്താൽ വി ഗെറ്റ് ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഓഫീസ് ആൻഡ് നെക്സ്റ്റ് അതിൻ്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ലൈക്ക് ഏതൊക്കെയാണ് നമ്മുടെ ഓഫീസ് റെൻറ്റ്, ഓഫീസ് ലൈറ്റിങ്, ദെൻ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി അങ്ങനത്തെ എക്സ്പെൻസസ് ആഡ് ചെയ്താൽ വി ഗെറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ആൻഡ് വിത്ത് ദിസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ if we add cost selling and distribution overhead we get the cost of sales കിട്ടും. So this is the format of cost sheet-ന്റെ ഫോർമാറ്റ് ഇതാണ്. ഓക്കെ, ഇനി ഇതിൽ ചില ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യില്ല. കോസ്റ്റ് ഷീറ്റിൽ ചില ഐറ്റംസ് ഇൻക്ലൂഡ് ഇല്ല. പ്യുവർ ഫിനാൻഷ്യൽ എക്സ്പെൻസസ് ലൈക്ക് ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ക്യാഷ് ഡിസ്കൗണ്ട്, ഫൈൻ, പെനാൽറ്റി, ലോസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനത്തെ ഐറ്റം ഒന്നും ഇൻക്ലൂഡ് ചെയ്യില്ല. പിന്നെ ഫിക്റ്റീഷ്യസ് ആയിട്ടിന് റൈറ്റ് ഓഫ് ലൈക്ക് കോപ്പി റൈറ്റ്, പ്രിലിമിനറി എക്സ്പെൻസസ്, ഗുഡ് വിൽ ഇതെല്ലാം റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഷീറ്റിൽ കാണിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്, ഇൻകം ടാക്സ്, ഡിവിഡൻഡ്, ട്രാൻസ്ഫർ ടു റിസീവ് ഇങ്ങനെ എന്ത് ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് ഷോ ഇൻ ദ കോസ്റ്റ് ഷീറ്റ്. ആൻഡ് ഫൈനലി പ്യുവർ ഫിനാൻഷ്യൽ ഇൻകം like transfer to receive, commission received, profit on sale of investment, interest received ഇതൊന്നും ഈ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ ഐറ്റം നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ കാണിക്കാൻ പാടില്ല. Okay, so we can do this problem with an example. From the following detail, prepare a cost sheet for 3 months ended in 31st March 2021. അപ്പോൾ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത് ഒരു കോസ്റ്റ് ഷീറ്റാണ്. കോസ്റ്റ് ഷീറ്റിൽ വരുന്ന ആദ്യത്തെ ഐറ്റം ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പോൾ ഇത് മൂന്നും കൂടിയേ നമ്മൾ എന്ത് വിളിക്കും, അതിനെ പ്രൈം കോസ്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് 50,000, 25,000, ഡയറക്റ്റ് എക്സ്പെൻസസ് 10,000. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 35 പ്ലസ് 85,000. ഓക്കെ, ദെൻ ഫാക്ടറി ഓവർഹെഡ് ഉണ്ട്, ഓഫീസ് ഓവർഹെഡ് ഉണ്ട്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഉണ്ട്. ടോട്ടൽ ഔട്ട്പുട്ട് 2000 യൂണിറ്റ്സ്. നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് 50,000 അത് കാണിച്ചു. നെക്സ്റ്റ് നമ്മൾ ഡയറക്റ്റ് വേജസ് കാണിച്ചു 25,000, ഡയറക്റ്റ് എക്സ്പെൻസസ് ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് ഞാൻ പറഞ്ഞു വി ഗെറ്റ് പ്രൈം കോസ്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 85,000. അപ്പോൾ നമുക്ക് പെർ യൂണിറ്റ് കാണണം. ടോട്ടൽ കോസ്റ്റ് ഉണ്ടായിരിക്കണം, കോസ്റ്റ് പെർ യൂണിറ്റ് ഉണ്ടായിരിക്കണം. പെർ യൂണിറ്റ് എങ്ങനെ കാണാൻ വെച്ചാൽ 50,000 ആണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ്, ദാറ്റ് ഈസ് ടോട്ടൽ മെറ്റീരിയൽ കൺസ്യൂംഡ്. അതായത് 2000 യൂണിറ്റ്സ് മേക്ക് ചെയ്യാനാണ് 50,000. അപ്പോൾ ഒരു യൂണിറ്റിന് എന്ത് വരും, 25 റുപ്പീസ് വരും. അപ്പോൾ ഇവിടെ ടോട്ടൽ യൂണിറ്റ്സ് 2000 യൂണിറ്റ്സ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, 2000 യൂണിറ്റ്സ് ആണ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2000 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 50,000 ദാറ്റ് ഈസ് 50,000 റുപ്പീസ് ഈസ് ഫോർ പ്രൊഡ്യൂസിങ് 2000 യൂണിറ്റ്സ്. സോ പെർ യൂണിറ്റ് എങ്ങനെ നമ്മൾ കാണാം, പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്. സോ 50,000 ഡിവൈഡഡ് ബൈ 20,000 ഇറ്റ് ഈസ് 2000 ഇറ്റ് ഈസ് ഈക്വൽ 25. രണ്ടാമത്തെ കേസിൽ 25,000 ഡിവൈഡഡ് ബൈ 2000 ഇറ്റ് ഈസ് ഈക്വൽ ടു 12.5. മൂന്നാമത്തെ കേസിൽ 10,000 ഡയറക്റ്റ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ 2000 ഇറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് 85, കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര കിട്ടി, 42.5 കിട്ടി. ഇനി പ്രൈം കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഏതാ ആഡ് ചെയ്യാം, we have to add the factory overhead. 85 plus 25,000 that is equal to 1,10,000. 25,000 divided by 2,000, 12.5, that 55. Then add office overhead, add ചെയ്യാം 15,000, 7.5. Then cost of production കിട്ടും, അതിൻ്റെ കൂടെ selling and distribution add ചെയ്യാം. So we get the total sales. അപ്പോൾ ഇത്ര മനസ്സിലാക്കി വെക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് ഇത് മൂന്നും ആഡ് ചെയ്താൽ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്താൽ നമുക്ക് ഏത് കിട്ടും, വി ഗെറ്റ് ദ വർക്ക് കോസ്റ്റ് ഓർ ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക് കോസ്റ്റ് കിട്ടും. അതിൻ്റെ കൂടെ ഓഫീസ് ഓവർഹെഡ് ആഡ് ചെയ്താൽ വി ഗെറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആഡ് ചെയ്താൽ വി ഗെറ്റ് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. ദിസ് ഇസ് ദ ഫോർമാറ്റ് ഫോർ മേക്കിംഗ് കോസ്റ്റ് ഷീറ്റ്. കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റും അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ മിസ് പറഞ്ഞത്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് കോസ്റ്റ് ഷീറ്റ് മെത്തേഡ് പ്രകാരമാണ് പറഞ്ഞത്.
ഇനി പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് പ്രകാരമാണെങ്കിൽ അതിൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സെയിൽ, പ്രോഫിറ്റ്, സ്റ്റോക്ക് എല്ലാം കാണണം. അങ്ങനത്തെ കോസ്റ്റ് ഷീറ്റിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കോസ്റ്റ് ഷീറ്റ് തന്നെ ആയിരിക്കും, പക്ഷേ അതിൽ കുറച്ച് ഐറ്റംസ് കൂടുതലുണ്ടായിരിക്കും. നേരത്തെ കണ്ട കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ പ്രോഫിറ്റും ലോസിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് എന്തിനെക്കുറിച്ച് പറയണം? വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ ടോട്ടൽ സെയിൽസ് പറയണം, പ്രോഫിറ്റ് പറയണം, അതേപോലെ തന്നെ സ്റ്റോക്കിനെ കുറിച്ച് പറയണം. ആ സ്റ്റേറ്റ്മെൻറ്റിനാണ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് സെയിൽസ്, സ്റ്റോക്ക്, പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്യുന്ന പറയണത്. അപ്പോൾ ഫസ്റ്റ് വൺ സ്റ്റോക്കിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. സ്റ്റോക്കിന് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ട്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ലോസ് ഓഫ് മെറ്റീരിയൽ ഉണ്ട്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്, സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ട്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അതിനെവിടെ കാണിക്കേണ്ടത് വെച്ചാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയലിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ നമ്മൾ പർച്ചേസിൽ നിന്ന് മൈനസ് ചെയ്യാം. ഓക്കെ, സോ എങ്ങനെ ഇരിക്കും വെച്ചാൽ ആദ്യം നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ per purchase plus carriage inward minus closing stock of raw material. ഇങ്ങനെയാണ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ചെയ്യാം. ഇനി എന്തെങ്കിലും ലോസ് ഓഫ് മെറ്റീരിയൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നോർമൽ ലോസ് നമ്മൾ പൊതുവേ ഇഗ്നോർ ചെയ്യാം. അബ്നോർമൽ ലോസ് നമ്മൾ ഏതിൽ നിന്ന് കാണിക്കണം? പർച്ചേസ് ചെയ്ത മെറ്റീരിയലിൽ നിന്ന് കാണിക്കണം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കൂ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ പർച്ചേസ് പ്ലസ് ക്യാരേജ് ഇൻവേർഡ് മൈനസ് അതിന് എന്ത് മൈനസ് ചെയ്യണം? അബ്നോർമൽ ലോസ് ഓഫ് മെറ്റീരിയൽ നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം ആൻഡ് ആൾസോ ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഇതാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ലോസ് ഓഫ് മെറ്റീരിയലിൻ്റെ കേസിൽ. ഇനി മൂന്നാമത്തെ കേസിൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ട്രേഡ് ഡിസ്കൗണ്ട്. ഇൻ കേസ് നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം? നമ്മുടെ ടോട്ടൽ സെയിൽസിൽ നിന്ന് ലെസ് ചെയ്തിട്ട് വേണം നമ്മളത് കാണിക്കാൻ, നെറ്റ് സെയിൽസ് കാണിക്കാൻ. ഇനി സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ആണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് സ്റ്റോക്ക് ഓപ്പണിംഗ് റോ മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ റോ മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഏതിൻ്റെ കൂടെ ആഡ് ചെയ്യാം? പർച്ചേസിൻ്റെ കൂടെയും ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. ഇനി ഡിസ്കൗണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പർച്ചേസിന് ആ ഡിസ്കൗണ്ട് ലെസ് ചെയ്യണം. ഓക്കെ, ഇനി സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ആണ് നമ്മൾ പറയുന്നത്. വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ പാർട്ട്ലി ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അപ്പോൾ അവരെ വന്നു കഴിഞ്ഞ് നമ്മൾ എവിടെ കാണിക്കേണ്ടത് വെച്ചാൽ ഒരു പോർഷൻ നമ്മൾ ഫാക്ടറി ഓവർഹെഡിൻ്റെ കാണിക്കണം. അപ്പോൾ ഫാക്ടറി ഓവർഹെഡിൻ്റെ കാണിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി ആഡഡ് വിത്ത് ഫാക്ടറി ഓവർഹെഡിൻ്റെ കൂടെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്യാം, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ചെയ്യാം. ഇതാണ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ കേസിൽ. ഇനി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഈ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ ഓപ്പണിംഗ് വാല്യൂ ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് തരികയാണെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ ഏതിൻ്റെ കൂടെ കാണിക്കാം? ദാറ്റ് ഈസ് ഓപ്പണിംഗ് സ്റ്റോക്ക് വി ഹാവ് ടു ആഡ് വിത്ത് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക്, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ആഡ് ചെയ്യാം, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ആയി. ഓക്കെ, അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്റ്റോക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. റോ മെറ്റീരിയൽ ഉണ്ട്, വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്. റോ മെറ്റീരിയൽ എവിടെ കാണിക്കാം? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ. വർക്കിംഗ് പ്രോഗ്രസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ്, ഫാക്ടറി ഓവർഹെഡ് ഫാക്ടറി വർക്ക് കോസ്റ്റിൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫാക്ടറി ഓവർഹെഡ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഓവർഹെഡ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഓക്കെ, ഇനി അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് പറയുന്നത്. സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത് എന്ത് ചെയ്യണം? നമ്മൾ ഫാക്ടറി ഓവർഹെഡിൽ നിന്ന് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആ സ്ക്രാപ്പ് ലെസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ ഒരു ഫോർമാറ്റാണ്. opening stock of raw material plus purchase minus expenses on purchase minus closing stock of material. So we get direct wages, direct expenses കൊടുക്കാം, prime cost കിട്ടും, അതിൻ്റെ കൂടെ factory overhead ആഡ് ചെയ്യാം, opening stock of work in progressഉം closing stock of work in progressഉം adjust ചെയ്യാം, അതിൻ്റെ കൂടെ office and administration overhead ആഡ് ചെയ്ത് കഴിഞ്ഞാൽ cost of production കിട്ടും, അതിൻ്റെ കൂടെ opening stock of work in progressഉം closing stock of work in progressഉം ആഡ് ചെയ്താൽ cost of goods sold കിട്ടും, അതിൻ്റെ കൂടെ selling and distribution overhead ആഡ് ചെയ്യാം, so cost of sales കിട്ടും, then profit or sale. So, ഈ എക്സാമ്പിൾ നമുക്ക് നോക്കാം. Chennai Chemical Company supply you following the details in its cost record.
ഇപ്പോൾ ചെന്നൈ കമ്പനിയാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ കോസ്റ്റ് റെക്കോർഡിലെ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഉണ്ട്, ഡയറക്റ്റ് വേജസ് ഉണ്ട്, ഇൻഡയറക്റ്റ് വേജസ് ഉണ്ട്, സെയിൽ ഉണ്ട്, പിന്നെ വർക്കിംഗ് പ്രോഗ്രസ് തന്നിട്ടുണ്ട്. വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ 1 സെപ്റ്റംബറിൽ വർക്കിംഗ് പ്രോഗ്രസ് തന്നിട്ടുണ്ട്. ആൻഡ് 30th സെപ്റ്റംബറിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? വർക്കിംഗ് പ്രോഗ്രസ് തന്നിട്ടുണ്ട്. പർച്ചേസസ് ഉണ്ട്, ഫാക്ടറി റെൻ്റ് ഉണ്ട്, ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്. പർച്ചേസസ് നമ്മുടെ ഇവിടെ പർച്ചേസസിൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി ഫാക്ടറി എക്സ്പെൻസസിൽ കാണിക്കാം. എക്സ്പെൻസസ് ഓഫ് പർച്ചേസസിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ക്യാരേജ് ഔട്ട്വേർഡ് ആഡ് ചെയ്യാം. അഡ്വർടൈസ്മെൻറ്റ് ഉണ്ട്. ദെൻ ഓഫീസ് റെൻറ്റ് ടാക്സസ് ഉണ്ട്. അഡ്വർടൈസ്മെൻറ്റ് ഈസ് കം അണ്ടർ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ആണ്. ട്രാവലേഴ്സ് വേജസ് ആൻഡ് കമ്മീഷൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വേജസ് ആണ്. സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്. സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ഓപ്പണിംഗ് സ്റ്റോക്കും ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്. സോ ഫസ്റ്റ് വി ഹാവ് ടു മേക്ക് ദ കോസ്റ്റ് ഷീറ്റ് മേക്ക് ചെയ്യാം. ആദ്യം നമ്മൾ കൊടുക്കാം. റോ മെറ്റീരിയൽ ഇവിടെ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 88,000 ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ പർച്ചേസസ് ആഡ് ചെയ്യാം. ദെൻ എക്സ്പെൻസസ് ഓൺ പർച്ചേസസ് പറയുന്നുണ്ട്. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 88,000. അതിൻ്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്തു, എക്സ്പെൻസസ് ആഡ് ചെയ്തു. സോ അതിൻ്റെ കൂടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ലെസ് ചെയ്തു. ദെൻ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുമ്പോൾ 60,000. അതിൻ്റെ കൂടെ നമ്മുടെ ലാബറിൻ്റെ എക്സ്പെൻസസ് കൊടുക്കാം. ഡയറക്റ്റ് വേജസ് 63,000. സോ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1,23,000. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യാം. ഇൻഡയറക്റ്റ് വേജസ് ഉണ്ട്, ഫാക്ടറി റെൻ്റ് ആൻഡ് റേറ്റ്സ് ഉണ്ട്, ഡിപ്രിസിയേഷൻ ഉണ്ട്, പ്ലാന്റ് ഓഫ് മെഷീനറി ഉണ്ട്. അതിൻ്റെ കൂടെ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്യാം. ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ചെയ്യാം. സോ അതിവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആഡ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്. സോ വി ഗെറ്റ് ദ വർക്ക് കോസ്റ്റ് ഓർ ദ ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് നമുക്ക് കിട്ടും. അതിൻ്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യാം. അതിലാകെ ഓഫീസ് റെൻ്റ് ആൻഡ് ടാക്സ് ഉണ്ട്. അത് കിട്ടിയ 49,000 കിട്ടി. 4,900 കിട്ടി. സോ ഇതാണ് ഈ കിട്ടിയതാണ് ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ വർക്ക് കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെയാണ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യേണ്ടതും ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യേണ്ടതും ഏതിൻ്റെ കൂടെയാണ്? ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെയാണ്. ആഡ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. സോ വി ഗെറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അതിൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ആഡ് ചെയ്യാം. സോ വി ഗെറ്റ് ദ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്. സെയിൽസ് 5 lakh ആണ്. സോ 5 lakh മൈനസ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് ദ പ്രോഫിറ്റ് കിട്ടും. 1,96,400. that is the total cost. 1,96,400 ആണ് ടോട്ടൽ കോസ്റ്റ് വന്നിരിക്കുന്നത്. 5 lakh rupees ആണ് നമുക്ക് വന്നിരിക്കുന്ന സെയിൽ. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3,03,600. സോ ഒന്നും കൂടി പറയാം. ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്റ്റോക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വർക്കിംഗ് പ്രോഗ്രസ് റോ മെറ്റീരിയൽ വന്നിട്ടുണ്ടെങ്കിൽ പർച്ചേസിൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യാം. ഇതാണ് റോ മെറ്റീരിയലിൻ്റെ കേസിൽ. വർക്കിംഗ് പ്രോഗ്രസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ദെൻ അതിൽ നിന്ന് തന്നെ ഫാക്ടറി കോസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യാം? ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ചെയ്യാം. ഇനി നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് വന്നു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ആഡ് ചെയ്യാം. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യാം. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യാം. ഓക്കെ. ഇനി ലാസ്റ്റ്ലി വരുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ സെയിൽസ് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ക്വസ്റ്റ്യനിൽ തന്നെ സെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ആണ്. സോ ദിസ് ഈസ് ഇതാണ് നമ്മുടെ കോസ്റ്റ് ഷീറ്റ് പ്രൊഡക്ഷൻ ഷീറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്ക്രാപ്പ് പറഞ്ഞു. സ്ക്രാപ്പ് വന്ന് സെയിൽസിൽ നിന്ന് കുറച്ചാൽ മാത്രം മതി. പിന്നെ അതേപോലെ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക് പറഞ്ഞു. സോ നെക്സ്റ്റ് ഈസ് പ്രൊഡക്ഷൻ അക്കൗണ്ട് മെത്തേഡ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് നമ്മൾ അക്കൗണ്ട് ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരമാണ് പ്രിപ്പയർ ചെയ്യാം. ബേസിക് ഒബ്ജക്റ്റീവ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കോസ്റ്റ് പെർ യൂണിറ്റും ഒരുമിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്.
പറയുന്നത്. പക്ഷേ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആൾസോ നമ്മൾ എന്ത് വിളിക്കും, മാനുഫാക്ചറിങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് ഷീറ്റും പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ആണ്, പ്രൊഡക്ഷൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതൊരു അക്കൗണ്ടാണ്. കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ എക്സ്പെൻസസിനെ പ്രൈമറി കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ അങ്ങനത്തെ യാതൊരു ക്ലാസിഫിക്കേഷനും ഇല്ല. കോസ്റ്റ് ഷീറ്റ് ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരമാണ്, ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരമല്ല, പക്ഷേ പ്രൊഡക്ഷൻ അക്കൗണ്ട് ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരമാണ്. കമ്പാരിസൺ പോസിബിൾ ആണ്. പഴയ കൊല്ലത്തെ ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ കമ്പാരിസൺ പോസിബിൾ ആണ്. കമ്പാരിസൺ പോസിബിൾ അല്ല, ബിക്കോസ് പ്രീവിയസ് ഡാറ്റ ഒന്നുമില്ല. പിന്നെ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വൽ എസ്റ്റിമേറ്റഡ് എക്സ്പെൻസസ് ആണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് ആക്ച്വൽ ഫിഗേഴ്സ് ആണ്. കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും വേണ്ടിയിട്ടാണ് ഏത് പ്രിപ്പയർ ചെയ്യാം, പ്രൊഡക്ഷൻ അക്കൗണ്ട് മെത്തേഡ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ടെൻഡർ ഓർ കൊട്ടേഷൻ്റെ പ്രിപ്പറേഷനാണ്. പ്രിപ്പറേഷൻ ഓഫ് ടെൻഡർ ഓർ എ കൊട്ടേഷൻ. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ കൺസെപ്റ്റ് പറയാം. ഒരു ബിസിനസ് അത് അതിൻ്റെ സപ്ലയേഴ്സ് പുറത്തുള്ളവർക്ക് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പറിൽ ഒരു ടെൻഡർ കൊടുക്കും. ഓക്കെ, ന്യൂസ് പേപ്പറിൽ ഒരു ടെൻഡർ കൊടുക്കും. അപ്പോൾ ആ ബിസിനസ് പേഴ്സൺസ് ആ അഡ്വർടൈസ്മെൻറ്റിനെ ഒരു കോട്ടൊക്കെ തിരിച്ചു കൊടുക്കും. സോ അതാണ് നമ്മൾ എന്ത് വിളിക്കാം, വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ടെൻഡർ ഓർ കൊട്ടേഷൻ പ്രൈസ് എന്ന് പറയും. അപ്പം നമ്മൾ ആദ്യം ന്യൂസ് പേപ്പറിൽ ടെൻഡർ കൊടുക്കും. അതിനനുസരിച്ചിട്ട് ഓരോ ബിസിനസ് മാനും അവർക്ക് പറ്റുന്ന രീതിയിൽ ഒരു കൊട്ടേഷൻ കൊടുക്കും. അപ്പോൾ ആ ഒരു കൊട്ടേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കോസ്റ്റ് ഉണ്ടായിരിക്കും, അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എല്ലാം ഉണ്ടായിരിക്കും. ഈ എസ്റ്റിമേറ്റഡ് പ്രൈസിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, കൊട്ടേഷൻ പ്രൈസ് ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ടെൻഡർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ടെൻഡർ പ്രൈസ് അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രൈസ് എന്ന് പറയുമ്പോൾ അതൊരു എസ്റ്റിമേറ്റഡ് പ്രൈസ് ആണ്, ഫോർ വിച്ച് ദ മാനുഫാക്ചേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ടു സപ്ലൈ ദ പ്രൊഡക്റ്റ് ഓർ കൺസ്യൂമേഴ്സ്. ദാറ്റ് ഈസ് അതൊരു ടെൻഡർ ഓർ കൊട്ടേഷൻ പ്രൈസ് എന്ന് പറയുമ്പോൾ അതൊരു എസ്റ്റിമേറ്റഡ് പ്രൈസ് ആണ്. അതിൽ മാനുഫാക്ചേഴ്സ് അവരുടെ പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സ് കൊടുക്കാൻ റെഡിയാണെന്നുള്ള രീതിയിലുള്ള ഒരു കൊട്ടേഷനാണ് അല്ലെങ്കിൽ ടെൻഡറാണ് നമ്മൾ പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ടെൻഡർ പ്രൈസ് കമ്പ്യൂട്ട് ചെയ്യാം? ഓൺ ദ ബേസിസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ഓവർഹെഡിൻ്റെ ബേസിലും ഓൺ ദ ബേസിസ് ഓഫ് പ്രീവിയസ് ഇയർ പെർ യൂണിറ്റ് കോസ്റ്റും. ഒന്ന് ഓവർഹെഡിൻ്റെ ബേസിലും രണ്ടാമത്തത് കഴിഞ്ഞ കൊല്ലത്തെ യൂണിറ്റ് കോസ്റ്റിൻ്റെ ബേസിലും. അപ്പോൾ ഫസ്റ്റ് വൺ, കാൽക്കുലേഷൻ ഓഫ് ടെൻഡർ പ്രൈസ് ഓൺ ദ ബേസിസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ഓവർഹെഡ്. ഒരു പെർസെൻറ്റേജ് ഓഫ് ഓവർഹെഡിൻ്റെ ബേസിൽ എങ്ങനെയാണ് ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് തന്നിട്ടില്ല, പ്രൊഡക്ഷൻ്റെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ നമുക്ക് എന്ത് തന്നിട്ടുണ്ടായിരിക്കും, പ്രീവിയസ് പീരീഡിൽ നമുക്ക് പ്രീവിയസ് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റും ആൻഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജും കറക്റ്റ് തന്നിട്ടുണ്ടായിരിക്കും, ഡയറക്റ്റ് കോസ്റ്റും പ്രോഫിറ്റ് പെർസെൻറ്റേജും. സോ അങ്ങനത്തെ കേസിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് പറയണത്. അപ്പോൾ ഇഫ് ദ ഗിവൺ പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് ഈസ് ഓൺ സെല്ലിംഗ് പ്രൈസ്, നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ കാൽക്കുലേഷൻ്റെ പ്രോഫിറ്റ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം നമുക്ക് എന്താ അറിയില്ല, സെല്ലിംഗ് പ്രൈസ് അറിയില്ല. പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് സെല്ലിംഗ് പ്രൈസിന് 10% ആണ് പ്രോഫിറ്റ് എന്ന് പറയണമെങ്കിൽ അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ദ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാം, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് ഓൺ സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം, പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഡിവൈഡ് ബൈ 100 മൈനസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഉണ്ട് ഇവിടെ, കോസ്റ്റ് ഇൻറ്റു 100 divided by 100 minus percentage of profit on sale. So 100% of profit on selling price എന്ന് പറയുന്നത് percentage of profit on cost ആണ്. 110 ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1/9 ആയിരിക്കും കോസ്റ്റ്, 1/9 ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 118 ആയിരിക്കും കോസ്റ്റ്. So this is the method for calculation of tender price on the basis of percentage of overhead. ഇനി സ്റ്റെപ്സ്, ഇതിൽ ഫസ്റ്റ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം, ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. പ്രീവിയസ് പീരീഡിൻ്റെ ബേസിൽ നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ഓഫ് ഓവർഹെഡ് നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ചിലതിൻ്റെ ഒക്കെ പെർസെൻറ്റേജ് ഓഫ് ഓവർഹെഡ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, ചിലതിൻ്റെ തന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ചെയ്യണം. ഫാക്ടറി ഓവർഹെഡ് എപ്പോഴും ഡയറക്റ്റ് വേജസിൻ്റെ ബേസിലാണ് അബ്സോർബ് ചെയ്യാം. ഓഫീസ് ആൻഡ് ജനറൽ ഓവർഹെഡും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡും ഫാക്ടറി കോസ്റ്റിൻ്റെ ബേസിലാണ് അപ്പോർഷൻ ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് കോസ്റ്റ് ഷീറ്റ് മെത്തേഡ്, പ്രൊഡക്ഷൻ അക്കൗണ്ട് മെത്തേഡ് എല്ലാം കണ്ടു. നെക്സ്റ്റ് ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. അത് പെർസെൻറ്റേജ് ഓഫ് ഓവർഹെഡിൻ്റെ ബേസിലും ഓൺ ദി ബേസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ഓവർഹെഡിൻ്റെ ബേസിലും ഓൺ ദി ബേസിസ് ഓഫ് പ്രീവിയസ് ഇയർ പെർ യൂണിറ്റ് കോസ്റ്റ്. പ്രീവിയസ് ഇയറിലെ പെർ യൂണിറ്റ് കോസ്റ്റ് പ്രകാരമാണ് പറയുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറിലെ പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രീവിയസ് പീരീഡിൻ്റെ ബേസിലാണ് പ്രിപ്പയർ ചെയ്യുക. സോ
അതിലുള്ള when there is no change in profit, പ്രോഫിറ്റിൽ ചേഞ്ച് ഇല്ലാത്ത when there is a change in cost component and percentage of profit, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിലും കോസ്റ്റ് കോമ്പണൻറ്റിലും ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് കോസ്റ്റിൽ ചേഞ്ച് ഉണ്ട്, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിൽ ചേഞ്ച് ഇല്ലാത്ത സമയത്ത് when there is a change in cost along with the change, രണ്ടിലും ചേഞ്ച് ഉള്ള സമയത്ത്. ഓക്കെ, സോ അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് സെയിൽസ് ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. താഴെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് പ്രകാരം വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് സെയിൽസ്. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം, പ്രൈം കോസ്റ്റിൻ്റെ കൂടെ വർക്ക് കോസ്റ്റ്, ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ഇത് കിട്ടും, വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് കിട്ടും. വർക്ക് കോസ്റ്റ് ഓർ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്താൽ വി ഗെറ്റ് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. അപ്പോൾ ഇതിൽ നമ്മളോട് കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രൈം കോസ്റ്റ് തന്നിട്ടുണ്ട്. പ്രൈം കോസ്റ്റ് എത്രയാണ്? 62,000 നമുക്ക് തന്നിട്ടുണ്ട്. 62,000 കൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വർക്ക് ഓവർഹെഡ് 20% ഓൺ പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് 62,000 ആണെങ്കിൽ അതിൻ്റെ 20% എന്താണ്? വർക്ക് ഓവർഹെഡ് ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 12,400. അപ്പോൾ നമ്മൾ പ്രൈം കോസ്റ്റിന് കൂടെ വർക്ക് ഓവർഹെഡ് ആഡ് ചെയ്ത് 12,400. സോ വി ഗെറ്റ് വർക്ക് കോസ്റ്റ് കിട്ടി 74,400. അതിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യണം. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് 10% ഓൺ വർക്ക് കോസ്റ്റ് ആണ്. വർക്ക് കോസ്റ്റ് 7,440 ആണ്. അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ വർക്ക് കോസ്റ്റ് 74,440 ആണ്. അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 7,440. സോ വി വിൽ ഗെറ്റ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 81,840. ആ 81,840യുടെ കൂടെ വി ഹാവ് ടു ആഡ് ദ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത് 5% ഓൺ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ 5% ആണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ 81,840യുടെ 5% എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 4,092. So we get the cost of sales. So cost of sales ഇവിടെ നമുക്ക് കിട്ടി. Cost of sales is equal to 85,932. So this is a problem for finding the cost of sales. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം ഇതേപോലെ നോക്കി നോക്കാം. From the following information relating to the manufacture of a standard product during the month of September 2021, prepare a statement showing cost and profit per unit. ഇതിൽ നമ്മളോട് പറയണത് കോസ്റ്റും കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ പ്രോഫിറ്റും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ യൂണിറ്റ് സോൾഡ് തന്നിട്ടുണ്ട് അല്ലേ. യൂണിറ്റ് സോൾഡ് എത്രയാണ്? 22,000 ആണ്. 22,000 യൂണിറ്റ്സ് ആണ് നമ്മൾ മേക്ക് ചെയ്യണത് 10 രൂപ പ്രകാരം, 10 rupees പ്രകാരം. അപ്പോൾ നമ്മുടെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 2,20,000 ആണ് നമ്മുടെ ടോട്ടൽ സെയിൽസ്. സോ ഫസ്റ്റ് വി ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ സെയിൽസ് ഫൈൻഡ് ഔട്ട് ചെയ്തു അല്ലേ. ഇനി നമുക്ക് നോക്കി നോക്കാം. റോ മെറ്റീരിയൽ 58,000 ഉണ്ട്. ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 31,000 ഉണ്ട്. ദെൻ മെഷീൻ ഹവേഴ്സ് വർക്ക്ഡ് 10,800 ആൻഡ് മെഷീൻ അവർ റേറ്റ് 5.5 per hour. ഈ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഫാക്ടറി ഓവർഹെഡ് ആണ്. അപ്പോൾ പറയണത് എത്രയാണ്? 10,800 നമുക്ക് ഫാക്ടറിയിൽ മെഷീൻ ഹവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്, മാൻ ഹവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു അവറിന് മെഷീൻ്റെ ഒരു അവർ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5.5 ആണ്. സോ ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഏതാണ്? ഫാക്ടറി ഓവർഹെഡ് ആണ്. പിന്നെ നമുക്ക് ഓഫീസ് ഓവർഹെഡ് തന്നിട്ടുണ്ട് 20% ഓൺ വർക്ക് കോസ്റ്റ് ആണ്. വർക്ക് കോസ്റ്റ് എത്രയാണോ അതിന് 20% ആയിരിക്കും. സെല്ലിംഗ് ഓവർഹെഡ് 1.75 ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് 31,000 ആണ്. 31,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എത്ര യൂണിറ്റ്സേ സെല്ല് ചെയ്തിട്ടുള്ളൂ? 22,000 യൂണിറ്റ്സേ സെല്ല് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സെല്ല് ചെയ്തതിന് മാത്രമേ നിങ്ങൾ എന്ത് കൊടുക്കാൻ പാടുള്ളൂ? സെല്ലിംഗ് ഓവർഹെഡ് കൊടുക്കാൻ പാടുള്ളൂ. 22,000 നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ 22,000 മാത്രം നമ്മൾ എന്ത് കൊടുക്കാൻ പാടുള്ളൂ? സോ 22,000 മാത്രമാണ് സെല്ലിംഗ് എക്സ്പെൻസസ് നമ്മൾ കാണിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ പ്രോബ്ലം നമുക്കൊന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് നമ്മൾ പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കണം. പ്രൈം കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് വി ഹാവ് ടു എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ ആണ്, ഡയറക്റ്റ് വേജസ് ആണ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ഇല്ല. അപ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടി. പ്രൈം കോസ്റ്റ് എത്രയാണ് വരാം? ഇറ്റ് ഈസ് ഈക്വൽ ടു 58,000. പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു 89,000 വരും അല്ലേ. 89,000 പ്രൈം കോസ്റ്റ് വരും. ഈ 58,000 നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം
ഞാൻ ഒന്നുകൂടി പ്രോബ്ലം റിപ്പീറ്റ് ചെയ്യാം. ഇതിൽ നമുക്ക് 2 അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മെഷീൻ ഹവേഴ്സ് വർക്ക്ഡും മെഷീൻ ഹവർ ആയിട്ടും. രണ്ടാമത്തെ അഡ്ജസ്റ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് 31,000 ആണ്, യൂണിറ്റ് സോൾഡ് 22,000 ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇങ്ങനെ രണ്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ്ലി മെഷീൻ ഹവേഴ്സ് 10,800 ഇൻറ്റു 5.5 ആഡ് ചെയ്യാം. സോ യു ഗെറ്റ് ദിസ് ഇസ് ദ ഫാക്ടറി ഓവർ ഹെഡ് ആണ്, ഫാക്ടറി ഓവർ ഹെഡിൽ കാണിക്കുക. ഇനി നിങ്ങൾക്ക് ഇവിടെ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 31,000 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താലും 22,000 നമ്മൾ സെല് ചെയ്യണുള്ളൂ. അപ്പോൾ ആ 22,000ൻ്റെ 1 റുപ്പി പ്രകാരം നമ്മൾ സെല്ലിംഗ് ഓവർ ഹെഡ് കൊടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും 31,000 നമ്മളിപ്പോൾ സെല്ലിംഗ് ഓവർ ഹെഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് പിന്നെ എപ്പോഴാണ് നമ്മൾ സെയിൽ ചെയ്യണത് ആ സമയത്ത് കാണിച്ചാൽ മതി. അപ്പോൾ 22,000 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 22,000 സെല്ലിംഗ് ഓവർ ഹെഡ് മാത്രം നിങ്ങൾ കാണിച്ചാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് 22,000 ഇൻറ്റു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 22,000 യൂണിറ്റ്സ് ഉണ്ടാക്കാൻ എത്ര എമൗണ്ട് ആണെന്നുള്ളത് കിട്ടും. ഇനി പ്രോബ്ലം ഒന്ന് ഡീറ്റെയിലായി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയറായി മനസ്സിലാവും. സോ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 58,000 ആണ്. 58,000 എന്ന് പറയുന്നത് 58,000 ഡിവൈഡഡ് ബൈ 3,000 31,000 31,000 രൂപയാണ് നമ്മുടെ യൂണിറ്റ് അല്ലേ. ടോട്ടൽ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 31,000 ആണ്. സോ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ യൂണിറ്റ് ചെയ്താൽ നമുക്ക് പെർ യൂണിറ്റ് കിട്ടും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1.87. ഇനി ഡയറക്റ്റ് വേജസ് എത്രയാണ്? 31,000 ആണ് ഡയറക്റ്റ് വേജസ്. 31,000 ഡിവൈഡഡ് ബൈ 31,000 ദാറ്റ് ഈസ് ദ ടോട്ടൽ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടി അല്ലേ. റോ മെറ്റീരിയലിൻ്റെ കൂടെ ഡയറക്റ്റ് വേജസ് ആഡ് ചെയ്ത് നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടി. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ നമുക്ക് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് ആഡ് ചെയ്യണം. സോ മാനുഫാക്ചറിങ് എക്സ്പെൻസസ് ഞാൻ പറഞ്ഞു 89,000 ആണ് 59,400 ആണ്. അതിൻ്റെയും പെർ യൂണിറ്റ് കോസ്റ്റ് കാണാം. ഡിവൈഡഡ് ബൈ 31,000 ചെയ്താൽ പെർ യൂണിറ്റ്സ് കിട്ടി 1.92. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വി ഗെറ്റ് ദ വർക്ക് കോസ്റ്റ് കിട്ടി അല്ലേ. ഇനി വർക്ക് കോസ്റ്റിൻ്റെ കൂടെ നമുക്ക് ഏത് ആഡ് ചെയ്യണം? ഓഫീസ് ഓവർ ഹെഡ്. നമുക്ക് ആകെ അറിയാം എന്താണ്? 20% ഓഫ് വർക്ക് കോസ്റ്റ്. ഓഫീസ് ഓവർ ഹെഡ് എന്താണോ അത് 20% ആണ് അല്ലേ. വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് 1,48,400ൻ്റെ 20% എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 29,680 ആണ്. അപ്പോൾ അതിൻ്റെയും പെർ യൂണിറ്റ് കാണാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.96 വന്നു. പെർ യൂണിറ്റ് എങ്ങനെ നിങ്ങൾ കാണാം? പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെർ യൂണിറ്റ് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ്? 31,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് വരുന്ന എക്സ്പെൻസസ് 1,78,080 ആണ്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 5.74 ആണ് അല്ലേ. പക്ഷേ നമ്മൾ 31,000 യൂണിറ്റ്സ് സെല് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ എത്ര യൂണിറ്റ്സ് സെല് ചെയ്യുന്നുള്ളൂ? വി ആർ സെല്ലിങ് 22,000. അപ്പോൾ 9,000 എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഓക്കെ. അപ്പോൾ 31,000 നിന്ന് ആദ്യം നമ്മൾ എന്ത് കുറക്കാം? 9,000 കുറക്കാം. അപ്പോൾ നമ്മൾ സെല് ചെയ്യണത് എത്രയാണ്? 22,000 യൂണിറ്റ്സ് വരും. ഓക്കെ. ഇനി 9,000ൻ്റെ എമൗണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? 9,000 ഇൻറ്റു 5.74. ഓക്കെ. 9,000 യൂണിറ്റ്സിന് 5 രൂപ 74 പൈസ പ്രകാരം 51,760 നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ ബാക്കി ഇനി എന്താ ഉണ്ടാവുക? ബാക്കി 22,000 യൂണിറ്റ്സും 1,26,280. അപ്പോൾ 1,26,280 എന്ന് പറയുന്നത് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ആ എക്സ്പെൻസസ് വരുന്നത്? 22,000 യൂണിറ്റ്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർ യൂണിറ്റ് കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു 5.74. ഇനി എന്ത് ചെയ്താൽ മതി? ഈ 22,000 യൂണിറ്റ്സ് നമ്മൾ എന്ത് കൊടുത്താൽ മതി? സെല്ലിംഗ് എക്സ്പെൻസസ് കൊടുത്താൽ മതി. 22,000 യൂണിറ്റ്സിന് 1 രൂപ പ്രകാരം സെല്ലിംഗ് എക്സ്പെൻസസ്. സോ കോസ്റ്റ് ഓഫ് സെയിൽസ് എത്ര വരും? കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുമ്പോൾ 22,000. ഇറ്റ് ഈസ് ഈക്വൽ ടു 22,000 യൂണിറ്റ്സ് ആണ് നമ്മൾ മേക്ക് ചെയ്യുന്നത്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 1,48,280 വരും. നമുക്ക് വരുന്ന യൂണിറ്റ് 6.74 ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുൻപ് പറഞ്ഞിരുന്നു സെയിൽസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2,20,000 ആണെന്ന് പറഞ്ഞു. അതെങ്ങനെ കിട്ടിയത്? 22,000 ആണ് നമ്മൾ എന്ത് ചെയ്യണത്? മേക്ക് ചെയ്യണ യൂണിറ്റ്സ്. 10 രൂപ പ്രകാരം 2,20,000 വരും. അപ്പോൾ നമ്മളുടെ പ്രോഫിറ്റ് എത്ര വരാം? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 71,720. എങ്ങനെ കിട്ടിയത്? 2,20,000 മൈനസ് 1,48,280. So the profit is equal to 71,720 and the per unit is equal to 3.26. ഒന്നില്ലെങ്കിൽ 10 നിന്ന് 6.74 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 10 is the total cost 10 is the total cost per unit, total selling price per unit minus 6.74 ചെയ്ത് 3.26 കിട്ടും. അല്ലെങ്കിൽ 71,720 divided by 22,000 ചെയ്ത് കഴിഞ്ഞാൽ we get 3.26. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പ്രോബ്ലം
the account of a machine manufacturing company disclose the following information for the 6 months ending 31/12/2020. Material used 2,22,000 ആണ്. പ്രൊഡക്റ്റീവ് വേജസ് 18,800 ആണ്. ഫാക്ടറി ഓവർഹെഡ് 31,000 ആണ്. ഓക്കെ, ഇത് കഴിഞ്ഞുള്ളത് എക്സ്പെൻഡിച്ചർ ആണ് പറയുന്നത് കേട്ടോ. 31/12/2020 നമുക്ക് വന്ന എക്സ്പെൻസസ് ആണ് പറയുന്നത്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് 20,000. Prepare the cost sheet of the machine and calculate the price which the company should quote for manufacture of a machine requiring material value rupees 1,250 and expenditure in productive wages of rupees 750. So the price may yield a profit of 20% on the selling price. നമ്മളിപ്പോൾ പറയുന്നത് മെറ്റീരിയൽ തന്നിട്ടുണ്ട്, പ്രൊഡക്റ്റീവ് വേജസ് തന്നിട്ടുണ്ട്, ഫാക്ടറി ഓവർഹെഡ് തന്നിട്ടുണ്ട്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്മളോട് പറയുന്നത് ഒരു കോസ്റ്റ് ഷീറ്റ്, മെഷീൻ്റെ ഒരു കോസ്റ്റ് ഷീറ്റ് മേക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ കമ്പനിക്ക് ഒരു പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. കമ്പനിക്ക് എന്ത് ചെയ്യണം, ഒരു 1,250 മെറ്റീരിയലും ഒരു വേജസ് 750 കൂടി ഇതാക്കിയിട്ട് നമുക്ക് എന്ത് വേണം, സോ ദ നമുക്ക് ഒരു 20% നമ്മുടെ സെല്ലിംഗ് പ്രൈസിൽ 20% എന്തുണ്ടായിരിക്കണം, പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ 20% പ്രോഫിറ്റും മെറ്റീരിയലിൻ്റെ വാല്യൂ 1,250, വേജസിൻ്റെ വാല്യൂ 750 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് പറയണത് ഇത് വെച്ചിട്ട് ഒരു 20% സെല്ലിംഗ് പ്രൈസുള്ള രീതിയിൽ നമ്മളോട് ഒരു കോസ്റ്റ് ഷീറ്റ്, ഒരു ടെൻഡർ ഉണ്ടാക്കാനാണ് പറയണത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു കോസ്റ്റ് ഷീറ്റ് തന്നിട്ടുണ്ട്, മെറ്റീരിയൽ തന്നിട്ടുണ്ട് 2,20,000, പ്രൊഡക്റ്റീവ് വേജസ് തന്നിട്ടുണ്ട് 1,88,000. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പ്രൈം കോസ്റ്റ് കിട്ടും. അതിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വി ഗെറ്റ് വർക്ക് കോസ്റ്റ് കിട്ടും. അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. അപ്പോൾ അതാദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഇക്കൊല്ലത്തെ കോസ്റ്റ് ഷീറ്റ് മേക്ക് ചെയ്യാം. സോ മെറ്റീരിയൽ യൂസ്ഡ് 2,20,000, പ്രൊഡക്റ്റീവ് വേജസ് 1,80,000, സോ വി ഗെറ്റ് ദ പ്രൈം കോസ്റ്റ് കിട്ടി. അതിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് നമ്മൾ ആഡ് ചെയ്ത് സോ വി ഗെറ്റ് ഫാക്ടറി കോസ്റ്റ് കിട്ടി അല്ലേ, 4,39,000 ഫാക്ടറി കിട്ടി. അതിൻ്റെ കൂടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് ആഡ് ചെയ്തപ്പോൾ 4,59,000 ആണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്, വി ഗോട്ട് ദ വി ഗെറ്റ് നമുക്ക് 4,59,000 ആണ് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വന്നിരിക്കുന്നത്. ഇനി നമ്മളോട് ചോദിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളോട് ഒരു പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. കമ്പനിക്ക് എന്ത് ചെയ്യണം, ഒരു മെഷീൻ മാനുഫാക്ചർ ചെയ്യണം. ആ മെഷീനിന് വേണ്ട മെറ്റീരിയൽ എന്ന് പറയുന്നത് 1,250യും അതിന് വേണ്ടി വരുന്ന വേജസ് 750യും ആണ്. അതുകൂടാണ്ട് തന്നെ കമ്പനിക്ക് ഒരു 20% പ്രോഫിറ്റും കൂടി കിട്ടണം. അപ്പോൾ എന്താണ് നമ്മളോട് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയണ ആകെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മെറ്റീരിയൽ നമുക്ക് തന്നിട്ടുണ്ട്, അതൊരു 1,250 ആണ്. വേജസും നമുക്ക് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് ഈക്വൽ ടു 750 ആണ്. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 2,000 ആണ് അല്ലേ. പ്രൈം കോസ്റ്റ് 2,000 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഫാക്ടറി ഓവർഹെഡാ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളോട് സെല്ലിംഗ് പ്രൈസ് പറഞ്ഞിട്ടുണ്ട്, 20% ഓൺ സെല്ലിംഗ് പ്രൈസ്, 20% പ്രോഫിറ്റ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് മേൽ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം, ഫാക്ടറി ഓവർഹെഡും എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓവർഹെഡും കണ്ടുപിടിക്കണം. ഫാക്ടറി ഓവർഹെഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ വെച്ചാൽ, ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫാക്ടറി ഓവർഹെഡ് എത്രയെന്ന് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 31,000 അല്ലേ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫാക്ടറി ഓവർഹെഡ് 31,000 ഡിവൈഡഡ് ബൈ ആൻഡ് ഡയറക്റ്റ് വേജസ് കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുന്നത് 1,88,000 ആണ് ഇൻറ്റു 100. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് നമ്മുടെ പെർസെൻറ്റേജ്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് പെർസെൻറ്റേജ് ആണ് കേട്ടോ. നമ്മൾ ടെൻഡർ പ്രൈസിൻ്റെ കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് ടെൻഡർ പ്രൈസ് ഓൺ ദി ബേസിസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ഓവർഹെഡ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വി ഗെറ്റ് ദ പെർസെൻറ്റേജ് കിട്ടി അല്ലേ. എത്ര പെർസെൻറ്റേജാണ് നമുക്ക്, സോ 16%. 16% എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 16% ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫാക്ടറി ഓവർഹെഡ്. അതേപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റും ജനറൽ എക്സ്പെൻസസും നോക്കാം. 20,000. അപ്പോൾ അത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഫാക്ടറി കോസ്റ്റ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ 750 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പുതിയ തന്ന വേജസ്. അതിൻ്റെ 16% എന്തായിരിക്കും, 16% നമ്മുടെ ഫാക്ടറി കോസ്റ്റ് ആയിരിക്കും 16%. സോ നമുക്ക് ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ ഓവർഹെഡ് ആണ്. അത് നമ്മളിങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 20,000 ആണ്. 20,000 ഡിവൈഡഡ് ബൈ 4,390 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 4.5% ആണ്.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വി ഗെറ്റ് ദ ഫാക്ടറി ഓവർഹെഡിൻ്റെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൻ്റെ പെർസെൻറ്റേജ് കിട്ടി. അപ്പോൾ ഓഫീസ് ആൻഡ് ആദ്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് ഏതായിരുന്നു? ആദ്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് ഫാക്ടറി ഓവർഹെഡിൻ്റെ പെർസെൻറ്റേജ് ആണ്. അത് 16. ഫാക്ടറി ഓവർഹെഡിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 16 ആണ്. രണ്ടാമത്തെ കേസിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ജനറൽ ഓവർഹെഡ് നമുക്ക് കിട്ടിയത് 4.5% ആണ്. Okay, so 4,39,000 20,000 divided by 4,39,000 into 100 is equal to 4.5%. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ എന്താണ്, അതായത് നമ്മൾ ഒരു മെഷീൻ മേക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് സെല്ലിംഗ് പ്രൈസ് കൊടുക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽ നമുക്കറിയാം. മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു, മെറ്റീരിയൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1,250 ആണ് മെറ്റീരിയൽ. വേജസ് 750 ആണ്. അപ്പോൾ നമ്മുടെ പ്രൈം കോസ്റ്റ് എന്ന് പറയുമ്പോൾ 2,000 ആണ്. 2,000ൻ്റെ കൂടെ വർക്ക് കോസ്റ്റ് ഇപ്പോൾ നമ്മൾ കണ്ടു 16% ഓഫ് 750 ഇറ്റ് ഈസ് ഈക്വൽ ടു 1,200. അപ്പോൾ 2,120 ആണ് നമ്മുടെ വർക്ക് കോസ്റ്റ് വരാം. ഈ വർക്ക് കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യണം? വർക്ക് കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ വി ഹാവ് ടു ആഡ് ദ ഓഫീസ് ഓവർഹെഡ്. ഓഫീസ് ഓവർഹെഡ് എന്ന് പറയുമ്പോൾ വർക്ക് കോസ്റ്റ് എന്ന് പറയുമ്പോൾ 2,120 ആണ് വർക്ക് കോസ്റ്റ്. അതിൻ്റെ 4.5%, 2,120യുടെ 4.5% എന്ന് പറയുമ്പോൾ 95 ആണ്. പോയിൻറ്റ്സ് ഉണ്ട്, മിസ് ഇഗ്നോർ ചെയ്യണം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് വരുന്നത് 5, 11, 2,215 വന്നു. അപ്പോൾ നമ്മളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 2,215 ആണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കാം 20% ആണ് നമ്മളുടെ 20% ഓൺ സെല്ലിംഗ് പ്രൈസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ 20% ഓൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 25% ഓൺ കോസ്റ്റ് ആയിരിക്കും. 20% ഓൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 25% ഓഫ് കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? 2,215ൻ്റെ 25% ചെയ്യാം. ഓർ അതർവൈസ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 20% ഓൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ എന്തായിട്ട് അസ്യൂം ചെയ്യുക? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്തായാലും 100 ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് 20% ഓൺ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ 20 ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 80 ആയിരിക്കും നമ്മുടെ കോസ്റ്റ് ഇൻറ്റു 100. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 25%. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 20% ഓൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 25% ഓൺ കോസ്റ്റ് ആണ്. 2,215ൻ്റെ 25% ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദ പ്രോഫിറ്റ് കിട്ടും. അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ you will get the total sales. So that is a calculation of the cost by using the overhead, by using the percentage of overhead പ്രകാരം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം ഓൾറെഡി ഒരു പ്രീവിയസ് ഇയർ പ്രോബ്ലം തരും. അതിൻ്റെ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം? ഓരോന്നിൻ്റെയും ഡിഫറെൻറ്റ് ഓവർഹെഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് ബേസിൽ ഇക്കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യാം? അതിൻ്റെ ഓരോന്നിൻ്റെയും എക്സ്പെൻസസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. The following figures relate to the manufacture of electric fan for the period of 3 months. Next problem ആണ്. Completed stock on 1/10/2018 nil ആണ്. Completed stock on 31/12/2018 20,250 ആണ്. Stock of raw material on 1/10/18 5,000. Stock of raw material 31/12/18 3,500. Factory wages 75,000. Indirect wages 12,500. Material purchase 32,500. Sales 1,12,500. അപ്പോൾ 3 monthസിനുള്ള ഫിഗറാണ് തന്നിരിക്കുന്നത്. ഇലക്ട്രിക് ഫാൻസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയുടെ 3 മാസത്തെ ഫിഗറാണ് തന്നിരിക്കുന്നത്. അവർ ഒരു മാസം 3 monthsൽ അവർ മാനുഫാക്ചർ ചെയ്യുന്നത് 3,000 ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ 3,000 ഫാൻസ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് ആണ്. നമ്മളോട് പറയുന്നത് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ കോസ്റ്റ് പെർ ഫാൻ. ഒരു ഫാനിൻ്റെ കോസ്റ്റ് പെർ ഫാന് ഷോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും അതേപോലെ തന്നെ പ്രൈസ് ടു ബി കോട്ടഡ് ഫോർ 750 ഫാൻ ടു റിയലൈസ് ദ സെയിം പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആസ് വാസ് റിയലൈസ്ഡ് ഡ്യൂറിങ് ദ 3 months എൻഡിങ് 31/12/2018. നമ്മളോട് ഒരു കോസ്റ്റ് പെർ ഫാനിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മേക്ക് ചെയ്യണം. അതേപോലെ തന്നെ 750 ഫാൻസിനുള്ള പ്രൈസും പ്രോഫിറ്റ് തന്നെ എന്താ വേണ്ടത്? എന്താണ് നമുക്ക് ഈ ഒരു 3 monthsൽ നമുക്ക് കിട്ടുന്ന സെയിം പ്രോഫിറ്റ് തന്നെ വേണം. ഏത്? നമ്മൾ ഈ 750 ഫാനിന് മേക്ക് ചെയ്യുന്ന സമയത്ത്. ഇതാണ് നമ്മളോട് പറയുന്ന ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് വി ഹാവ് ടു മേക്ക് കോസ്റ്റ് ഷീറ്റ് മേക്ക് ചെയ്യാം.
കോസ്റ്റ് ഷീറ്റിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ട് 5000 ആണ്. ദെൻ പർച്ചേസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 32,500. സോ വി ഗെറ്റ് ദ ഫ്രം ദ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? വി ഗെറ്റ് ദ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് 34,000. സോ 34,000 ഈസ് ഫോർ മേക്കിംഗ് എത്ര യൂണിറ്റ്സ് ആണ്? 3,000 ഫാൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഫാൻ ഉണ്ടാക്കാൻ നമുക്ക് വരുന്ന എക്സ്പെൻസസ് 11.33 ആണ് മെറ്റീരിയലിൻ്റെ കേസിൽ അല്ലേ. ഇനി നമുക്ക് അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കോസ്റ്റ് ഓഫ് വേജസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കിട്ടി. ദെൻ ഫാക്ടറി വേജസ് തന്നിട്ടുണ്ട്. വേജസ് 75,000 ആണ്. ഫാക്ടറി വേജസ് ആണെന്ന് അറിയാം, ബട്ട് നമുക്ക് ഇവിടെ എടുത്താൽ കുഴപ്പമില്ല. 75,000 എടുത്തു. സോ പ്രൈം കോസ്റ്റ് 1,09,000 കിട്ടി. ഈ പ്രൈം കോസ്റ്റ് 1,09,000 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഫോർ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനാണ്? 3,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 36.33. ദെൻ ഇൻഡയറക്റ്റ് ചാർജസ് ഉണ്ട്, അത് നമ്മൾ ആഡ് ചെയ്താൽ വി ഗെറ്റ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ആൻഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്, അത് ലെസ് ചെയ്യണം. സോ വി ഗെറ്റ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സോ നമുക്കറിയാം സെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. സെയിൽസ് ക്വസ്റ്റ്യനിൽ 1,12,500 നമുക്ക് സെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് ദ പ്രോഫിറ്റ് കിട്ടും. സെയിൽസ് ക്വസ്റ്റ്യനിൽ 1,12,000 തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് ലെസ് ചെയ്താൽ അതിൽ നിന്ന് നമ്മൾ സെയിൽസ് ചെയ്യുന്ന നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് ദ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, സോ പ്രോഫിറ്റ് കിട്ടി. ഇനി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആണ്. എത്രയാണ് നമ്മുടെ പ്രോഫിറ്റ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ 11,250 ആണ് നമുക്ക് ഇവിടെ കിട്ടിയ പ്രോഫിറ്റ്. ഡിവൈഡഡ് ബൈ എത്രയാണ് നമ്മൾ കോസ്റ്റ്? 1,01,250. അപ്പോൾ നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 1/9 ഓർ 11.19 ആണ് വരാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ എന്തുകൊണ്ടാണ് ഈ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഈ ഒരു ദാറ്റ് ഈസ് 11.11% തന്നെ നമ്മൾ ഇനി 750 ഫാൻ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ആവശ്യമാണ്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തത്. 11,250 ഡിവൈഡ് ബൈ 1,01,250 ഇൻറ്റു 100 ചെയ്ത പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കിട്ടി. ഇനി നമ്മൾ വേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ ഫോർ 750 ഫാൻസിന് വേണ്ടിയുള്ള ടെൻഡറാണ്. ഇവിടെ മെറ്റീരിയൽ തന്നിട്ടുണ്ട് 8,500. വേജസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു 18,750 ആണ്. സോ മെറ്റീരിയൽ ഇങ്ങനെ നമുക്ക് കിട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വി ആർ മേക്കിംഗ് 750 ഫാൻസ് ആണ് നമ്മൾ മേക്ക് ചെയ്യണത്. സോ 750 ഇൻറ്റു 11.33 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. കണ്ടില്ലേ, ഇവിടെ നമുക്ക് മെറ്റീരിയലിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് തന്നിട്ടുണ്ട്. സോ 11.33 എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ ആണ്. സോ മെറ്റീരിയൽ 11.3 ഇൻറ്റു 8,500. സോ വി ഗെറ്റ് ദ മെറ്റീരിയലിൻ്റെ എമൗണ്ട് കിട്ടി. വേജസും അതേപോലെ തന്നെ 25 ആണ് വേജസ് പെർ യൂണിറ്റ് ഇൻറ്റു 750. വേജസ് 25 ഇൻറ്റു 750 ചെയ്താൽ നമുക്ക് വേജസിൻ്റെ കോസ്റ്റ് കിട്ടും. സോ പ്രൈം കോസ്റ്റ് കിട്ടി. ഇൻഡയറക്റ്റ് ചാർജസും അതേപോലെ തന്നെ 36.33 ഇൻറ്റു 750. സോ വി ഗെറ്റ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യാം. പ്രോഫിറ്റ് നമ്മൾ എങ്ങനെ കാണാം? പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 30.37 ആണ് അല്ലേ. നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 30.375ൻ്റെ 11.11% എന്താണ്? പ്രോഫിറ്റ് ആണ്. കണ്ടില്ലേ, ഇവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തതാണ്. അത് ആഡ് ചെയ്യുക. സോ വി ഗെറ്റ് ദ സെല്ലിംഗ് പ്രൈസ്. നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോബ് കോസ്റ്റിംഗ് ആണ്. ജോബ് കോസ്റ്റിങ്ങും വൺ ഓഫ് ദ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. സോ മൊഡ്യൂൾ 4 സെക്കൻഡ് ചാപ്റ്ററാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ജോബ് കോസ്റ്റിംഗ് സിംപ്ലി മീൻസ് വർക്ക് ഓർഡർ ആണ്. ഓരോ ജോബും ഡിഫറെൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ജോബിൻ്റെയും കോസ്റ്റ് കളക്ട് ചെയ്തിട്ട് അത് ഓരോ ജോബിലേക്കും അക്യുമുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. So in the case of job costing, in the case of job costing, the product or the service is an heterogeneous ആയിരിക്കും. നമ്മൾ യൂണിറ്റ് കോസ്റ്റിങ്ങിൽ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആണ്, അതേപോലെ തന്നെ ഹോമോജീനിയസ് ആണ്, ഐഡൻറ്റിക്കൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അതൊരു ഷോർട്ട് പീരീഡിനാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കസ്റ്റമൈസേഷൻ ഉണ്ടായിരിക്കും. ഓരോ കസ്റ്റമേഴ്സിനും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആക്സെപ്റ്റ്സിലായിരിക്കും പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുക. സോ ദാറ്റ് ഈസ് ജോബ് കോസ്റ്റിംഗ്. അപ്പോൾ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെത്തേഡ് that is a method of ascertaining the cost of job or work order separately. അതിനെ നമ്മൾ എന്ത് വിളിക്കാം? ജോബ് കോസ്റ്റിംഗ് എന്ന് പറയും. ഇനി അക്കോർഡിംഗ് ടു ICMA ലണ്ടൻ, job costing is the form of specific order costing.
സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗിലെ ഒരു ഫോമാണ് ഇത് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയാം. വിച്ച് അപ്ലൈസ് വേർ വർക്ക് ഈസ് അണ്ടർടേക്കൺ ടു കസ്റ്റമേഴ്സ് സ്പെസിഫിക് റിക്വയർമെൻറ്റ്. ഒരു കസ്റ്റമറിൻ്റെ സ്പെസിഫിക് റിക്വയർമെൻറ്റ് പ്രകാരമാണ് നമ്മൾ വർക്ക് അണ്ടർടേക്ക് ചെയ്യാം. ആൻഡ് ഈച്ച് ഓർഡർ ഈസ് ഓഫ് കമ്പാരിറ്റീവ്ലി ഓഫ് എ ഷോർട്ട് ഡ്യൂറേഷൻ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യൂണിറ്റ് കോസ്റ്റിംഗ് ജസ്റ്റ് ഡിഫറെൻ്റ് ആണെന്ന്. യൂണിറ്റ് കോസ്റ്റിംഗിൽ ഹോമോജീനിയസ് ആണ്, കണ്ടിന്യൂസ് പ്രൊഡക്റ്റ് ആണ്. ഇവിടെ ഒരു ഷോർട്ട് ടേം പ്രൊഡക്ഷൻ ആണ്, ഷോർട്ട് ടേം ഡ്യൂറേഷൻ ആയിരിക്കും. ഓരോ കസ്റ്റമേഴ്സിൻ്റെ സ്പെസിഫിക് റിക്വയർമെൻറ്റിന് പ്രകാരം നമ്മൾ വർക്ക് അണ്ടർടേക്കൺ ചെയ്യുന്നതാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുക. So job costing is applied where production is against customer specific orders. ഇപ്പോൾ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു കസ്റ്റമേഴ്സിൻ്റെ സ്പെസിഫിക് ഓർഡറിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, വി വിൽ മേക്ക് ദ പ്രൊഡക്റ്റ് എന്ന് പറയാം. ഇപ്പോൾ ജോബ് കോസ്റ്റിംഗ് ഈസ് ആൾസോ നോൺ ആസ് ജോബ് ഓർഡർ കോസ്റ്റിംഗ്, ലോഡ് കോസ്റ്റിംഗ്, സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആൻഡ് ആൾസോ ഇറ്റ് ഈസ് നോൺ ആസ് ടെർമിനൽ കോസ്റ്റിംഗ് എന്ന് പറയും. പിന്നെ ജോബ് കോസ്റ്റിംഗിൻ്റെ ഫീച്ചേഴ്സാണ്. ജോബ് കോസ്റ്റിംഗ് ഫീച്ചേഴ്സ്, ഫസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ദ പ്രൊഡക്റ്റ് വി പ്രൊഡ്യൂസ് ഈസ് പെർ ദി കസ്റ്റമർ സ്പെസിഫിക്കേഷൻ. കസ്റ്റമേഴ്സിൻ്റെ സ്പെസിഫിക്കേഷൻസ് പ്രകാരം അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ പ്രകാരമാണ് നമ്മളൊരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യാം. ആൻഡ് നോട്ട് ഫോർ മെയിൻറ്റെയിനിങ് സ്റ്റോക്ക് ഫോർ സെയിൽ. നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, പ്രൊഡ്യൂസ് ചെയ്യില്ല. കസ്റ്റമേഴ്സ് നമ്മൾക്ക് ഓർഡർ തന്നാൽ മാത്രമേ നമ്മൾ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. രണ്ടാമത്തത് ദ കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ടു ഈച്ച് ജോബ് സെപ്പറേറ്റ്ലി. ഓരോ ജോബിനും കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് അക്യുമുലേറ്റ് ചെയ്യാം. എ ജോബ് ഈസ് പെർഫോംഡ് അക്കോർഡിംഗ് ടു ദ കസ്റ്റമർ സ്പെസിഫിക്കേഷൻ. നമ്മളൊരു ജോബ് പെർഫോം ചെയ്യണമെങ്കിൽ അത് കസ്റ്റമേഴ്സിൻ്റെ സ്പെസിഫിക്കേഷൻ പ്രകാരമാണ് ഒരു വർക്ക് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്. സ്പെസിഫിക് ഓർഡർ കോസ്റ്റിങ്ങിൻ്റെ വൺ ഓഫ് ദ ഒരു കാറ്റഗറിയാണ് ഇത് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയാം. ഓരോ ജോബും ദ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഈച്ച് ജോബ് ഈസ് ഡിഫറൻഷിയേറ്റ് ഫ്രം അതേഴ്സ്. ദ റീസൺ ഈസ് ദാറ്റ് വി ആർ മേക്കിംഗ് ദ പ്രൊഡക്റ്റ് ആസ് പെർ ദ കസ്റ്റമർ സ്പെസിഫിക്കേഷൻ. കസ്റ്റമേഴ്സിൻ്റെ സ്പെസിഫിക്കേഷൻ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യണത്, മേക്ക് ചെയ്യണത്. ഇനിയുണ്ട് ഫീച്ചേഴ്സ്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ് പ്രൊഡക്റ്റ്, അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇറ്റ് ഡസ് ഇൻക്ലൂഡ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ. കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കില്ല. ഓരോ ജോബിനും അതിൻ്റേതായ കോസ്റ്റ് ഉണ്ടായിരിക്കും. ഓരോ ജോബിനും സെപ്പറേറ്റ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് മേക്ക് ചെയ്യാണ്ട് വരും. അതേപോലെ തന്നെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻസ് ഒന്നും ഏതിലുണ്ടായിരിക്കില്ല, ജോബ് കോസ്റ്റിംഗിൽ ഉണ്ടായിരിക്കില്ല. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ജോബ് കോസ്റ്റിംഗ്. ഇനി ജോബ് കോസ്റ്റിംഗ് എവിടെയാണ് നമ്മൾ അപ്ലിക്കബിൾ, ഏത് പ്ലേസസിലാണ് ജോബ് കോസ്റ്റിംഗ്, നമ്മൾ ഏത് ഇൻഡസ്ട്രീസാണ് ജോബ് കോസ്റ്റിംഗ് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ജോബ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ബൈ മാനുഫാക്ചറിങ് ആൻഡ് നോൺ മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ്. അപ്പോൾ മാനുഫാക്ചറിങ് ആൻഡ് നോൺ മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് ഏത് യൂസ് ചെയ്യും, ജോബ് കോസ്റ്റിംഗ് യൂസ് ചെയ്യും. മാനുഫാക്ചറിങ് കൺസേൺ അഡോപ്റ്റ് ചെയ്യുന്നത് ലൈക്ക് പ്രിൻറ്റിംഗ് പ്രോസസ്സ്, മെഷീൻ ടു മാനുഫാക്ചറിങ്, ഗാർമെൻറ്റ് മാനുഫാക്ചറിങ്, ഫർണിച്ചർ, ഇൻറ്റീരിയർ ഡിസൈനിങ്, ഷിപ്പ് ബിൽഡിംഗ്, അങ്ങനെ എല്ലാ ആരും എന്ത് ചെയ്യും, ഈ ജോബ് കോസ്റ്റിംഗ് മെത്തേഡ് ജോബ് കോസ്റ്റിംഗ് മെത്തേഡ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡസ്ട്രീസിലാണ് യൂസ് ചെയ്യുക. ഇനി അഡ്വാൻറ്റേജസ് ആണ് ജോബ് കോസ്റ്റിംഗിൻ്റെ. ദ കോസ്റ്റ് മേ ബി അസർട്ടൻ അറ്റ് എനി സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ ഓഫ് ജോബ്. ഏത് സ്റ്റേജിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ അസർട്ടൈൻ ഇൻ ദ കോസ്റ്റ് നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഏത് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ ആണെങ്കിലും നമുക്ക് കോസ്റ്റ് അസർട്ടൈൻ ചെയ്തിട്ട് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് സ്റ്റെപ്സ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഓരോ ജോബിൽ നിന്നും നമുക്ക് ഏൺ ചെയ്ത പ്രോഫിറ്റ് നമുക്ക് സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് അതുവഴി പ്രോഫിറ്റബിളും അൺപ്രോഫിറ്റബിളും പ്രൊഡക്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് സിമിലർ ജോബ്, ഒരേപോലത്തെ ജോബിൻ്റെ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ആൻഡ് കോസ്റ്റ് കൺട്രോൾ നമുക്ക് പോസിബിളാണ്. ആൻഡ് ഫ്യൂച്ചർ പ്രൊഡക്ഷൻ പ്ലാനിങ് പോസിബിളാണ്. ഏതിൻ്റെ കേസിൽ, ജോബ് കോസ്റ്റിങ്ങിൻ്റെ കേസിൽ. ഇപ്പോൾ ജോബ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ എലമെൻറ്റ് ഓഫ് കോസ്റ്റ്, സെല്ലിംഗ് പ്രൈസ്, പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ്റ്റിമേറ്റിനായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും ഹെൽപ്പ് ചെയ്യും ഏത് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സൂപ്പർവിഷൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ബിക്കോസ് ദർ ഈസ് നോ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ജോബ് ഇൻ ജോബ് കോസ്റ്റിംഗ്. ഒരു ജോബ് കോസ്റ്റിങ്ങിൽ ജോബിന് സ്റ്റാൻഡർഡൈസേഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫോളോ ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടായിരിക്കും, സൂപ്പർവിഷൻ്റെ ആവശ്യമില്ല. എന്നാൽ ക്ലോസ് സൂപ്പർവിഷൻ നമുക്ക് വേണ്ടി വരും. കാരണം ഒരു ടൈപ്പ് പ്രൊഡക്റ്റിനെ നമ്മൾ കണ്ടിന്യൂസ് ആയി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ ആവശ്യമില്ല, സൂപ്പർവിഷൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വേണ്ട. ഇത് ഓരോ പ്രൊഡക്റ്റും എന്താണ്, ഓരോ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം, വി നീഡ് ക്ലോസ് സൂപ്പർവിഷൻ ഈസ് റിക്വയർഡ് ഇൻ ദ കേസ് ഓഫ് ജോബ് കോസ്റ്റിംഗ്. Second one is more clerical work is required for maintaining detailed information in job costing. നമുക്ക് ബാക്കിയുള്ള മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ ജോബ് കോസ്റ്റിങ്ങിൻ്റെ കേസിൽ കുറച്ചും കൂടി ക്ലറിക്കൽ വർക്ക്സ് എന്ത് ചെയ്യേണ്ടി വരും, ആവശ്യമുണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. ജോബ് കോസ്റ്റിംഗ് ഈസ് എക്സ്പെൻസീവ് ആണ്. കാരണം ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ഇത് പ്രകാരമായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഓരോ മേക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ ലോട്ട് ഓഫ് ക്ലറിക്കൽ വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ആയിട്ടാണ് പറയാം. ഡ്യൂ ടു
ഡ്യൂ ടു ലോട്ട് ഓഫ് ക്ലറിക്കൽ വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ എറേഴ്സ് കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ദർ ഇസ് നോ പോസിബിലിറ്റി ഓഫ് കൺട്രോൾ ഓഫ് കോസ്റ്റ്. കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ജോബ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. വി ക്യാൻ ഐഡൻറ്റിഫൈ ദ എക്സ്പെൻസ് ഇൻകേർഡ് വിത്ത് ദാറ്റ് ജോബ്. ഓക്കെ, സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ജോബ് കോസ്റ്റിംഗ്. ഇനി ജോബ് കോസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയറാണ്. ഫസ്റ്റ് വി റിസീവ് ആൻ എൻക്വയറി. ഒരു കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, വി ഗെറ്റ് എൻ എൻക്വയറി അബൌട്ട് ദ പ്രൈസ്, ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്, ദ ഡ്യൂറേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ദ ജോബ്. അതാണ് ഫസ്റ്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ജോബ് കോസ്റ്റിംഗിൽ പറഞ്ഞു. ഫസ്റ്റ് വി റിസീവ് എ കൊറി ഫ്രം ദ കൊറി ഓർ എൻക്വയറി ഫ്രം ദ കസ്റ്റമേഴ്സ്. സെക്കൻഡ് വൺ, എസ്റ്റിമേഷൻ ഓഫ് ദ പ്രൈസ് ഓഫ് ദ ജോബ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു വി ഹാവ് ടു എസ്റ്റിമേറ്റ് ദ പ്രൈസ് ഓഫ് ദ ജോബ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് എന്ത് ചെയ്യണം, ദ കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ജോബിൻ്റെ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഗിവൺ ഡീറ്റെയിൽസ് ബൈ ദ കസ്റ്റമേഴ്സ് കൊടുത്ത സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് പ്രകാരം അവരെന്ത് ചെയ്യണം, അതിൻ്റെ കോസ്റ്റ് അവർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്തിന് നമ്മൾ എന്തും കൂടി ആഡ് ചെയ്യാൻ മറക്കരുത്, അതിൻ്റെ പ്രോഫിറ്റും കൂടി നമ്മൾ ആ എസ്റ്റിമേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത് എന്ന് പറയാം. സോ എസ്റ്റിമേഷൻ ഓഫ് ദ പ്രൈസ് ഓഫ് ദ ജോബ് ഈസ് ദ സെക്കൻഡ് പ്രൊസീജിയർ. തേർഡ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ റിസീവിങ് ഓർഡർ. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ കൊടുത്ത കൊട്ടേഷൻ പ്രൈസ് പ്രകാരം കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്, അതേപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രീഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓർഡർ പ്ലേസ് ചെയ്യുന്ന കസ്റ്റമർ ഓർഡർ പ്ലേസ് ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രൊഡക്ഷൻ ഓർഡർ പ്ലേസ് ചെയ്യും. പ്രൊഡക്ഷൻ ഓർഡർ എന്ന് പറയുന്നത് ഓർഡർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പ്രൊഡക്ഷൻ ഓർഡർ ഇഷ്യൂ ചെയ്യും. ആ പ്രൊഡക്ഷൻ ഓർഡർ എന്ന് പറയുന്നത് അതൊരു റിട്ടൺ ഓർഡറാണ് ഇഷ്യൂഡ് ടു ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ടു ടേക്ക് അപ്പ് ദ ജോബ്. ഈ ജോബ് എടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഓർഡറാണ്, റിട്ടൺ ഓർഡറാണ് ഏതെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓർഡർ എന്ന് പറയുന്നത്. അത് സഫീഷ്യൻറ്റ് കോപ്പി ഉണ്ടായിരിക്കും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സിനും ഫോർമാനും ഒക്കെ കൊടുക്കാൻ പറ്റും. അത് ശരിക്കും ഈ പ്രൊഡക്ഷൻ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓതറൈസേഷനാണ്. ഇനി നെക്സ്റ്റ് റെക്കോർഡിംഗ് ഓഫ് ദ കോസ്റ്റ് കളക്ട് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാം. ഓരോ ജോബിനും അതിൻ്റെ ജോബ് ഓർഡർ നമ്പർ പ്രകാരം റെക്കോർഡ് ചെയ്യാം. ജോബ് കോസ്റ്റ് ഷീറ്റ് അല്ലെങ്കിൽ ജോബ് കോസ്റ്റ് കാർഡ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ജോബ് കോസ്റ്റ് ഷീറ്റ് അല്ലെങ്കിൽ ജോബ് കോസ്റ്റ് കാർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. എക്സ്പെൻസസ് എല്ലാം അതിൽ എൻ്റർ ചെയ്യണം. ദെൻ കംപ്ലീഷൻ ഓഫ് ജോബ്. കംപ്ലീഷൻ എന്ന് പറയുന്നത് ആ ജോബ് കംപ്ലീറ്റ് ചെയ്യാം. അത് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ കംപ്ലീഷൻ റിപ്പോർട്ട് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെൻഡ് ചെയ്യാം. എക്സ്പെൻഡിച്ചർ ഓരോ എലമെൻറ്റ് കോസ്റ്റിൻ്റെ ബേസിലുണ്ടായ എക്സ്പെൻഡിച്ചർ ടോട്ടൽ ചെയ്യണം. ടോട്ടൽ കോസ്റ്റ് ജോബ് അസർട്ടൈൻ ചെയ്യണം. എന്നിട്ട് ആക്ച്വൽ കോസ്റ്റും എസ്റ്റിമേറ്റഡ് കോസ്റ്റും കൂടി കമ്പയർ ചെയ്യാം. ആൻഡ് എഫിഷ്യൻസി ആൻഡ് ഇൻഎഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് അറിയേണ്ടത് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ജോബ്. നമുക്ക് എക്സ്പെൻഡിച്ചറും നമുക്ക് കിട്ടുന്നതൊക്കെ വെച്ച് കമ്പയർ ചെയ്തിട്ട് അതിനെ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ കമ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെദർ ഇറ്റ് ഈസ് പ്രോഫിറ്റ് ഓർ നോട്ട്. സോ ഇതാണ് നമ്മുടെ 7 സ്റ്റെപ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൊസീജിയേഴ്സിൽ. ഓക്കെ, ഇനി ജോബ് കോസ്റ്റ് ഷീറ്റാണ്. ജോബ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദ ജോബ്. ഒരു ജോബിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കോസ്റ്റ് ഷീറ്റിനെയാണ് ജോബ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയാം. ഓരോ ജോബിനും ഒരു സെപ്പറേറ്റ് കോസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതിൽ നമുക്ക് വന്നിരിക്കുന്ന എക്സ്പെൻഡിച്ചർ നമ്മൾ എന്ത് ചെയ്യും, വി ഹാവ് ടു എൻ്റർ ഇൻ ദാറ്റ് കോസ്റ്റ് ഷീറ്റ്. അപ്പോൾ ജോബ് കോസ്റ്റ് ഷീറ്റ് വെൻ കംപ്ലീറ്റ് ഷോ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് കംപ്ലീറ്റഡ് ജോബ്. അപ്പോൾ കംപ്ലീറ്റഡ് ജോബിൻ്റെ ടോട്ടൽ കോസ്റ്റ് കാണിക്കുന്ന പറഞ്ഞത് അതിനെ നമ്മൾ ജോബ് കോസ്റ്റ് കാർഡ് എന്ന് വിളിക്കും. സോ ഇതാണ് ജോബ് കോസ്റ്റിംഗ്. ഇനി നമുക്ക് ഇതിൽ നോക്കാനുള്ളത് വി ഹാവ് ടു ഡിസ്കസ് പ്രോബ്ലമാണ്. From the following particulars, prepare the cost sheet for job number 105 and find out the value of job. അപ്പോൾ ഇതിൽ നമ്മളോട് പറയുന്നത് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണതും ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ യൂണിറ്റ് കോസ്റ്റിംഗിൽ എങ്ങനെയാണ് നിങ്ങൾ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കിയത്, സെയിം മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ദ കേസ് ജോബ് കോസ്റ്റിംഗ് ആൾസോ. അപ്പോൾ ഇതിൽ പറയുന്നത് ജോബ് നമ്പർ 105 ഒരു കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുക, അതേപോലെ തന്നെ ജോബിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ജോബിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 6000 ആണ് നമ്മൾ യൂസ് ചെയ്ത മെറ്റീരിയൽ. വേജസ് 4600, ഡയറക്റ്റ് എക്സ്പെൻസസ് 500. പിന്നെ നമ്മളോട് പറയുന്നത് പ്രൊവൈഡ് 60% ഓൺ പ്രൊഡക്റ്റീവ് വേജസ് ഫോർ വർക്ക് ഓൺ കോസ്റ്റ്. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്, വേജസിൻ്റെ 60% ആണ്. 12.5% ഓൺ വർക്ക് ഫോഴ്സ് ഫോർ ഓഫീസ് ഓൺ കോസ്റ്റ്. ഓഫീസ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 12.5% ആണ്. ഏതിൻ്റെ ബേസിൽ, വർക്ക് കോസ്റ്റിൻ്റെ ബേസിൽ. പ്രോഫിറ്റ് ടു ബി റിയലൈസ്ഡ് ഓൺ ദ സെല്ലിംഗ് പ്രൈസ് 15%. സെല്ലിംഗ് പ്രൈസിലാണ് നമ്മൾ എന്ത് റിയലൈസ് ചെയ്യുന്ന പ്രോഫിറ്റ് സെല്ലിംഗ് പ്രൈസിൻ്റെ 15% ആണെന്നാണ് പറയുന്നത്. നമുക്ക് ഈ പ്രോബ്ലം ചെയ്തു നോക്കാം.
ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് എങ്ങനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം? ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് വി ഗെറ്റ് ദ പ്രൈം കോസ്റ്റ് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 6000. ഓക്കെ, മെറ്റീരിയൽ 6000, പ്രൊഡക്റ്റീവ് വേജസ് 4600, ഡയറക്റ്റ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട് 500. സോ ടോട്ടൽ പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു 11100. ഇനി നമ്മൾ എന്ത് ആഡ് ചെയ്യണം? we have to add the office overhead ആഡ് ചെയ്യണം. ഓഫീസ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്റ്റീവ് വേജസിൻ്റെ 60% അല്ലേ. അപ്പോൾ വേജസ് എത്രയാണ്? വേജസ് 4600 ആണ്. അതിൻ്റെ 60% എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 2760 ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ് ഓവർഹെഡ് ആഡ് ചെയ്താൽ വി ഗെറ്റ് വർക്ക് കോസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? ഫാക്ടറി കോസ്റ്റ് നമുക്ക് കിട്ടും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എത്ര വന്നു? 13,860 ആണ് നമ്മുടെ ഫാക്ടറി കോസ്റ്റ്, വർക്ക് കോസ്റ്റ്. ആ ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റിൻ്റെ 12/1/2% ആണ് നമ്മുടെ എന്ത്? ഓഫീസ് ഓവർഹെഡ് അല്ലേ. അപ്പോൾ ആഡ് ഓഫീസ് ഓൺ കോസ്റ്റ് 12/1/2% ഓഫ് 13,860 ഇറ്റ് ഈസ് ഈക്വൽ ടു 1732.50, ദാറ്റ് ഈസ് 50 പൈസ. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു 15,592.50. ഇനി നമ്മളോട് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 15% ഓൺ, അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 15% ഓൺ സെല്ലിംഗ് പ്രൈസ് അല്ലേ. അപ്പോൾ നമുക്കറിയാം 100 ആണ് നമ്മുടെ സെയിൽസ് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് എത്ര പറയുന്നത്? 15% ആണെങ്കിൽ കോസ്റ്റ് എത്ര ആയിരിക്കും? 85%. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 15,592 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? 85. എങ്ങനെ 85 കിട്ടിയത്? അതായത് 100 സെയിൽ ആണെങ്കിൽ 15 പ്രോഫിറ്റ് ആണെങ്കിൽ ബാക്കി എന്തായിരിക്കും? ബാക്കി 85 കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 15,592 ആണ്. അതെന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ്? 85% ഇൻറ്റു 15% കിട്ടിയാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു 2751.62. സോ ദ ടോട്ടൽ വാല്യൂ ഈസ് ഈക്വൽ ടു 18,344.12. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? ടോട്ടൽ വാല്യൂ കിട്ടി. സോ ഇതാണ് നമ്മുടെ ജോബ് കോസ്റ്റ് ഷീറ്റ് മേക്ക് ചെയ്യണ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. The following information for the year ended 31st March 2018 is obtained from the books and records of a factory. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ 31st March 2018 ഒരു കമ്പനിയുടെ ഒരു ഫാക്ടറിയുടെ ബുക്സിൽ നിന്ന് കിട്ടിയതാണ്. അതിൻ്റെ റെക്കോർഡ്സാണ് പറയുന്നത്. ജോബ് കംപ്ലീറ്റഡ് ഉണ്ട്, വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ട്. കംപ്ലീറ്റഡ് ആയ ജോബിന് വേണ്ടി വന്ന റോ മെറ്റീരിയൽ 90,000 ആണ്. 1 lakh ആണ് വേജസ്. ചാർജബിൾ എക്സ്പെൻസസ് 10,000 ആണ്. മെറ്റീരിയൽ ട്രാൻസ്ഫർ ടു വർക്കിംഗ് പ്രോഗ്രസ്, നമ്മൾ ഈ 90,000 നിന്ന് മെറ്റീരിയൽ വർക്കിംഗ് പ്രോഗ്രസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. 2,000 ആണ്. മെറ്റീരിയൽ റിട്ടേൺ ടു സ്റ്റോർ, അപ്പോൾ ഈ ഇവിടുന്ന് ഇങ്ങോട്ട് 2,000 ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. മെറ്റീരിയൽ റിട്ടേൺ ടു സ്റ്റോർ 1,000. അപ്പോൾ മൊത്തം മെറ്റീരിയൽ എത്രയാണ്? 90,000 അല്ലേ. അതിൽ നിന്ന് 1000 നമ്മൾ എന്ത് ചെയ്തു? തിരിച്ച് സ്റ്റോറിലേക്ക് റിട്ടേൺ ചെയ്തു. 2000 നമ്മൾ വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ട് മറ്റേതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും മെറ്റീരിയൽ എത്രയുണ്ടാവുള്ളൂ? 87,000. നിങ്ങളുടെ കയ്യിൽ 90,000 മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കും. അതിൽ നിന്ന് 1,000 നമ്മൾ എന്ത് ചെയ്തു? വി ഹാവ് റിട്ടേൺ ചെയ്തു. അത് 2,000 നമ്മൾ സ്റ്റോർ ചെയ്തു. അപ്പോൾ 87,000 ആണ് ശരിക്കും നമ്മളുടെ മെറ്റീരിയൽ വരാം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫാക്ടറി ഓവർഹെഡ് ഈസ് 80%. ഫാക്ടറി ഓവർഹെഡ് വേജസിൻ്റെ 80%. അപ്പോൾ വേജസ് എന്താണോ? വേജസ് നമുക്ക് 1 lakhൻ്റെ 80% ആണ് ഏത്? ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 80,000 ആണ് ഫാക്ടറി ഓവർഹെഡ്. ഇനി ഓഫീസ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 25% ഓഫ് ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റിൻ്റെ 25% ആണ് ഏത്? ഓഫീസ് ഓവർഹെഡ്. The value of executed contract during the year was 4,10,000. അപ്പോൾ നമ്മൾ ആ കോൺട്രാക്റ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വാല്യൂ 4,10,000 ആണ്. അപ്പോൾ കസ്റ്റമർ നമുക്ക് തരുന്ന എമൗണ്ട് ആണ് 4,10,000. നമ്മളോട് പറയുന്നത് പ്രിപ്പയർ എ കൺസോളിഡേറ്റഡ് കംപ്ലീറ്റഡ് ജോബ് അക്കൗണ്ട്, ഒരു കംപ്ലീറ്റ് ചെയ്ത ജോബ് അക്കൗണ്ടും അതേപോലെ തന്നെ വർക്കിംഗ് പ്രോഗ്രസ് അക്കൗണ്ടാണ് മേക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. നമ്മൾ ആസ് യൂഷ്വൽ കൺസോളിഡേറ്റഡ് കംപ്ലീറ്റഡ് ജോബ് അക്കൗണ്ടാണ് ഉണ്ടാക്കുന്നത്. മെറ്റീരിയൽ സപ്ലൈഡ് 90,000 അത് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടു.
അതിൽ നിന്ന് 2000 നമ്മൾ എന്ത് ചെയ്തു, വർക്കിംഗ് പ്രോഗ്രസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 1000 നമ്മൾ സ്റ്റോറിലേക്ക് റിട്ടേൺ ചെയ്തു. അപ്പോൾ ഇനി ബാക്കി ഇത്ര മെറ്റീരിയൽ ഉണ്ടാവുള്ളൂ, 87,000 മെറ്റീരിയലേ ഉണ്ടാവുള്ളൂ. ഡയറക്റ്റ് വേജസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 lakh, ചാർജബിൾ എക്സ്പെൻസസ് തന്നിട്ടുണ്ട് 10,000. സോ 1,97,000 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, 1,97,000 ഈസ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതിൽ നിന്ന് നമുക്ക് വർക്ക് ഓവർ ഹെഡ് ആഡ് ചെയ്യണം. വർക്ക് ഓവർ ഹെഡ് പറഞ്ഞു നേരത്തെ, വേജസ് എന്ന് പറയുന്നത് 1 lakh ആണ്, അതിൻ്റെ 80% ഇറ്റ് ഈസ് ഈക്വൽ ടു 80,000. സോ നമ്മുടെ വർക്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2,77,000 നമുക്ക് വർക്ക് കോസ്റ്റ് കിട്ടി. ഈ 2,77,000-ൻ്റെ 25% ആണ് നമ്മുടെ എന്ത്, ഓഫീസ് ഓവർ ഹെഡ്. അപ്പോൾ 69,250. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടി. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 3,46,250 ആണ് അല്ലേ. പക്ഷേ ഈ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്, കസ്റ്റമേഴ്സ് നമുക്ക് 4,10,000 റുപ്പീസ് തന്നിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഉള്ളതെന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 55,750 എന്ന് പറഞ്ഞാൽ എന്താണ്, 63,750 എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് എ പ്രോഫിറ്റ് ആണ്, നമ്മൾ ഏൺ ചെയ്ത പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്തു കൺസോളിഡേറ്റഡ് ജോബ് അക്കൗണ്ട് ചെയ്തു അല്ലേ, കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തു എന്ന് പറയുന്നത് 4,10,000 റുപ്പീസ് അന്ന് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടിയ 4,10,000 നമുക്ക് വന്ന എക്സ്പെൻസസ് എന്ന് പറയുന്നത് 3,46,250 ആണ്. അപ്പോൾ അത് തമ്മിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. ഇവിടെ എന്താണ്, പ്രോഫിറ്റ് ആണ്. ഇനി കൺസോളിഡേറ്റഡ് വർക്കിംഗ് പ്രോഗ്രസ് അക്കൗണ്ട് മേക്ക് ചെയ്യണം. മെറ്റീരിയൽ ഇഷ്യൂഡ് 30,000 ആണ് മെറ്റീരിയൽ ഇഷ്യൂഡ്. അതിൽ നിന്ന് 2,000 മെറ്റീരിയൽ നമുക്ക് വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രം കംപ്ലീറ്റഡ് ജോബിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തപ്പോൾ 2,000 അവിടെ ഉണ്ടായിരുന്നു, അതേ ഇതിലേക്ക് നമ്മൾ അൺകംപ്ലീറ്റഡ് ജോബിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. സോ 32,000 ആണ് മെറ്റീരിയൽ കൺസ്യൂംഡ്. വേജസ് 40,000 ഉണ്ട്, ചാർജബിൾ എക്സ്പെൻസസ് 4,000 ഉണ്ട്. സോ നമ്മുടെ പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും, 77,000 അല്ലേ. ഇനി നമുക്ക് എന്ത് ആഡ് ചെയ്യണം, വി ഹാവ് ടു ആഡ് ദ വർക്ക് കോസ്റ്റ്. വർക്ക് ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ 80% ഓഫ് വേജസ് ആണ്. വേജസ് 40,000-ൻ്റെ 80% എന്ന് പറയുമ്പോൾ 32,000. സോ വി ഗെറ്റ് ദ വർക്ക് കോസ്റ്റ്. വർക്ക് കോസ്റ്റ് 1,08,000 ആണ്. 1,08,000-ൻ്റെ 25% എന്താണ്, ഓഫീസ് ഓവർ ഹെഡ് ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 27,000. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ടോട്ടൽ കോസ്റ്റ് 1,35,000 ആണ്. ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. 1,35,000 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യാം. ഓക്കെ, സോ ജോബ് കോസ്റ്റിംഗ് ആണ് നമ്മൾ പറയുന്നത്. ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സിമിലർ ടു യൂണിറ്റ് കോസ്റ്റിംഗ്. സിമിലർ എന്ന് പറയുന്നത് നമ്മളുടെ കോഷീറ്റ് രണ്ടും ജോബ് കോസ്റ്റിൻ്റെയും യൂണിറ്റ് കോസ്റ്റിൻ്റെയും കോഷീറ്റ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി സിമിലർ ആണ്. പ്രൈം കോസ്റ്റ് ഒന്നുകൂടി പറയാം, പ്രൈം കോസ്റ്റ് പ്ലസ് വർക്ക് ഓവർ ഹെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു factory or work cost plus we have to add the office overhead, it is equal to cost of production with add selling or distribution overhead, it is equal to cost of sales. So clear ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ്. മൊഡ്യൂൾ 4-ലെ ചാപ്റ്റർ 3 ആണ്. കോൺട്രാക്ട് കോസ്റ്റിങ്ങും ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ജോബ് കോസ്റ്റിംഗ്, യൂണിറ്റ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, സർവീസ് കോസ്റ്റിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുൻപ് ഫസ്റ്റ് വി ഹാവ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് മീൻ ബൈ കോൺട്രാക്ട്. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസ് തമ്മിലുള്ള അഗ്രിമെൻറ്റിനെയാണ് കോൺട്രാക്ട് എന്ന് പറയുക. ഇൻ വിച്ച് വൺ പാർട്ടി അഗ്രി ടു അണ്ടർടേക്ക് ആൻഡ് കംപ്ലീറ്റ് എ ജോബ് ഫോർ ആൻ അഗ്രീഡ് പ്രൈസ്. വേറൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടി ഒരു ജോബ് അണ്ടർടേക്ക് ചെയ്യാം അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് പറയാം. ഫോർ എൻ അഗ്രീഡ് പ്രൈസിനെ നമ്മൾ എന്ത് പറയും, കോൺട്രാക്ട് എന്ന് പറയാം. അപ്പോൾ കോൺട്രാക്ടർ ഈസ് ദ പേഴ്സൺ ഹു അണ്ടർടേക്സ് ദ വർക്ക് അണ്ടർടേക്ക് ചെയ്യുന്ന പേഴ്സണെ കോൺട്രാക്ടർ എന്നും, ദ പേഴ്സൺ ഹു ഗേവ് ദ കോൺട്രാക്ട്, ആരാണോ കോൺട്രാക്ട് കൊടുക്കുന്നത്, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണോ കോൺട്രാക്ട് കൊടുക്കുന്നത് അയാളെ കോൺട്രാക്ട് എന്ന് വിളിക്കാം. സോ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിൻ്റെ ഒരു ടൈപ്പാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ ജോബ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ലാർജ് ആയിരിക്കും, ഒരുപാട് ലോങ് പീരീഡ് ഓഫ് ടൈം ഉണ്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ആൻഡ് കോൺട്രാക്ടേഴ്സ് എക്സിക്യൂട്ടീവ് സിവിൽ കോൺട്രാക്ടേഴ്സ് ആയിരിക്കും. ഇതിലുള്ള കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണെങ്കിലും ഇവരുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് സിവിൽ കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ഓർഡർ കോസ്റ്റിൻ്റെ ഒരു ഫോമാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് വർക്ക് വളരെ ലാർജ് ആയിരിക്കും, ഒരുപാട് സമയം ഉണ്ടായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ definition ഉണ്ട്, എ ഫോം ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ഇൻ വിച്ച് കോസ്റ്റ് ആർ ആട്രിബ്യൂട്ട് ടു ഇൻഡിവിജ്വൽ കോൺട്രാക്ട്. അപ്പോൾ ഒരു സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗിൻ്റെ ഫോമാണ് അക്കോർഡിംഗ് ടു CIMA ഡെഫിനിഷൻ പ്രകാരം ഒരു ഫോം ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്. അതിൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇൻഡിവിജ്വൽ കോൺട്രാക്റ്റിന് കോസ്റ്റ് ആട്രിബ്യൂട്ട് ചെയ്യണം.
നെക്സ്റ്റ് ഫീച്ചേഴ്സാണ്. കോൺട്രാക്ട് കോസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് കോൺട്രാക്ട് എന്ന് പറയുന്നത് അത് വളരെ ലാർജ് സൈസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ സ്മോൾ കോൺട്രാക്ടേഴ്സ് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടി സ്മോൾ നമ്പർ ഓഫ് കോൺട്രാക്ട് ആ വർക്ക് ക്യാരി ഔട്ട് ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിങ്ങിൻ്റെ കേസിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ മിനിമം ഓർ മോർ ദാൻ 1 ഇയർ എടുക്കുന്ന പറയുന്നത്. വർക്ക് ഓൺ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു സൈറ്റിൽ പോയിട്ടാണ് നമ്മൾ ആ വർക്ക് ചെയ്യുക, ഫാക്ടറി പ്രമൈസസിലല്ല ആ വർക്ക് നമ്മൾ ചെയ്യാന്ന് പറയുന്നത്. ഓരോ കോൺട്രാക്റ്റും വി ട്രീറ്റഡ് ആസ് എ ഡിഫറെൻറ്റ് കോസ്റ്റ് യൂണിറ്റ്. ഒരു കോസ്റ്റ് യൂണിറ്റ് ആണ് ഓരോ കോൺട്രാക്റ്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഒരു സെപ്പറേറ്റ് കോൺട്രാക്ട് അക്കൗണ്ട് നമ്മൾ ഓരോ കോൺട്രാക്റ്റിലും കോൺട്രാക്ടറിൻ്റെ ബുക്കിൽ പ്രിപ്പയർ ചെയ്യും ഇൻ ഓർഡർ ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് കോൺട്രാക്ട്. ഒരു സെപ്പറേറ്റ് കോൺട്രാക്ട് അക്കൗണ്ട് കോൺട്രാക്ടർ പ്രിപ്പയർ ചെയ്യണം. എന്നാൽ മാത്രമാണ് ആ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് അയാൾക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. And the bulk of the expenses incurred by the contractor are considered as direct. അപ്പോൾ കൂടുതലും ഇതിൽ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് ഉണ്ടായിരിക്കാം ഏതിൻ്റെ കേസിൽ, കോൺട്രാക്ട് കോസ്റ്റിങ്ങിൻ്റെ കേസിൽ. ഇനി കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് അപ്ലിക്കബിൾ ഇൻ ദോസ് ഇൻഡസ്ട്രീസ് ലൈക്ക് സിവിൽ ഈ ഹൗസ് കൺസ്ട്രക്ഷൻസ്, ബിൽഡിങ്സ്, അങ്ങനത്തെ കേസിലാണ് നമ്മൾ പൊതുവേ കോൺട്രാക്ട് അക്കൗണ്ടിങ് അപ്ലൈ ചെയ്യാം. കൺസ്ട്രക്ഷൻ വർക്ക്സ്, എഞ്ചിനീയറിംഗ് പ്രൊജക്റ്റ്, അങ്ങനത്തെ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്, ബ്രിഡ്ജ്, ലാർജ് എസ്റ്റേറ്റ്, അതിലൊക്കെയാണ് നമ്മൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നത്. ഒരു കോൺട്രാക്ട് കോസ്റ്റിങ്ങും ജോബ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈം ഉണ്ടായിരിക്കും. ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ടൈം ഫോർ കംപ്ലീഷൻ ഈസ് വെരി ഷോർട്ട് ആയിരിക്കും. ജോബ് കോസ്റ്റിംഗ് നമ്മളൊരു ഫാക്ടറി പ്രിമൈസസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ക്യാരി ഔട്ട് ചെയ്യുക വെച്ചാൽ, കോൺട്രാക്ട് കോസ്റ്റിംഗ് നമ്മളൊരു സൈറ്റിൽ വെച്ചിട്ട് കോൺട്രാക്ട് എക്സിക്യൂട്ടഡ് അറ്റ് എ പെർട്ടിക്കുലർ സൈറ്റിലായിരിക്കും. ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്മോൾ കോൺട്രാക്റ്റ് ആണ്, ബട്ട് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് അതൊരു ബിഗ് ജോബാണ്. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. കോൺട്രാക്ട് കോസ്റ്റിംഗിൽ അങ്ങനെയല്ല, നമുക്ക് കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. ജോബ് കോസ്റ്റിംഗിൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഹൈ ആണ്, പക്ഷേ കോൺട്രാക്ട് കോസ്റ്റിംഗിൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് കുറവാണ്. എല്ലാം എന്താണ്, ഡയറക്റ്റ് കോസ്റ്റ് ആണ്. സെല്ലിംഗ് പ്രൈസ് ഓഫ് എ ജോബ് എന്ന് പറയുന്നത് ജോബ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പേ ചെയ്യുക, അല്ലേ? ജോബ് കോസ്റ്റിംഗിൻ്റെ കേസിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് കൈമാറുന്ന സമയത്താണ് നമുക്ക് പ്രൈസ് കിട്ടുകയാണെങ്കിൽ, കോൺട്രാക്ട് കോസ്റ്റിൻ്റെ കേസിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, പ്രൈസ് കിട്ടും. സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് കോസ്റ്റിംഗ് ആൻഡ് ജോബ് കോസ്റ്റിംഗ്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ് ആണ്. ഈ കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് ഈസ് ആൾസോ നോൺ ആസ് കോസ്റ്റ് റീഇംബേഴ്സ്മെൻറ്റ് കോൺട്രാക്ട് എന്ന് പറയും. അതിൽ ഇതും കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് കോൺട്രാക്റ്റ് ആണ്. വെറുതെ കോൺട്രാക്ടർ നമുക്ക് എല്ലാ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് എക്സ്പെൻസസ് നമുക്ക് പേ ചെയ്യും. കോൺട്രാക്ടർ ഈസ് പെയ്ഡ് ഫോർ ഓൾ ദ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് എക്സ്പെൻസസ്, ബട്ട് ദ കോൺട്രാക്ടർ ഈസ് പെയ്ഡ് എ സ്പെസിഫൈഡ് അഗ്രീഡ് അപ്പോൺ എമൗണ്ട് പ്രോഫിറ്റ്. കോൺട്രാക്ടർ എല്ലാം പേ ചെയ്യും, പക്ഷേ അതിൻ്റെ സ്പെസിഫൈഡ് പ്രോഫിറ്റ് കോൺട്രാക്ടർ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ കോൺട്രാക്ടറും കോൺട്രാക്റ്റും തമ്മിലുള്ളൊരു എഗ്രിമെൻ്റ് ആണ്, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ആണ്. കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റിൻ്റെ ബേസിൽ ഓ സർവീസസിൻ്റെ കൂടെ അഗ്രീഡ് പ്രോഫിറ്റ് മാർജിനും കൂടി കൂട്ടിയതിനെയാണ് കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റിൻ്റെ കൂടെ ഒരു ആക്ച്വൽ പ്രോഫിറ്റും കൂടി വരുന്ന ടൈപ്പ് കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് എന്ന് വിളിക്കും. കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അതൊരു കോസ്റ്റ് റീഇംബേഴ്സ്മെൻറ്റ് കോൺട്രാക്ട് സ്റ്റൈലാണ്. അതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ കോൺട്രാക്ടർ ആൻഡ് കോൺട്രാക്റ്റി. ഒരു കോൺട്രാക്ടറും ഒരു കോൺട്രാക്റ്റും തമ്മിലുള്ള ഒരു അഗ്രിമെൻറ്റ് ഒരു കോൺട്രാക്റ്റ് ആണ്. അതിൽ കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം, ആക്ച്വൽ കോസ്റ്റിൻ്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്തിട്ട് ഒരു പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യാം, കോൺട്രാക്ടർക്ക് പേ ചെയ്യാം. ആ ഒരു അഗ്രിമെൻ്റ് ആണ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് എന്ന് പറയാം. നെക്സ്റ്റ് എസ്കലേഷൻ ക്ലോസ് ആണ്. എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുന്നത് refers to a clause in any contractual agreement whereby the contract price is to be adjusted upward or downward in accordance with the rise or fall in the cost incurred by the contractor beyond a certain percentage of the original estimate submitted at the time of submitting the tender or quotation. അതായത് എക്സ്കലേഷൻ ക്ലോസ് എന്ന് പറയുന്നത് അതൊരു കോൺട്രാക്ച്വൽ അഗ്രിമെൻ്റ് ആണ്. നമ്മൾ കോൺട്രാക്റ്റിൽ ഒരു ക്ലോസ് ഇടുകയാണ്. കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പെർട്ടിക്കുലർ പ്രൈസിനാണ് കോൺട്രാക്ട് എടുക്കുക, അല്ലേ? അത് അഡ്ജസ്റ്റ് ചെയ്യുക, അപ്വേർഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, ഡൗൺവേർഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും ചിലപ്പോൾ എക്സ്പെൻസ് കൂടും, നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും ചിലപ്പോൾ എക്സ്പെൻസ് കുറയും. ബിക്കോസ് ഓഫ് നമ്മുടെ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് കാരണം. ചിലപ്പോൾ നമ്മൾ കോൺട്രാക്റ്റിൻ്റെ സമയത്ത് വിചാരിച്ചതിനെക്കാട്ടും മെറ്റീരിയൽ പ്രൈസ് കൂടുകയാണെങ്കിലും ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും പ്രൈസ് കുറവുകയാണെങ്കിൽ അതിൻ്റെ സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മളുടെ കൊടുത്തിരിക്കുന്ന കൊട്ടേഷൻ അല്ലെങ്കിൽ ടെൻഡറിൽ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് 5,000 റുപ്പീസാണ് മെറ്റീരിയലിനാണെങ്കിൽ, ഇപ്പോൾ 10,000 ആണെങ്കിൽ ആ 5,000 കൂടി ആരെ അഡ്ജസ്റ്റ് ചെയ്യണം, ദാറ്റ് ഷുഡ് ബി അഡ്ജസ്റ്റഡ് ബിറ്റ്വീൻ കോൺട്രാക്ടർ ആൻഡ് കോൺട്രാക്ടറി. ആ ക്ലോസിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, എസ്കലേഷൻ ക്ലോസ് എന്ന് വിളിക്കാം.
നെക്സ്റ്റ് ഡി എസ്കലേഷൻ ക്ലോസ് ആണ്. ഡി എസ്കലേഷൻ ക്ലോസ് പറഞ്ഞ പോലെ നമ്മൾ കോൺട്രാക്റ്റിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രൈസ് കോൺട്രാക്ടർക്ക് കൊടുക്കണം. കോൺട്രാക്റ്റിൻ്റെ പ്രൈസിലുള്ള മെറ്റീരിയൽസ് ഏതെങ്കിലും ഐറ്റത്തിൻ്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്ക് പേ ചെയ്യണം? ദാറ്റ് ഷുഡ് ബി പേ ടു ദ കോൺട്രാക്റ്റിക്ക് പേ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ അഡ്വാൻറ്റേജസ് കോൺട്രാക്ടർക്കും കോൺട്രാക്റ്റിക്കും വേണ്ടിയിട്ടുള്ള ഒരു ക്ലോസ് ആണ് എസ്കലേഷൻ ക്ലോസും ഡി എസ്കലേഷൻ ക്ലോസും. എസ്കലേഷൻ ക്ലോസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ ഇപ്പോൾ 5,000 റുപ്പീസാണ് നമ്മൾ കോൺട്രാക്ട് എഴുതുന്ന സമയത്ത്, പക്ഷേ മെറ്റീരിയലിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കോൺട്രാക്ടർക്ക് അതൊരു നഷ്ടമായിരിക്കും. ആ നഷ്ടം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ സെർട്ടൺ പെർസെൻറ്റേജ് ആര് ബിയർ ചെയ്യണം? കോൺട്രാക്റ്റ് ബിയർ ചെയ്യണം. അതേപോലെ തന്നെ അത് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ടർക്ക് ലാഭവും മെറ്റീരിയലിൻ്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ടർക്ക് ലാഭവും കോൺട്രാക്ടർക്ക് നഷ്ടമായിരിക്കും. പക്ഷേ അങ്ങനെ ഫുള്ളി ആ നഷ്ടം കോൺട്രാക്ടർക്ക് കൊടുക്കരുത്. അതിൻ്റെ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് ആര് ബിയർ ചെയ്യും? ഷുഡ് ബി ബിയർ ബൈ ദ കോൺട്രാക്ടർ. അതാണ് എസ്കലേഷൻ ക്ലോസും ഡി എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ട് ആണ്. കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് അതൊരു നോമിനൽ അക്കൗണ്ടിങ് നാച്ചറാണ്. അതിൽ നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് മെയ്ഡ് ഓൺ ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും ലോസും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ മേക്കിംഗ് ദ കോൺട്രാക്റ്റ് അക്കൗണ്ട് മേക്ക് ചെയ്യുന്നത്. എ കോൺട്രാക്ടർ ഹി അണ്ടർടേക്ക് എ നമ്പർ ഓഫ് കോൺട്രാക്ട് അറ്റ് എ ടൈം, സോ ഹി ഹാസ് ടു മേക്ക് ഡിഫറെൻറ്റ് കോൺട്രാക്ട് അക്കൗണ്ട് ഫോർ ഡിഫറെൻറ്റ് പ്രോജക്റ്റ്. അല്ലെ, ഡിഫറെൻറ്റ് കോൺട്രാക്ട് ഒരു ടൈമിൽ എൻട്രി ചെയ്യണമെങ്കിൽ അയാൾ സെപ്പറേറ്റ് കോൺട്രാക്ട് അക്കൗണ്ട് മേക്ക് ചെയ്യണം. അതിൽ മെറ്റീരിയൽ ലാബ് ഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഇക്വിറ്റബിൾ ബേസിസിൽ അപ്പോർഷൻ ചെയ്യണം. രണ്ട് സൈഡ് തമ്മിൽ ഡിഫറൻസ് ആണ് നമ്മൾ നോഷണൽ പ്രോഫിറ്റ് ഓർ നോഷണൽ ലോസ് ആയിട്ട് കാണിക്കാം. അപ്പോൾ കോൺട്രാക്ട് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നോമിനൽ നാച്ചറാണ്. എക്സ്പെൻസസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യണം. ഡിഫറൻസ് ബിറ്റ്വീൻ ടു സൈഡ്സിനെ നമ്മൾ നോഷണൽ പ്രോഫിറ്റ് ഓർ നോഷണൽ ലോസ് ആയിട്ട് കാണിക്കും. ദിസ് ഈസ് കോൺട്രാക്ട് അക്കൗണ്ട്. ഇനി കോൺട്രാക്ട് അക്കൗണ്ടിനെ കംപ്ലീറ്റ് കോൺട്രാക്ട് അക്കൗണ്ട് ഉണ്ട്, ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട്. സോ കംപ്ലീറ്റ് കോൺട്രാക്ട് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ആ കോൺട്രാക്റ്റ് അവിടെ ക്ലോസ് ചെയ്തു. കോൺട്രാക്റ്റ് പ്രൈസ് കൊടുത്തിട്ട് കോൺട്രാക്റ്റിയുടെ ക്രെഡിറ്റ് ചെയ്തിട്ട് അക്കൗണ്ട് എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ഇതാണ് ഒരു കോൺട്രാക്ട് അക്കൗണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡിൽ മെറ്റീരിയൽ ലാബർ ഡയറക്റ്റ് എക്സ്പെൻസസ് ഓവർഹെഡ് പ്ലാന്റ് കാണിക്കാം. ക്രെഡിറ്റ് സൈഡിൽ ബൈ മെറ്റീരിയൽ റിട്ടേൺ ട്രാൻസ്ഫർ, എന്തെങ്കിലും മെറ്റീരിയൽ റിട്ടേൺ ചെയ്യുക ട്രാൻസ്ഫർ ചെയ്ത് അത് കാണിക്കാം. മെറ്റീരിയൽ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻകമാണ്. മെറ്റീരിയൽ അറ്റ് സൈറ്റ് നമ്മുടെ ഇൻകാണ്. പ്ലാന്റ് അറ്റ് സൈറ്റ് കോൺട്രാക്ട് അക്കൗണ്ട്. അപ്പോൾ അതിവിടെ എന്ത് ചെയ്ത്? ക്ലോസ് ചെയ്തു. ഇതാണ് നമ്മുടെ ഒരു കംപ്ലീറ്റ് കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയാം. അപ്പോൾ പ്രോഫിറ്റ് ഓൺ കംപ്ലീറ്റ് കോൺട്രാക്ട് അക്കൗണ്ട്, കംപ്ലീറ്റ് കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് നമ്മൾ ആസ് യൂഷ്വൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിച്ചിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൊടുക്കാം. പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കാം. ലോസ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കാണിക്കാം. അതാണ് പ്രോഫിറ്റ് ഓൺ കംപ്ലീറ്റ് കോൺട്രാക്ട് അക്കൗണ്ട്. അപ്പോൾ കംപ്ലീറ്റഡ് അക്കൗണ്ട്സിൻ്റെ കേസിൽ കോൺട്രാക്റ്റിന് ക്രെഡിറ്റ് സൈഡിൽ കൊടുത്തിട്ട് ആ അക്കൗണ്ട് എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് അക്കൗണ്ട് ഉണ്ട്. ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ കോൺട്രാക്ട് എന്ത് ചെയ്യുന്നില്ല? കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അതിങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞ് രണ്ടാമത്തെ കൊല്ലം ആയിരിക്കുക, അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞ് 3 കൊല്ലം ഇരിക്കുകയാണ്. അപ്പോൾ മിക്ക കോൺട്രാക്ട്സും ജനറലി ഇറ്റ് വിൽ ടേക്ക് 2 or more ഇയേഴ്സ് ഫോർ കംപ്ലീഷൻ. അങ്ങനെ 3 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം കംപ്ലീഷൻ കഴിഞ്ഞാൽ ആദ്യത്തെ കോൺട്രാക്ട് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ് ചെയ്യണം. ബട്ട് കോൺട്രാക്ട് അക്കൗണ്ട് ഈസ് റിക്വയർഡ് ടു ബി കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം? അത് പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് അക്കൗണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയും. ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് അക്കൗണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് വർക്കിംഗ് പ്രോഗ്രസ്. അപ്പോൾ അതിൽ കുറച്ച് സ്പെഷ്യൽ ടേംസ് ആണ് പറയുന്നത്. വർക്കിംഗ് പ്രോഗ്രസ് പറഞ്ഞ പോലത്തെ കുറച്ച് സ്പെഷ്യൽ ടേംസ് ആണ്. ഫസ്റ്റ് വർക്കിംഗ് പ്രോഗ്രസ്. വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ ഒരു അൺഫിനിഷ്ഡ് കോൺട്രാക്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡിൽ, അതായത് ഒരു കൊല്ലത്തിലെ ലാസ്റ്റ് എൻഡ് പീരീഡിൽ അൺകംപ്ലീറ്റ് ആവാത്ത കോൺട്രാക്ട് അക്കൗണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയാം. അപ്പോൾ അതിൽ എമൗണ്ട് ഇറ്റ് ഇൻക്ലൂഡ്സ് എമൗണ്ട് ഓഫ് വർക്ക് സർട്ടിഫൈഡ് ഉണ്ടായിരിക്കും, വർക്ക് അൺസർട്ടിഫൈഡ് ഉണ്ടായിരിക്കും. വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയാൻ ഇറ്റ്സ് എൻ അസറ്റ് ആണ് ദാറ്റ് ഷോസ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ബൈ ഡിഡക്റ്റിംഗ് ദർ ഫ്രം എനി അഡ്വാൻസ് റിസൈഡ് ഫ്രം ദ കോൺട്രാക്റ്റ്. അപ്പോൾ കോൺട്രാക്റ്റിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അഡ്വാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്തിട്ട് ആ വർക്കിംഗ് പ്രോഗ്രസ്സിന് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ട് നമ്മളത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ അതിൽ 2 സാധനങ്ങളാണ് ഉണ്ടായിരിക്കാം. ഒന്ന് വർക്ക് സർട്ടിഫൈഡും രണ്ടാമത്തത് വർക്ക് അൺസർട്ടിഫൈഡ് ആണ്. എന്താണ് വർക്ക് സർട്ടിഫൈഡ് നോക്കാം. വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് വർക്ക് കംപ്ലീറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് സർട്ടിഫൈഡ് ബൈ ദ ആർക്കിടെക്ചർ. അതിനാണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുക. ഒരു ആർക്കിടെക്ചർ കംപ്ലീറ്റ് ചെയ്ത വാല്യൂ ഓഫ് വർക്കിനെ നമ്മൾ സർട്ടിഫൈ ചെയ്താണ് ഇറ്റ് ഈസ് വർക്ക് സർട്ടിഫൈഡ് ആണ്.
കോൺട്രാക്റ്റ് ഒരുപാട് ലോങ് ഡ്യൂറേഷനാണ്. അപ്പോൾ കസ്റ്റമർ എന്ത് ചെയ്യും, കോൺട്രാക്ടർക്ക് ആ വർക്ക് ഡണ്ണിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് കൊടുക്കും. അത് കൊടുത്തത് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് വിളിക്കും, വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ വർക്ക് സർട്ടിഫൈഡ് എന്ന് വിളിക്കും. എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ടോട്ടൽ സെയിൽ വാല്യൂ ഓഫ് വർക്ക് ഡൺ ആൻഡ് സർട്ടിഫൈഡ് ബൈ ദ ആർക്കിറ്റർ ഈസ് ക്രെഡിറ്റഡ് ടു ദ കോൺട്രാക്ട് അക്കൗണ്ട്. അപ്പോൾ വർക്ക് സർട്ടിഫൈ ചെയ്തതും അതേപോലെ തന്നെ എത്രയാണോ കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ എന്ത് ചെയ്യണം, കോൺട്രാക്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇനി വർക്ക് അൺസർട്ടിഫൈഡ് ആണ്. വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറയുന്നത് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ അത് ആർക്കിടെക്ചർ സർട്ടിഫൈ ചെയ്തിട്ടില്ല, അതിനെയാണ് നമ്മൾ വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറയുക. വർക്ക് കംപ്ലീറ്റ് ആണ് ബട്ട് ആർക്കിടെക്ചർ എന്ത് ചെയ്തിട്ടില്ല, അതിനെ സർട്ടിഫൈ ചെയ്തിട്ടില്ല, അപ്പോൾ അതെന്താണ്, വർക്ക് അൺസർട്ടിഫൈഡ് ആണ്. അതും എവിടെയാണ് കാണിക്കുക, ഷുഡ് ബി ഷോൺ ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് റീടെൻഷൻ മണിയാണ്. റീടെൻഷൻ മണി എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആയാൽ പോലും നമ്മൾ ഒരു സർട്ടൺ പെർസെൻറ്റേജ് എന്ത് ചെയ്യും, നമ്മൾ കയ്യിൽ റീറ്റേൺ ചെയ്യും. ആ മണീനെയാണ് റീടെൻഷൻ മണി എന്ന് പറയുക. കാരണം കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞു, കോൺട്രാക്ട് ഈസ് കംപ്ലീറ്റഡ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് ഒരു ഡിഫക്റ്റും ഇല്ല എന്ന് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വി വിൽ ഗീവ് ബാക്ക് ദ റീടെൻഷൻ മണി. അപ്പോൾ അത് പൊതുവെ 10 to 20% ആണ് ബേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. കോൺട്രാക്ടർ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടിൻജൻസി അറേസ് ചെയ്താലാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺട്രാക്റ്റിക്ക് ഈ എമൗണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റും. സോ അൺപെയ്ഡ് ബാലൻസ് ഓഫ് വർക്ക് സർട്ടിഫൈഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, റീടെൻഷൻ മണി എന്ന് വിളിക്കാം. ഒരു ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൻ്റെ പ്രോഫിറ്റ്സ് ആണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ 2 or 3 years ഉണ്ടായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ കോൺട്രാക്ട്സിൻ്റെ പ്രോഫിറ്റ് എന്താ ചെയ്യാമെന്നാണ് പറയുന്നത്. കോൺട്രാക്ട് വിച്ച് ആ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മൾ മേ ബി 1 or 2 years ഹാസ് ടു ബി നീഡഡ് ടു കംപ്ലീറ്റ് ദാറ്റ് കോൺട്രാക്ട്. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താണ് അതിൻ്റെ പ്രോഫിറ്റ് ചെയ്യാമെന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പ്രോഫിറ്റ് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കംപ്ലീഷൻ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാത്ത കേസിൽ നമ്മൾ നോഷണൽ പ്രോഫിറ്റാണെന്ന് പറയാം. അപ്പോൾ നോഷണൽ പ്രോഫിറ്റിൻ്റെ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ്, അതിൻ്റെ കൂടെ വർക്ക് നോട്ട് സർട്ടിഫൈഡ് ആഡ് ചെയ്യാം, അതിൻ്റെ കൂടെ കോസ്റ്റ് ഓഫ് വർക്ക് ടു ഡേറ്റ് വരെയുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നോഷണൽ പ്രോഫിറ്റ് കിട്ടി. നോഷണൽ പ്രോഫിറ്റ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക വെച്ചാൽ വർക്ക് സർട്ടിഫൈഡിൻ്റെ കൂടെ വർക്ക് അൺസർട്ടിഫൈഡ് ആഡ് ചെയ്തിട്ട് ഇതുവരെ നമുക്ക് കിട്ടിയിരിക്കുന്ന വർക്കിൻ്റെ കോസ്റ്റ് നമുക്കുണ്ടായ എക്സ്പെൻസസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ടാണ് നോഷണൽ പ്രോഫിറ്റ്. അല്ലെങ്കിൽ കോൺട്രാക്ട് പ്രൈസ്, അതിൽ നിന്ന് നമ്മൾ മൊത്തം കോൺട്രാക്ട് പ്രൈസ് 4 ലക്ഷം എന്ന് വിചാരിക്കാം, അതിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് 3 ലക്ഷം രൂപ ഉണ്ടായെന്ന് വിചാരിക്കാം. അതുകൂടാണ്ട് അഡീഷണൽ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാം. ബാക്കിയുള്ള എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയാം. ഇനി കമ്പ്യൂട്ടേഷൻ ഓഫ് ദ പോർഷൻ ഓഫ് സച്ച് പ്രോഫിറ്റ്, നമ്മൾ നോഷണൽ പ്രോഫിറ്റ് പറഞ്ഞു. ആ നോഷണൽ പ്രോഫിറ്റിൽ നമ്മൾ സർട്ടൺ പെർസെൻറ്റേജ് ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ പോർഷൻ ഓഫ് ദ നോഷണൽ ഓർ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എത്ര പെർസെൻറ്റേജ് ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. കംപ്ലീറ്റ്ലി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട നമ്മളുടെ 3 കേസസ് ഉണ്ട്. കേസ് 1 എന്ന് പറയുന്നത് 1/4 ആണ്, നമ്മുടെ ലെസ് ദാൻ 1/4 ആണ് നമ്മുടെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിൽ ഒറ്റ പ്രോഫിറ്റും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട. കാരണം എന്താ വെച്ചാൽ നമുക്ക് അവിടെ പ്രോഫിറ്റ് ഒന്നുമില്ല. കാരണം എന്താണ്, നമ്മുടെ വർക്ക് 1/4 ആണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കേസ് 2 എന്ന് പറയുന്നത് ഇഫ് അവർ വർക്ക് ഈസ് കംപ്ലീറ്റഡ് മോർ ദാൻ 1/4 ലെസ് ദാൻ 1/2, ഭാഗം കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ അര ഭാഗത്തിൻ്റെ അടുത്തും ആയിട്ടില്ല. അങ്ങനത്തെ കേസിൽ 1/3 നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ബാക്കിയുള്ള എമൗണ്ട്, അതായത് മൊത്തം എമൗണ്ടിൽ 1/3 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ റിസർവ് ആയിട്ട് കാണിക്കാം. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 1/3 ഇൻറ്റു ക്യാഷ് റിസീവ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ആ കിട്ടുന്ന എമൗണ്ടിന് നമ്മൾ ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ബാക്കിയുള്ളതിന് റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യാം. കേസ് 3 എന്ന് പറയുമ്പോൾ മോർ ദാൻ 1/2. കേസ് 3 എന്ന് പറയുമ്പോൾ മോർ ദാൻ 1/2, 50% കൂടുതൽ ചെയ്തിട്ടുണ്ട് എന്നാൽ 90% ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ 2/3 നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ട്രാൻസ്ഫർ ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഇതാണ് നോഷണൽ പ്രോഫിറ്റിൻ്റെ കമ്പ്യൂട്ടേഷൻ. അപ്പോൾ നമ്മൾ നോഷണൽ പ്രോഫിറ്റ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ആ നോഷണൽ പ്രോഫിറ്റിൽ എത്ര പെർസെൻറ്റേജ് ആണോ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം, അതിൻ്റെ ബേസിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം. കേസ് 1 എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 1/4 ആണെങ്കിൽ ഒന്നും ട്രാൻസ്ഫർ ചെയ്യേണ്ട. മോർ ദാൻ 1/4 ആൻഡ് ലെസ് ദാൻ 1/2 എന്ന് പറയുമ്പോൾ 1/3 നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം, ബാക്കി 2/3 എന്ത് ചെയ്യാം, റിസർവ്സിലേക്ക് കാണിക്കാം അല്ലേ. മൂന്നാമത്തെ കേസിൽ 2/3 നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം, 1/3 നമ്മൾ റിസർവിൽ കാണിക്കാം. സോ ദിസ് ഈസ് ദ പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൻ്റെ കേസിൽ പറഞ്ഞത്. സോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം.
The contractor ledger of a company show the following expenditure on account of contract number 1470 at 31st December 2018. മെറ്റീരിയൽ തന്നിട്ടുണ്ട്. ഒരു കോൺട്രാക്ട് ലെജർ ഓഫ് എ കമ്പനിയിൽ കാണിക്കുന്ന ഡീറ്റെയിൽസാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. മെറ്റീരിയൽ 94,000 ഉണ്ട്, പ്ലാന്റ് 12,000, വേജസ് 1,03,000, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് 6,700. ഇത്രയാണ് ഇതിൽ വന്നിരിക്കുന്ന എക്സ്പെൻസസ്. കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്തത് ജാനുവരി 2018 ആണ്. ദ കോൺട്രാക്ട് പ്രൈസ് വാസ് ₹4 lakh. കോൺട്രാക്ടിൻ്റെ പ്രൈസ് 4 lakh ആണ്. ഓക്കെ, കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ജാനുവരി 2017 ആണ്. ഓക്കെ, then cash received on account to date was 1,72,000. അപ്പോൾ നമുക്ക് 1,72,000 ക്യാഷ് റിസീവ് ചെയ്തത് അതിൻ്റെ 80% വർക്ക് സർട്ടിഫൈഡ് ആണ്, റിമൈനിങ് 20% നോട്ട് സർട്ടിഫൈഡ് ആണ്. അപ്പോൾ 1,72,000 എന്ന് പറയുന്നത് അതിൻ്റെ 80% ആണ്. 80% വർക്ക് സർട്ടിഫൈഡ് ആണ്, 20% നോട്ട് സർട്ടിഫൈഡ് ചെയ്തിട്ടില്ല. ഇനി വാല്യൂ ഓഫ് മെറ്റീരിയൽ ഓൺ ഹാൻഡ്, നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ ഉണ്ട്, അത് നമ്മുടെ കയ്യിൽ 4,500 ഉണ്ട്. വർക്ക് ഫിനിഷ്ഡ് ബട്ട് നോട്ട് സർട്ടിഫൈഡ് വാസ് 4,000. എത്രയാണ്? വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, സർട്ടിഫൈ ചെയ്യാത്ത 4,000 ഉണ്ട്. പ്രിപ്പയർ ആൻ അക്കൗണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് കോൺട്രാക്ട് ഷോയിങ് പ്രോഫിറ്റ് ടു ഡേറ്റ് അസ്യൂമിംഗ് ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് at 10% per annum and say the proportion of profit the company should be justified in taking to the credit of profit and loss account. അപ്പോൾ നമുക്ക് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, അത് കൂടാണ്ട് തന്നെ കോൺട്രാക്ടിൻ്റെ പ്രൈസ് കാണിച്ചിട്ടുണ്ട്. 1,72,000 നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കയ്യിൽ ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ട്, അതിന് 80% വർക്ക് സർട്ടിഫൈഡ് ആണ്, 20% റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വാല്യൂ ഓഫ് മെറ്റീരിയൽ ഇൻ ഹാൻഡ് 4,500 ആണ്. വർക്ക് ഫിനിഷ്ഡ്, സർട്ടിഫൈ ചെയ്യാത്ത വർക്ക് 4,000. നമ്മളോട് ഒരു കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുന്ന പ്ലാന്റിൻ്റെ ഡിപ്രിസിയേഷൻ ഉണ്ട്. അതേപോലെ തന്നെ എത്ര പ്രോഫിറ്റ് ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതും കൂടി കണ്ടുപിടിക്കണം. ഓക്കെ, ക്ലിയർ? സോ കോൺട്രാക്ട് അക്കൗണ്ട് നമുക്ക് മേക്ക് ചെയ്യാം. ഫസ്റ്റ് മെറ്റീരിയൽ 94,000 ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പ്ലാന്റ് 12,000 ഇറ്റ്സ് ആൾസോ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. വേജസ് 1,03,000 അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് 6,700. ഇത്ര കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ നമ്മളോട് പറയുന്നുണ്ട് മെറ്റീരിയൽ ഇൻ ഹാൻഡ്, നമ്മളെ കയ്യിലുള്ള മെറ്റീരിയൽ ഉണ്ട് 4,500 ആണ് നമ്മളുടെ മെറ്റീരിയൽ ഉള്ളത്. ഇനി പ്ലാന്റിന് ഡിപ്രിസിയേഷൻ കൊടുക്കണം. 12,000 വാല്യൂ ഉള്ള പ്ലാന്റിന് നമ്മൾ 10% ഡിപ്രിസിയേഷൻ കൊടുക്കണം. അപ്പോൾ 1,200 ആണ് ബാക്കി ഡിപ്രിസിയേഷൻ വരാം അല്ലേ. 12,000 10% എന്ന് പറയുമ്പോൾ 1,200. ബാക്കി ഇനി എത്ര പ്ലാന്റ് വരാൻ പാടുള്ളൂ? 10,800. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, പ്ലാന്റ് ഡിപ്രിസിയേഷൻ നിങ്ങൾക്ക് കൊടുക്കാം, പ്ലാന്റ് 12,000 എന്ന് കൊടുക്കാം, അതിന് ലെസ് ഡിപ്രിസിയേഷൻ 10,800. അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ ഡിപ്രിസിയേഷൻ എമൗണ്ട് മാത്രം എഴുതിയാലും മതി. അപ്പോൾ 10,800 ആണ്. മെറ്റീരിയൽ ഇൻ ഹാൻഡ് 4,500 ഉണ്ട്. വർക്ക് പറയണത് 1,72,000 എന്ന് പറയുന്നത് എന്താണ്? 1,72,000 ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ട്. അത് 1,72,000 എന്ന് പറയുന്നത് 100 ആണ് അല്ലേ. 1,72,000 എന്ന് പറയുന്നത് എത്രയാണ്? 1,72,000 എന്ന് പറയുന്നത് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 80% ആണ്. അതിൻ്റെ 100% നമുക്ക് കാശ് റിസീവ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2,15,000. 2,15,000 കൂടെ തന്നെ നമ്മൾ എന്തും കൂടി ആഡ് ചെയ്യണം, വർക്ക് അൺസർട്ടിഫൈഡും കൂടി ആഡ് ചെയ്യണം. ഇറ്റ് ഈസ് ഈക്വൽ ടു 4,000. സോ ടോട്ടൽ വർക്കിംഗ് പ്രോഗ്രസ് എത്രയാണ്? വർക്കിംഗ് പ്രോഗ്രസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. നമുക്ക് ഇതുവരെ കിട്ടിയ എമൗണ്ട് ആണ്. നമുക്ക് ഇതുവരെ കിട്ടിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 1,72,000 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 1,72,000 എന്ന് പറഞ്ഞാൽ വർക്ക് സർട്ടിഫൈഡ് ആണ്, അതിൻ്റെ 80% ആണ്, അതിൻ്റെ 100% നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2,15,000. അതിൻ്റെ കൂടെ വർക്ക്സ് അൺസർട്ടിഫൈഡ് 4,000 ഉണ്ട്. അപ്പോൾ 2,19,000 വർക്കിംഗ് പ്രോഗ്രസ്. പിന്നെ നമ്മൾ മെറ്റീരിയൽ ഇൻ ഹാൻഡ്, പ്ലാന്റഡ് സൈറ്റ് ഒക്കെ കൊടുത്തു. സോ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 18,600 ആണ് നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് വരാം. ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും നോക്കാം. സോ ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവാണ്. അപ്പോൾ അതെന്താണ്? ഇറ്റ്സ് പ്രോഫിറ്റ് ആണ്, അത് നോഷണൽ പ്രോഫിറ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇതിലെ നമ്മുടെ 4 lakh ആണ് നമ്മുടെ കോൺട്രാക്ട് പ്രൈസ് അല്ലേ. 4 lakh ആണ് നമ്മുടെ കോൺട്രാക്ട് പ്രൈസ്. ആ കോൺട്രാക്ട് പ്രൈസിൽ 2,15,000 അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കംപ്ലീറ്റഡ് മോർ ദാൻ ഹാഫ് അല്ലേ. ഹാഫിനെ കാട്ടിയും 50%-നെ കാട്ടിയും കൂടുതൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ 2/3 നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് 1/3 ഷുഡ് ബി റിസർവ് ചെയ്യണം. അപ്പോൾ 18,600 ആണ്. 18,600 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ലേ. 18,000 പ്രോഫിറ്റിൻ്റെ 2/3
into work certified 1,72,000 divided by cash received is equal to 2,15,000. അപ്പോൾ അതിൻ്റെ ഈ കിട്ടുന്ന എമൗണ്ട് നമ്മൾ ഏതിലേക്ക് ഷുഡ് ബി ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബാക്കി അക്കൗണ്ട് നമ്മൾ വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ട് റിസർവിൽ കീപ്പ് ചെയ്യണം. ഇതാണ് നമ്മുടെ മെത്തേഡ്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആദ്യം ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് എഴുതാം, ക്രെഡിറ്റ് സൈഡിൽ വർക്കിംഗ് പ്രോഗ്രസ് കൊടുക്കാം. മെറ്റീരിയൽ ഓൺ ഹാൻഡും മെറ്റീരിയൽ അറ്റ് സൈറ്റും നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മളിവിടെ കാണിക്കാം. ഷുഡ് ബി ഷോൺ ഇൻ ദ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. അതുകൂടാണ്ട് പ്ലാന്റിൻ്റെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാം. രണ്ട് സൈഡും കൂടി നോക്കാം. ഡെബിറ്റ് സൈഡ് കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റിൻ്റെ നമ്മൾ എത്ര പെർസെൻറ്റേജ് ആണ് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ 4 lakh ആണ് ഇവിടെ കോൺട്രാക്ട് പ്രൈസ്. അതിൻ്റെ ഹാഫ് 2,15,000 അടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതിയിൽ കൂടുതൽ നമുക്ക് ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ അതിൻ്റെ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ വി ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്, നമ്മൾ മോർ ദാൻ ഹാഫ് ഓഫ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2/3 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട. 1/3 റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യാം. സോ നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. ഇനി a building contractor commenced work on a particular contract on 1st April 2018. Expenses incurred up to 31st December 2018 were as follows. Material issue ചെയ്തത് 3,50,000 ഉണ്ട്. വേജസ് 3,20,000. ഒരു ബിൽഡിംഗ് കോൺട്രാക്ട് 1st April അയാൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. എക്സ്പെൻസസ് ആ ഒരു കൊല്ലം വന്ന എക്സ്പെൻസസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് April 2018 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഡിപ്രീസിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എത്ര മാസമാണെന്നുള്ള കറക്റ്റ് നോക്കാം. ഏപ്രിൽ മുതൽ ഡിസംബർ വരെയാണ് ഡിപ്രീസിയേഷൻ വരാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കാം. Okay, material issued 3,50,000, wages 3,20,000, administrative expenses 79,350, plan purchase 40,000. ഇപ്പോൾ പ്ലാൻ ഉണ്ട്. അപ്പോൾ എന്തായാലും ഡിപ്രീസിയേഷൻ ഉണ്ടായിരിക്കും. A supervisor with monthly salary of 1,200 has spent about half of his time on this contract. ഒരു സൂപ്പർവൈസർ അയാൾ മന്ത്ലി സാലറി 1,200 രൂപയാണ്. ഹി സ്പെൻഡ് അയാളുടെ ഹാഫ് ഓഫ് ടൈം ഈ കോൺട്രാക്റ്റിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പ്ലാൻ വിച്ച് കോസ്റ്റ് ₹5,000 വാസ് ലോസ്റ്റ് ഇൻ ആക്സിഡൻറ്റ് ഓൺ 31st December. അപ്പോൾ പ്ലാന്റ് പർച്ചേസ് ചെയ്ത് 40,000, അതിൽ 5,000 നമുക്ക് ലോസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ബാക്കി ഇനി 35,000 ഉണ്ടാവുള്ളൂ. പ്ലാൻ വിച്ച് കോസ്റ്റ് 10,000 വാസ് റിട്ടേൺ ടു സ്റ്റോർ. അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, 10,000 നമ്മൾ സ്റ്റോറിലേക്ക് റിട്ടേൺ ചെയ്തു. അപ്പോൾ പ്ലാന്റിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം 40,000 ആണ് പ്ലാന്റ്. അതിൽ 5,000 നമുക്ക് ആക്സിഡൻ്റ് ആയി പോയി. ബാക്കി ഇനി 35,000-നാണ് നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാണ്ടാവുള്ളൂ. ഈ 35,000-ൽ തന്നെ നമുക്ക് 10,000 എന്ത് ചെയ്തിട്ട് നമ്മൾ സ്റ്റോറിലേക്ക് റിട്ടേൺ ചെയ്തു. അപ്പോൾ ഇനി സൈറ്റിൽ 25,000-ൻ്റെ പ്ലാന്റേ ഉണ്ടാവുള്ളൂ. Okay, certain material costing 5,000 which were found unsuited for the contract were sold. അപ്പോൾ 6,000 rupees നമ്മൾ certain materials കണ്ടു. അത് 5,000-ൻ്റെ അടുത്തുള്ള മെറ്റീരിയൽസ് അൺസ്യൂട്ടായി കണ്ടു. അത് നമ്മൾ 6,000 സെല് ചെയ്തു. കോസ്റ്റ് ഓഫ് വർക്ക് ഡൺ ബട്ട് അൺസർട്ടിഫൈഡ് വാസ് 24,000. കോസ്റ്റ് ഓഫ് വർക്ക് ഡൺ ചെയ്തിട്ടുണ്ട്, സർട്ടിഫൈ ചെയ്യാത്തത് 24,000 ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റിംഗ് ₹31,000 വേർ ഹാൻഡ് ഓൺ സൈറ്റ്. മെറ്റീരിയൽ 31,000-ൻ്റെ അടുത്ത് സൈറ്റിലുണ്ട്. കോൺട്രാക്ട് പ്രൈസ് വാസ് 15 lakh. 15 lakh ആണ് കോൺട്രാക്ട് പ്രൈസ്. ക്യാഷ് റിസീവ്ഡ് ഓൺ അക്കൗണ്ട് അപ് ടു 31st December എമൗണ്ട് ടു 8 lakh. 8 lakh നമുക്ക് ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 80% എന്താണ്, വർക്ക് സർട്ടിഫൈഡ് ആണ്. ഓക്കെ, ആൻഡ് ചാർജ് ഡിപ്രീസിയേഷൻ അറ്റ് 20% പെർ ആനം ഓൺ പ്ലാൻ. പ്രിപ്പയർ കോൺട്രാക്ട് അക്കൗണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ മെറ്റീരിയൽ ക്വസ്റ്റ്യനിലുണ്ട് 3,50,000, വേജസ് ക്വസ്റ്റ്യനിലുണ്ട് 3,20,000, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 79,350, പ്ലാന്റ് 40,000. ഓക്കെ, ഇനി നമ്മളോട് പറയണത് ഒരു സൂപ്പർവൈസർ ഉണ്ട്. അയാളുടെ സാലറി 1,200 ആണ്. അങ്ങനെ 1,200 9 months ആണ്, ഏപ്രിൽ മുതൽ ഡിസംബർ വരെ. അപ്പോൾ 9 months ആണ് ഉണ്ടാവാം. അതിൽ അയാളുടെ പകുതിയാണ് അയാൾ സ്പെൻഡ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ 1,200 ഇൻറ്റു 1/2 ഇൻറ്റു 9, സോ 5,400. ഓക്കെ, ഇനി ഇവിടെ വർക്കിംഗ് പ്രോഗ്രസ്സിൽ നോക്കാം. വർക്ക് സർട്ടിഫൈഡ് എത്രയാണ്, നമുക്ക് ക്യാഷ് റിസീവ് ചെയ്തിരുന്നത് ഡിസംബർ 31st വരെ 8 lakh ആണ്. സോ 8 lakh അതിൻ്റെ 80% എന്താണ്, വർക്ക് നമ്മൾ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഇൻറ്റു 100. സോ നമ്മുടെ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് എത്രയാണ്, 10 lakh ആണ്. വർക്ക് അൺസർട്ടിഫൈഡ് 24,000 ആണ്. സോ 10,24,000. ഇനി നമ്മൾ പറഞ്ഞു പ്ലാന്റ് ലോസ് ചെയ്തു, നഷ്ടപ്പെട്ടു. അത് 5,000 ഇവിടെ കാണിക്കണം. പ്ലാന്റ് റിട്ടേൺ ചെയ്ത് 10,000, അതിന് നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുത്തു. ഓർമ്മയുണ്ടോ, നിങ്ങൾ പറഞ്ഞു പ്ലാന്റ് റിട്ടേൺ ടു സൈറ്റ് 10,000, അതിന് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം 1,500 ഫോർ 9 months. ഓക്കെ, then planned at site
പ്ലാന്റ് അറ്റ് സൈറ്റിലുണ്ട് 25,000 ആണ് ഉണ്ടാവുക, അതിന് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തു. സോ 21,250. അപ്പോൾ ഇവിടെ നിങ്ങൾ ഡിപ്രീസിയേഷൻ 9 months പ്രകാരം ചെയ്യണം. ഇനി മെറ്റീരിയൽ സെയിൽ ചെയ്തിട്ടുണ്ട് 6,000, മെറ്റീരിയൽ ഇൻ ഹാൻഡ് 31,000 ഉണ്ട്. പ്ലാന്റ് ഡിപ്രീസിയേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ചെയ്യാം. ഇനി ഇവിടെ നോക്കേണ്ടത് എത്ര എമൗണ്ട് നമ്മൾ നോഷണൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ കോൺട്രാക്റ്റിൻ്റെ വാല്യൂ 15 lakh ആണ്. 10 lakhൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എബോവ് 50% നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2/3 നമ്മൾ എന്ത് ചെയ്യാം, 2/3 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയത് 3 lakh × 2/3 × 80 ആണ്. നമ്മുടെ വർക്ക് സർട്ടിഫൈഡ് ക്യാഷ് റിസീവ്ഡ് 100 ആണ്. അപ്പോൾ 3 lakh × 2/3 × 80 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 1,60,000 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. 1,40,000 നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് അവിടെ കീപ്പ് ചെയ്യാം. ഓക്കെ, അടുത്ത ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. മൊഡ്യൂൾ 4-ലെ ചാപ്റ്റർ 4 ആണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ പ്രോസസ് കോസ്റ്റിംഗിൽ ബിഫോർ ഗോയിങ് ടു ദ പ്രോസസ് കോസ്റ്റിംഗ്, വാട്ട് ഈസ് മീൻ ബൈ എ പ്രോസസ്? ഫസ്റ്റ് വി വിൽ എക്സ്പ്ലെയിൻ വാട്ട് ഈസ് മീൻ ബൈ എ പ്രോസസ്. എന്താണ് പ്രോസസ്? ചില പ്രൊഡക്റ്റിന് 2 or 3 സ്റ്റേജസിൽ കൂടെ പാസ് ചെയ്താൽ മാത്രമേ ഫൈനൽ പ്രൊഡക്റ്റ് ആവുള്ളൂ. ഓക്കെ, കംപ്ലീഷന് മുൻപ് മാനുഫാക്ചറിങ് സ്റ്റേജസ് എന്ന് പറയുമ്പോൾ 1 or 2 or 3 1 or more സ്റ്റേജസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ സ്റ്റേജ് ഓഫ് മാനുഫാക്ചറിന് നമ്മൾ പറയുന്ന പേരാണ് പ്രോസസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ടേംഡ് ആസ് ഈച്ച് സ്റ്റേജ് ഓഫ് മാനുഫാക്ചർ ക്യാൻ ബി ടേംഡ് ആസ് എ പ്രോസസ് എന്ന് പറയും. സോ the method of costing followed in such industry is process costing. Process costing is one of the basic method of costing. ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗിൽ ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് ഇതെന്നാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു അസർട്ടൈൻ ദ കോസ്റ്റ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ. ഞാൻ പറഞ്ഞു ചില ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ഗോ ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജസിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് ഓഫ് കോസ്റ്റിംഗിനെയാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയാം. ലാസ്റ്റ്, അതായത് ഓരോ പ്രോസസ്സിൻ്റെയും എൻഡിൽ എന്ത് അസർട്ടൈൻ ചെയ്യാൻ പറ്റും? കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്റ്റേജിലെയും ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ അസർട്ടൈൻ ദ കോസ്റ്റ് പെർ യൂണിറ്റ്. അതുകൊണ്ടാണ് പ്രോസസ് കോസ്റ്റിംഗ് ഈസ് ആൾസോ നോൺ ആസ് ആവറേജ് കോസ്റ്റിംഗ് എന്ന് പറയും. അപ്പോൾ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയാം. ഒരു പ്രൊഡക്റ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് മാനുഫാക്ചറിൽ കൂടെ പാസ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവുന്നതിന് മുൻപ് ഡിഫറെൻറ്റ് സ്റ്റേജസിൽ കൂടെ പാസ് ചെയ്യണം. സോ അങ്ങനത്തെ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓരോ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനിലെ കോസ്റ്റ് അനലൈസ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? പ്രോസസ് കോസ്റ്റിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. So next, definition of process costing ആണ്. According to Kohler, process costing is a method of costing whereby cost is charged to processes or operations and averaged over unit produced. അപ്പോൾ according to Kohlerൻ്റെ പ്രകാരം പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു കോസ്റ്റിങ്ങിൻ്റെ മെത്തേഡാണ്. അതിൽ കോസ്റ്റ് നമ്മൾ ഓരോ പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ ഓപ്പറേഷനിലേക്ക് ചാർജ് ചെയ്തിട്ട് അവസാനം ആവറേജ്ഡ് ആയിട്ടാണ് നമ്മൾ ആവറേജ് കോസ്റ്റ് നമ്മൾ യൂണിറ്റ് പ്രൊഡ്യൂസിൻ്റെ മേലെ ഫൈൻഡ് ഔട്ട് ചെയ്യും. അതാണ് പ്രോസസ് കോസ്റ്റിംഗ്. നെക്സ്റ്റ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഇൻ ദോസ് ഇൻഡസ്ട്രീസ് വെർ പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ്. പ്രൊഡക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിലാണ് ഇത് യൂസ് ചെയ്യാം, പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പ്രൊഡക്റ്റ് ഹാസ് ടു പാസ് ത്രൂ 2 or more ഡിഫറെൻറ്റ് സ്റ്റേജസിൽ കൂടെ പാസ് ചെയ്യണം. കംപ്ലീഷന് മുൻപ് പ്രൊഡക്റ്റിന് 2 or 3 ഡിസ്റ്റൻറ്റ് പ്രോസസ്സിൽ കൂടെ പാസ് ചെയ്യണം. പ്രൊഡക്റ്റ് എല്ലാം ഹോമോജീനിയസും സ്റ്റാൻഡർഡൈസ് ആയിരിക്കും. പ്രൊഡക്റ്റ് ഓരോ പ്രൊഡക്ട്സ് ആർ നോട്ട് ഡിസ്റ്റിങ്വിഷബിൾ ഇൻ ദ പ്രോസസ് സ്റ്റേജിങ്. പ്രോസസ് സ്റ്റേജിങ്ങിൽ നമുക്ക് പ്രൊഡക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കോസ്റ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പ്രോസസ് ടു അനദർ പ്രോസസ് അലോങ് വിത്ത് ദ ഔട്ട്പുട്ടിൻ്റെ കൂടെ തന്നെ കോസ്റ്റ് നമ്മൾ ഒരു പ്രോസസ്സിൽ നിന്ന് വേറെ പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പറയുന്നത്. സോ ദിസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. ഇനി അപ്ലിക്കേഷൻസ്. പ്രോസസ് കോസ്റ്റിംഗ് ഏതൊക്കെ ഇൻഡസ്ട്രീസിലാണ് അപ്ലൈ ചെയ്യാം? പ്രൊഡക്ഷൻ സ്റ്റാൻഡർഡൈസ് ആയ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാം, പ്രോസസ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യും. പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, അതേപോലെ തന്നെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അല്ല പ്രോസസ് കോസ്റ്റിംഗ് നമ്മൾ അപ്ലൈ ചെയ്യും. ആൻഡ് പ്രൊഡക്റ്റ് നമ്മൾ ആ പ്രോസസ്സിങ് സ്റ്റേജിൽ നമുക്ക് പ്രൊഡക്റ്റിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ലെങ്കിലും വി അപ്ലൈ പ്രോസസ് കോസ്റ്റിംഗ് നമ്മൾ അപ്ലൈ ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ,
ഒരു പ്രോസസ്സ്, അതായത് ഫസ്റ്റ് പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രോസസ്സിൻ്റെ ഇൻപുട്ട് ആണെങ്കിൽ അവിടെ നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യുക? വി വിൽ അപ്ലൈ ദ പ്രോസസ് കോസ്റ്റിംഗ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഇനി ജോബ് കോസ്റ്റിംഗ് വേഴ്സസ് പ്രോസസ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗും പ്രോസസ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗിൽ നമ്മൾ പറഞ്ഞു പ്രൊഡക്റ്റ്, ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കസ്റ്റമറിൻ്റെ സ്പെസിഫിക് ഓർഡർ പ്രകാരമാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാം. പ്രോസസ് കോസ്റ്റിംഗ് അങ്ങനെയല്ല, കണ്ടിന്യൂസ് ആണ്. ജോബ് കോസ്റ്റിംഗിൽ ഒരിക്കലും നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ല. പ്രോസസ് കോസ്റ്റിംഗിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി പ്രൊഡക്റ്റ് മേക്ക് ചെയ്യും. ഇനി ജോബ് കോസ്റ്റിൻ്റെ കേസിൽ ഓരോ ജോബും ഡിഫറെൻ്റ് ആണ്. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ എല്ലാ യൂണിറ്റ്സും ഹോമോജീനിയസ് ആണെന്ന് പറയുന്നത്. ഇനി എന്തില്ല, ജോബ് കോസ്റ്റിങ്ങിൽ ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അടുത്ത യൂണിറ്റിൻ്റെ ഇൻപുട്ട് അല്ല. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രോസസ് കോസ്റ്റിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രോസസ്സിൻ്റെ എന്താണ്, ഇൻപുട്ടാണ്. പിന്നെ കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ഫോർ ഈച്ച് ആക്ടിവിറ്റീസിന് കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്ന പറയുന്നത് ഇവിടെ അങ്ങനെയല്ല. So these are the importance or a difference between job costing and process costing. Any advantages and disadvantages of process costing, the advantages and disadvantages. ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ പ്രോസസ്സും നമുക്ക് ഈസിലി കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓരോ പ്രോസസ്സിലെയും കോസ്റ്റ് നമുക്ക് ഈസിലി കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റ് എല്ലാം ഐഡൻറ്റിക്കലാണ്, ഹോമോജീനിയസ് ആണ്. പിന്നെ ഒരു ഷോർട്ട് പീരീഡിൽ ഷോർട്ട് ഇൻ്റർവെല്ലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. പിന്നെ ഇതിലെ അക്കൗണ്ടിങ് സിസ്റ്റം സിംപിളറാണ്, ലെസ് എക്സ്പെൻസീവ് ആണ്. അതേപോലെ തന്നെ ഓരോ പ്രോസസ്സിൻ്റെയും എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ആണ്. വാല്യൂ ഓഫ് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ വാല്യൂഷൻ വെരി ഡിഫിക്കൾട്ടാണ്. അതേപോലെ തന്നെ ലോസസ്, വേസ്റ്റ്, സ്ക്രാപ്പ് ഇതിനൊക്കെ വാല്യൂഷൻ ഈസി അല്ല എന്നാണ് പറയണത്. പിന്നെ അതേപോലെ തന്നെ ടോട്ടൽ കോസ്റ്റും ജോയിൻറ്റ് പ്രൊഡക്റ്റും ബൈ പ്രൊഡക്റ്റും ഉള്ള പോർഷൻ വെരി ഡിഫിക്കൾട്ടാണ്. അതായത് നമ്മൾ ഈ പ്രോസസ് കോസ്റ്റിങ്ങിൽ ഓരോ സ്റ്റെപ്പിലും നമുക്ക് എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ബൈ പ്രൊഡക്ട്സും ജോയിൻറ്റ് പ്രൊഡക്ട്സും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പോർഷൻ എന്ന് പറയുന്നത് വെരി ഡിഫിക്കൾട്ടായിട്ടാണ് പറയുന്നത്. പിന്നെ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റിംഗ് ആണ് അല്ലേ. ആദ്യം നമ്മൾ പ്രോസസ് 1 വന്ന് പ്രോസസ് 2 വന്ന് പ്രോസസ് 3 എന്ന് പറയുമ്പോൾ 3 എണ്ണത്തിൻ്റെയും കൂടി ഒരു ആവറേജ് കോസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് ആക്യുറേറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലാണ്. ഒരു പ്രൊഡക്റ്റ് അല്ല കൂടുതൽ പ്രൊഡക്റ്റ് മേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻ ഈസ് വെരി ഡിഫിക്കൽട്ട്. ഇതെല്ലാമാണ് ഏത് പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയി പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രൊസീജിയേഴ്സ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് സെപ്പറേറ്റ് പ്രോസസ് അക്കൗണ്ട് നമ്മൾ ഓരോ പ്രോസസ്സിനും ഓപ്പൺ ചെയ്യണം. അതിൽ 2 കോളം ഉണ്ടായിരിക്കണം, 2 സൈഡിൽ ഡെബിറ്റ് പ്രോസസ് അക്കൗണ്ട് ഉണ്ടായിരിക്കും, 2 സൈഡിൽ 2 കോളം ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ നമ്മുടെ ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരമാണ്. അപ്പോൾ ഒരു സൈഡിൽ 2 അക്കൗണ്ട് ഉണ്ടായിരിക്കണം, യൂണിറ്റ് കോളം എമൗണ്ട് കോളം, അടുത്ത സൈഡിലും യൂണിറ്റ് കോളം എമൗണ്ട് കോളം ഉണ്ടായിരിക്കണം. എല്ലാ എക്സ്പെൻസസും നമ്മൾ ഡെബിറ്റ് ചെയ്യണം, എല്ലാ ഇൻകംസും നമ്മൾ എന്ത് ചെയ്യാം, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. വേസ്റ്റേജ്, സെയിൽ ഓഫ് സ്ക്രാപ്പ് അങ്ങനത്തെ എല്ലാം നമ്മൾ ഏത് സൈഡിൽ കാണിക്കണം, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഡെബിറ്റും ക്രെഡിറ്റ് സൈഡും ഷോ ചെയ്യുന്നതാണ് ദ പ്രോഫിറ്റ് ഓർ ലോസ്. അത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് ഡെബിറ്റ് സൈഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് ഷോ ചെയ്യണ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഷുഡ് ബി ക്യാരിഡ് ടു ദ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് നമ്മൾ ക്യാരി ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പെർ യൂണിറ്റ്, ഓരോ പ്രോസസ്സിലും എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള ബേസിൽ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദ ലാസ്റ്റ് പ്രോസസ് ഷുഡ് ബി ദ ഇൻപുട്ട് ഓഫ് ദ നെക്സ്റ്റ് സ്റ്റോക്ക്. നമ്മൾ ഔട്ട്പുട്ട് ഓഫ് ദി ഒരു പ്രോസസ്സിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ദ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ദ നെക്സ്റ്റ് പ്രോസസ്സിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം, ഫിനിഷ്ഡ് സ്റ്റോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ ഇതാണ് നമ്മുടെ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയറായി പറയുന്നത്. അപ്പോൾ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ 1, 2, 3 പ്രോസസ്സ് ഉണ്ട് അല്ലെങ്കിൽ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യാം. കണ്ടിന്യൂസ് ആണ്, പ്രൊഡക്റ്റ് ഹോമോജീനിയസ് ആണ്, നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. ബൾക്ക് മേക്കിംഗ് ആയിരിക്കും ഏതിലുണ്ടായിരിക്കാം, പ്രോസസ് കോസ്റ്റിങ്ങിൽ ഉണ്ടായിരിക്കാം. നെക്സ്റ്റ് ടോപ്പിക് പ്രിപ്പറേഷൻ ഓഫ് പ്രോസസ് അക്കൗണ്ട്. പ്രോസസ് അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനാണ്. ഫസ്റ്റ് സിമ്പിൾ പ്രോസസ് അക്കൗണ്ട്, സെക്കൻഡ് വൺ നോർമൽ പ്രോസസ് അക്കൗണ്ട്, തേർഡ് പ്രോസസ് കോസ്റ്റിംഗ് വിത്ത് ലോസ് ഇൻ വെയിറ്റ് ആൻഡ് വാല്യൂഷൻ ഓഫ് സ്റ്റോക്ക്, ഫോർത്ത് ലോസ് ഇൻ വെയിറ്റ് ആൻഡ് സ്റ്റോക്ക് റിലേറ്റിംഗ് ടു പ്രീവിയസ് പ്രോസസ് ആർ നോൺ, ഫിഫ്ത്ത് വിത്തിൻ ലോസ് വെയിറ്റ് സെയിൽ ഓഫ് സ്ക്രാപ്പ് partial transfer to next process, abnormal process loss, abnormal gain, normal losses versus abnormal loss. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അബ്നോർമൽ ഗെയിനും അബ്നോർമൽ പ്രോസസ് ലോസും ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്.
അപ്പോൾ ഇതിൽ സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് ആണ്. സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ് പ്രിപ്പയർ ചെയ്യാൻ. സെപ്പറേറ്റ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓരോ പ്രോസസ്സിനും എല്ലാ കോസ്റ്റും മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ് എല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അതേപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രോസസ്സിനെ നമ്മൾ നെക്സ്റ്റ് സൈഡിലേക്ക് ക്യാരി ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. സിംഗിൾ പ്രോസസ് അക്കൗണ്ട് വിത്തൗട്ട് പ്രോസസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആസ് യൂഷ്വൽ ഡബിൾ എൻട്രി സിസ്റ്റം പോലെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കൊടുക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാ എക്സ്പെൻസസും നമ്മൾ ഡെബിറ്റ് സൈഡിൽ കൊടുക്കാം. എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് പ്രോസസ് എന്നുള്ള രീതിയിൽ ടോട്ടൽ എമൗണ്ട് നമ്മൾ നെക്സ്റ്റ് പ്രോസസ് എന്നുള്ള രീതിയിൽ ക്യാരി ചെയ്യാം. ഒരു എക്സാമ്പിൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. Product AB require 3 distant process, and after the third process the product is transferred to finished product. ഇതിൽ പ്രൊഡക്റ്റ് എ ബി എന്ന് പറയുന്നതിന് 3 പ്രോസസ്സ് ഉണ്ട്. മൂന്നാമത്തെ പ്രോസസ്സിൽ അതെന്തായിട്ട് കൺവേർട്ട് ആകും പോകും, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ വേരിയസ് പ്രോസസ് അക്കൗണ്ട് ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ. നമ്മളോട് പറയുന്ന താഴെ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ പ്രകാരം വേരിയസ് പ്രോസസ് അക്കൗണ്ട് ഉണ്ടാക്കണം. പ്രൊഡക്ഷൻ ഓവർഹെഡ് ടു ബി അലോക്റ്റഡ് ടു ഡിഫറെൻറ്റ് പ്രോസസ് ഓൺ ദ ബേസിസ് ഓഫ് 150% ഓഫ് ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസ് എത്രയാണോ അതിൻ്റെ 150% ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓവർഹെഡ് നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് വേറൊരു കാര്യം എന്താ വെച്ചാൽ പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ പീരീഡ് വാസ് 450 യൂണിറ്റ്സ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണത് ഈ പീരീഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്ര യൂണിറ്റ്സ് ആണ്, 450 ആണ്. ഓപ്പണിങ്ങും ക്ലോസിങ് സ്റ്റോക്കും ഒന്നുമില്ല എന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോസസ് അക്കൗണ്ട് 1 എന്നുള്ള രീതിയിൽ നമ്മൾ മേക്ക് ചെയ്യാം. ആദ്യം നമ്മൾ എത്ര യൂണിറ്റ്സ് ആണ് പറയുന്നത്, 450 യൂണിറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ 450 യൂണിറ്റ്സ് കൊടുത്തു. 5500 നമ്മുടെ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലാബർ 2900, ഡയറക്റ്റ് എക്സ്പെൻസസ് 1100, 2900ൻ്റെ 150% ആണ് പ്രൊഡക്ഷൻ ഓവർഹെഡ്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 450 യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 13,850. അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യണം, വി ഹാവ് ടു ട്രാൻസ്ഫർ ടു ദ പ്രോസസ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രോസസ് ടു അക്കൗണ്ട് ട്രാൻസ്ഫർ എത്ര 450, 13,850. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യാം, ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ്. ടോട്ടൽ യൂണിറ്റ് 450 ആണ്. സോ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 30.78. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, പ്രോസസ് 1 ചെയ്തു അല്ലേ. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം, 3 പ്രോസസ്സ് ഉണ്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പ്രോസസ് 2 നോക്കാം. സോ നെക്സ്റ്റ് പ്രോസസ് 2. നെക്സ്റ്റ് പ്രോസസ് 2 അക്കൗണ്ട്. പ്രോസസ് 2 അക്കൗണ്ടിൽ ഫസ്റ്റ് നമ്മൾ ക്യാരി ഫോർവേഡ് പ്രോസസ് 1ൽ നിന്ന് ക്യാരി ചെയ്തത് വേണം ആദ്യം എഴുതാൻ. പ്രോസസ് 1ൽ നിന്ന് ക്യാരി ചെയ്ത 450 യൂണിറ്റ് 13,850. പിന്നെ ആ ഒരു കൊല്ലത്ത് നമുക്കുള്ള ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് ഈ പറഞ്ഞ പോലെ തന്നെ 3000 ആണ് നമ്മുടെ ഡയറക്റ്റ് ലേബർ. അതിൻ്റെ 150% എന്ന് പറയുമ്പോൾ 4500. അപ്പോൾ നമുക്ക് ആ ഒരു ഇയറിൽ വന്നിരിക്കുന്ന എക്സ്പെൻസ് 450 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 23,450. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ട്രാൻസ്ഫർ ടു ദ പ്രോസസ് 3 അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആ ബൈ പ്രോസസ് 3 അക്കൗണ്ട് ഇതേ പറഞ്ഞ പോലെ തന്നെ 23,450 ഡിവൈഡഡ് ബൈ 450. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വി ഗെറ്റ് ദ, ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്, കോസ്റ്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ആണ്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് 450 ഡിവൈഡ് ബൈ 2450 ആണ്, തെറ്റാണ്. കോസ്റ്റ് ഡിവൈഡ് ബൈ യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് വരേണ്ട പെർ യൂണിറ്റ് എത്രയാണ്, 52.11 ആണ് നമുക്ക് വന്നിരിക്കുന്ന പെർ യൂണിറ്റ് എക്സ്പെൻസസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു മൂവ് ടു ദ പ്രോസസ് 3 അക്കൗണ്ട്. ഇപ്പോൾ പ്രോസസ് 1 കംപ്ലീറ്റ് ചെയ്തു, പ്രോസസ് 2 ചെയ്തു, ഇനി പ്രോസസ് 3 റെക്കോർഡ് ചെയ്യണം. പ്രോസസ് 3 എന്ന് പറയുമ്പോൾ അതിൽ വരാം ഈ പറഞ്ഞ പോലെ ക്യാരി ഫോർവേഡ് ചെയ്ത 450, 23,450. അതിൻ്റെ കൂടെ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, പ്രൊഡക്ഷൻ ഓവർഹെഡ് എല്ലാം ആഡ് ചെയ്യാം. സോ 450, 27,350. ഇവിടെ നമ്മൾ ലാസ്റ്റിൽ ഒരിക്കലും നമ്മളിവിടെ എന്ത് ചെയ്യരുത്, ബൈ പ്രോസസ് 4 അക്കൗണ്ട് എന്ന് എഴുതരുത്. അതിന് പകരം ബൈ ഫിനിഷ്ഡ് ഗുഡ് അക്കൗണ്ട്, ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ കോസ്റ്റ് ഡിവൈഡ് ബൈ യൂണിറ്റ് ആണ്. കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ പറയുന്നു. 27,350 ഡിവൈഡഡ് ബൈ കോസ്റ്റ് 450, ഇറ്റ് ഈസ് ഈക്വൽ ടു 60.78. അതാണ് നമ്മുടെ എന്തെന്നാണ് ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് 27,350. നമ്മൾ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് 450 ആണ്. അതിൽ വന്നിരിക്കുന്ന പെർ യൂണിറ്റ് കോസ്റ്റ് എത്രയാണ്, 60.78 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നോർമൽ പ്രോസസ് ലോസ് ആണ്. നോർമൽ പ്രോസസ് ലോസസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അൺഅവോയ്ഡബിൾ ആണ്. ആൻഡ് ഇറ്റ് ഹാപ്പൺ ബിക്കോസ് ഓഫ് ദി ഇൻഹെറിറ്റഡ് നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഓർ പ്രൊഡക്ഷൻ പ്രോസസ്സ്. പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ ഇൻഹെറിറ്റഡ് നാച്ചർ കാരണം സംഭവിക്കുന്ന ലോസസ് ആണ് നോർമൽ പ്രോസസ് ലോസസ് എന്ന് പറയുന്നത്. സോ അതിനെ നമ്മൾ പൊതുവെ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ഇൻപുട്ടിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് ആയിട്ടാണ് നോർമൽ പ്രോസസ് ലോസിനെ നമ്മൾ കൺസിഡർ ചെയ്യാറ്.
സോ നോർമൽ പ്രോസസ് ലോസസ് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ലോസായി കൺസിഡർ ചെയ്യാറില്ല. അതൊരു പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. കോസ്റ്റ് പെർ ഗുഡ് യൂണിറ്റ് വിൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നോർമൽ ലോസസ് സംഭവിച്ചാൽ നമ്മുടെ കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ക്വാണ്ടിറ്റി ഇതിൽ മാത്രമേ കാണിക്കുകയുള്ളൂ, എമൗണ്ട് കോളത്തിൽ അതിന് നമ്മൾ കാണിക്കില്ല. സോ ഇതാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ലോസ് ഇൻ വെയിറ്റ്. ഇനി ഇതിൽ തന്നെ ഒരു കാര്യമുള്ള വെച്ചാൽ ഈ നോർമൽ ലോസിന് തന്നെ ചിലപ്പോൾ സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ നോർമൽ ലോസിന് എന്ത് കാണിക്കണം? അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂവിൻ്റെ എമൗണ്ട് അവിടെ എമൗണ്ട് കോളത്തിൽ പ്രൊവൈഡ് ചെയ്യണം. ഈ പ്രോബ്ലം നമുക്ക് നോക്കാം. From the following figures, show the cost of 3 processes of manufacture. The production of each process is passed on to the next process immediately on completion. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് 3 പ്രോസസ് ഓഫ് മാനുഫാക്ചർ ഉണ്ട്. പ്രോസസ് എന്ന് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ പ്രോസസ് ബിയുടെ ഇൻപുട്ട് ആയിരിക്കും. അപ്പോൾ ഓരോ പ്രോസസ്സിൽ നിന്ന് ഓരോ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഓരോ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് അത് മൂവ് ചെയ്യുന്നുണ്ടെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. വേജും മെറ്റീരിയൽ 30,400, 12,000, 29,250. വർക്ക് ഓവർ ഹെഡ് ഉണ്ട് 5,600, 5,250, 6,000. പ്രൊഡക്ഷൻ യൂണിറ്റിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് പ്രോസസ് എയിൽ 36,000 നമ്മൾ പ്രൊഡക്ഷൻ, പ്രോസസ് ബിയിൽ 37,500 ആണ്, പ്രോസസ് സിയിൽ 48,000 ആണ്. സ്റ്റോക്ക് ഉണ്ട്, ദാറ്റ് ഈസ് പ്രിസീഡിങ് പ്രോസസ്സിൻ്റെ സ്റ്റോക്ക് ഉണ്ട്. ഫസ്റ്റ് ജൂലൈ 2018 പ്രോസസ് ബിയിലും പ്രോസസ് സിയിലും 4,000ഉം 16,500 ആണ്. ദാറ്റ് ഈസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട് പ്രിസീഡിങ് പ്രോസസ്സിൽ 1,000 ഇൻ ദ കേസ് ഓഫ് പ്രോസസ് ബി ആൻഡ് പ്രോസസ് സിയുടെ കേസിൽ 5,500. അപ്പോൾ നമുക്കിവിടെ ഉണ്ടാക്കേണ്ടത് 3 പ്രോസസ് അക്കൗണ്ട് ഉണ്ടാക്കണം, എ ബി സി. സോ ഫസ്റ്റ് വി ഹാവ് ടു മേക്ക് ദ പ്രോസസ് എ അക്കൗണ്ട്. പ്രോസസ് എ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് എത്രയാണ്? 36,000 അല്ല, മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് യൂണിറ്റ്സ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് 36,000 ആണ്. ആൻഡ് നമ്മുടെ വേജസ് ആൻഡ് മെറ്റീരിയൽ എത്രയാണ്? 30,400. ഓക്കെ, അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്തു. സെക്കൻഡ് വൺ വർക്ക് ഓവർ ഹെഡ് ആണ്. വർക്ക് ഓവർ ഹെഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 5,600, അത് കാണിച്ചു. ഓക്കെ, ഇനി എന്താണുള്ളത്? ഇനി നമുക്കുള്ളത് വേറെ ഒന്നുമില്ല, ടോട്ടൽ ചെയ്യാം. സോ 36,000. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഓപ്പണിംഗ് സ്റ്റോക്കേ ഉണ്ടായിരിക്കുള്ളൂ, ക്ലോസിംഗ് സ്റ്റോക്ക് ആദ്യത്തേൽ ഉണ്ടായിരിക്കില്ല. ഓപ്പണിംഗ് സ്റ്റോക്കും ഉണ്ടായിരിക്കില്ല, ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ടായിരിക്കില്ല, അത് അടുത്തേലാണ് വരാം. അപ്പോൾ നമ്മളിതിനെ പ്രോസസ് ബിയിലേക്ക്, ഈ 36,000നെ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു കൺവേർട്ടഡ് ഇൻ ടു പ്രോസസ് ബിയിലേക്ക് നമ്മളതിനെ എന്ത് ചെയ്യണം? കൊടുക്കണം അല്ലേ? ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രോസസ് എയുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പ്രോസസ് ബിയുടെ ഇൻപുട്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കാണണം. കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കാണാൻ വെച്ചാൽ 36,000 ആണ് ടോട്ടൽ കോസ്റ്റ് ഫോർ പ്രൊഡ്യൂസിങ് 36,000 യൂണിറ്റ്സ്. 36,000 രൂപ 36,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 രൂപയാണ് നമ്മുടെ കോസ്റ്റ് പെർ യൂണിറ്റ്. ഈ 1 രൂപ വെച്ചിട്ടാണ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയും വാല്യൂ കാണാം. ഇവിടെ നമുക്ക് യൂണിറ്റ്സ് തന്നിട്ടുള്ളൂ. യൂണിറ്റ് ഫ്രം പ്രിസീഡിങ് പ്രോസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ എമൗണ്ട് നമുക്കറിയില്ല, എത്രയാണ് നമുക്കറിയില്ല. അപ്പോൾ പെർ യൂണിറ്റ് നമ്മൾ ഏതാ എടുക്കുക? ഈ ഒരു 1 റുപ്പിയാണ് നമ്മൾ എന്ത് ചെയ്യാം? ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയും ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും പെർ യൂണിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. സോ പ്രോസസ് ബി അക്കൗണ്ടിൽ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ 4,000 ആണ് നമ്മൾ വരുന്ന യൂണിറ്റ്സ് അല്ലേ? 4,000 യൂണിറ്റ്സ് ആണുള്ളത്. 4,000 യൂണിറ്റ്സ് 1 രൂപ പ്രകാരം 4,000. ഓക്കെ, ഇനി 1 രൂപ എങ്ങനെയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ 1 രൂപയാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി പ്രോസസ് എയിൽ ട്രാൻസ്ഫർ ചെയ്ത് 36,000. Wages and materials 12,000 as per the question. Work overhead 5,250. അപ്പോൾ ടോട്ടൽ ചെയ്യാം. സോ ടോട്ടൽ ഈസ് ഈക്വൽ ടു 4,000 യൂണിറ്റ്സ്. എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ 57,250. ടോട്ടൽ കോളം ടോട്ടൽ ചെയ്യുമ്പോൾ 40,000 യൂണിറ്റ്സ്. എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ 57,250 യൂണിറ്റ്സ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് അല്ലേ? ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് 1,000. നമ്മൾ പെർ യൂണിറ്റ്സ് 1,000, എമൗണ്ട് 1, സോ 1,000 അല്ലേ? ഇനി എന്താണുള്ളത്? 37,000 ആണ് നമ്മൾ പ്രോസസ് ബിയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ? കാരണം എന്താണ്? 37,500 ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? നോക്കൂ, ഇവിടെ നമ്മൾ പ്രോസസ് ബിയിൽ നമ്മുടെ ടോട്ടൽ യൂണിറ്റ് എത്രയാണ്? 37,500 ആണ്. 40,000 ഉണ്ടെങ്കിലും അതിൽ 37,500 ആണ് അല്ലേ? 37,500 ആണ് നമ്മുടെ യൂണിറ്റ്സ് നമ്മൾ മേക്ക് ചെയ്തത്. അതിൽ 1,000 എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കും കൂടി ആയിട്ടുണ്ടെങ്കിൽ 38,500. ദ ബാലൻസ് 1,500 എന്ന് പറയുന്നതാണ് എന്ത്? ഇറ്റ്സ് എ ലോസ് ആയിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബൈ ലോസ് ഇൻ വെയിറ്റ് ബാലൻസിങ് ഫിഗർ. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ കൊടുത്തു 1,000 യൂണിറ്റ്സ് 1,000 ഫോർ 1 യൂണിറ്റിന് 1 rupees ഫോർ 1,000 യൂണിറ്റ് ഇറ്റ് ഈസ് 1,000. ഓക്കെ, ഇനി പ്രോസസ് ചെയ്യുന്ന നമ്മൾ ആദ്യം ക്യാരി ഫോർവേഡ് ചെയ്തു. ദാറ്റ് ഈസ് ഹിയർ 40,000 എഴുതരുത്, 37,500 ബിക്കോസ് ഇറ്റ് ഈസ് മെൻഷൻ ഇൻ ദ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ 37,500, 56,250 അല്ലേ? അപ്പോൾ ബാക്കിയുള്ള യൂണിറ്റ്സ് എന്താണ്? ഇറ്റ് ഈസ് നോർമൽ ലോസ് ആണ്. അപ്പോൾ 56,250
divided by 37,500 is equal to 1.50. ഈ 1.50 ആണ് അടുത്ത നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും വാല്യൂ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയലും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് ഈ 1.50. ഓക്കെ, സോ നെക്സ്റ്റ് വി ഹാവ് ടു മൂവ് ടു ദ പ്രോസസ് ബി അക്കൗണ്ടിലേക്ക് മൂവ് ചെയ്യാം. പ്രോസസ് ബി അല്ല, പ്രോസസ് സി അക്കൗണ്ട്. പ്രോസസ് സി അക്കൗണ്ടിൽ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. എത്രയാണ്? 16,500ഉം 24,750. ഈ 16,000 ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 16,500 എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 16,500 ആണ്. സോ 16,500 into 1.5 it is equal to 24,750 ആണ്. നെക്സ്റ്റ് പ്രോസസ് ബിന്ന് ട്രാൻസ്ഫർ ചെയ്തത് 37,500 ആണ്. 56,250. വേജസ് ആൻഡ് മെറ്റീരിയൽസ് ആസ് യൂഷ്വൽ ക്വസ്റ്റ്യനിലുള്ളത് അതേപോലെ എഴുതാം. വർക്ക് ഓവർഹെഡും എഴുതാം. സോ ടോട്ടൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹിയർ 54,000 ആണ് നമ്മുടെ ടോട്ടൽ യൂണിറ്റ്സ്. ടോട്ടൽ യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു 54,000 ആൻഡ് ദ ടോട്ടൽ എമൗണ്ട് ഈസ് 1,16,250. പിന്നെ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ് നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ട് എത്രയാണ്? ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ് ഇൻ ദ കേസ് ഓഫ് പ്രോസസ് സി എന്ന് പറയുന്നത് 48,000 ആണ്. ഓക്കെ, സോ 48,000 ആണ്. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 5,500 ആണ്. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് 5,500 into 1.50 ഇറ്റ് ഈസ് ഈക്വൽ ടു 8,250 അല്ലേ? ഇനി നമ്മളിത് ടോട്ടൽ ചെയ്യാം. സോ 48,000 ആണ്. ടോട്ടൽ വന്നിട്ടുള്ള 58,000 ആണ്. നമുക്കറിയാം 48,000 ആണ് അല്ലേ? 48,000 ആണ് പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ് ഓഫ് സിയുടെ 48,000 ആണ് അല്ലേ? അപ്പോൾ 48 ആൻഡ് 1,16,250 ആണ് നമുക്ക് പ്രോസസ് സിയുടെ ഡെബിറ്റ് സൈഡിൽ വന്നത്. സോ 1,16,250 മൈനസ് 8,250 ഇറ്റ് ഈസ് ഈക്വൽ ടു 1,08,000. സോ 1,08,000 48,000 1,08,000 ഇവിടെ കൊടുക്കാം. 48,000 ബാക്കി വരുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിച്ച് എമൗണ്ട് കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് യു റൈറ്റ് ദ പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ്. നിങ്ങൾ ക്വസ്റ്റ്യനിൽ തന്ന 48,000 എഴുതാം. ഈ 1,16,250 8,250 ലെസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ 1,08,000. ഇനി ഇതിൻ്റെ നോക്കാം. നമുക്ക് പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ്സ് ടോട്ടൽ വന്നിരിക്കുന്നത് 54,000 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ യു റൈറ്റ് 54,000. എത്രയാണോ ഇവിടെ വരുന്ന ഷോർട്ട് അതാണ് എന്ത് യുവർ ലോസ് ഇൻ വെയിറ്റ്. അപ്പോൾ അത് ബാലൻസിങ് ഫിഗറായിട്ട് കാണിക്കാം. സോ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് അബ്നോർമൽ പ്രോസസ് ലോസ് ആണ്. അപ്പോൾ നോർമൽ പ്രോസസ്സ് നമ്മൾ കണ്ടു. നോർമൽ പ്രോസസ് ലോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പെർസെൻറ്റേജ് ഓഫ് ഇൻപുട്ട് ആയിരിക്കും. ആക്ച്വൽ ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് നമ്മൾ എന്താണ് നോർമൽ ലോസ് ഓർ ആക്ച്വൽ ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ടോട്ടൽ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു, ടോട്ടൽ യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആക്ച്വൽ ലോസ് ഇൻ പ്രോസസ് ഈസ് ഗ്രേറ്റർ ദാൻ എസ്റ്റിമേറ്റഡ് നോർമൽ ലോസ്. അതിനെയാണ് നമ്മൾ അബ്നോർമൽ ലോസ് എന്ന് പറയുക. ആക്ച്വൽ ലോസിനെക്കാട്ടിയും അല്ലെങ്കിൽ നമ്മൾ നോർമൽ ലോസിനെക്കാട്ടിയും എബോവ് ഉള്ള ലോസിനെ നമ്മൾ എന്ത് വിളിക്കും? വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ നോർമൽ ലോസ് എന്ന് വിളിക്കും. അപ്പോൾ ലോസ് ഓവർ ആൻഡ് എബോവ് നോർമൽ ലോസ്, നമ്മുടെ നോർമൽ ലോസിൻ്റെ മുകളിലുള്ള ലോസിനൊക്കെ നമ്മൾ എന്ത് വിളിക്കും? നോർമൽ ലോസ് എന്ന് വിളിക്കും. അപ്പോൾ നോർമൽ ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ അബ്നോർമൽ വേസ്റ്റേജ് ഈസ് ഈക്വൽ ടു ഓർ അബ്നോർമൽ ലോസ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ ലോസ് മൈനസ് നോർമൽ ലോസ്. ആക്ച്വൽ ലോസിൽ നിന്ന് നോർമൽ ലോസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അബ്നോർമൽ ലോസ് കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ലോസ് നമ്മൾ പൊതുവേ സ്ക്രാപ്പ് ഇല്ലെങ്കിൽ നമ്മൾ എവിടെ കാണിക്കാം? യൂണിറ്റ് കോളത്തിൽ മാത്രമേ കാണിക്കുള്ളൂ. സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ എമൗണ്ട് നമ്മൾ എമൗണ്ട് കോളത്തിലും കൂടി കാണിക്കണം അല്ലേ? അപ്പോൾ അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ അബ്നോർമൽ വേസ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ലോസ് മൈനസ് നോർമൽ ലോസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അബ്നോർമൽ ലോസ് ഓർ അബ്നോർമൽ വേസ്റ്റേജ് എന്ന് പറയും. അപ്പം ഒരു അബ്നോർമൽ വേസ്റ്റേജ് വന്നാൽ അബ്നോർമൽ വേസ്റ്റേജ് ഓർ അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ അതൊരു ലോസ് ആണ്. അത് റെഗുലർ ലോസ് അല്ല, ഇറ്റ് ഈസ് അൺഎക്സ്പെക്റ്റഡ് ലോസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോസസ് കോസ്റ്റിനെ അത് എഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി അലൗഡ് ടു എഫക്ട് ദ പ്രോസസ് കോസ്റ്റ്. നോർമൽ ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഒരു അബ്നോർമൽ ലോസ് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും പ്രോസസ് കോസ്റ്റിനെ എഫക്റ്റ് ചെയ്യരുത്. വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യരുതെന്നാണ് പറയുന്നത്. അതിനെ സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഷോ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ സെപ്പറേറ്റ് തന്നെ ഷോ ചെയ്യണം. അത് പ്രോസസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. അതിൻ്റെ ജേണൽ എൻട്രീസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും.
സോ ജേണൽ എൻട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ വാല്യൂ ഓഫ് എബ്നോർമൽ ലോസിന് ജേണൽ എൻട്രി എബ്നോർമൽ ലോസ് ടു പ്രോസസ് അക്കൗണ്ട്. അപ്പോൾ പ്രോസസ് അക്കൗണ്ട് ബൈ എബ്നോർമൽ ലോസ് എന്നുകൊണ്ട് കാണിക്കണം. അതേപോലെ തന്നെ അത് റിലൈസ് ചെയ്താൽ നമുക്ക് ക്യാഷ് കിട്ടും. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അപ് ടു എബ്നോർമൽ ലോസ് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എഴുതിയിട്ട് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു എബ്നോർമൽ ലോസ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ സ്ക്രാപ്പ് എമൗണ്ട് എന്ത് ചെയ്യണം, റൈറ്റ് ഓഫ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് എബ്നോർമൽ ലോസിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. സോ എബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് ലോസ് ഓവർ ആൻഡ് എബോവ് ദ നോർമൽ ലോസ്. നോർമൽ ലോസിനെക്കാട്ടി മുകളിൽ വരുന്ന ലോസസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എബ്നോർമൽ ലോസ്. In process A, 100 units of raw materials were introduced at a cost of ₹1000. അപ്പോൾ പ്രോസസ് എയിൽ 100 യൂണിറ്റ്സ് ഓഫ് റോ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 1000 റുപ്പീസാണ് റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ്. ദ other expenditure incurred by the process was 600. വേറെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 600 ഉള്ളൂ. Of the unit introduced, 10% are normally lost in the cost of manufacture and they possess a scrap value of 7. അപ്പോൾ നമ്മൾ മൊത്തം 100 യൂണിറ്റ്സിൽ 10%, 10% യൂണിറ്റ് എന്തായി നോർമൽ ലോസായി, അതിനൊരു സ്ക്രാപ്പ് വാല്യൂ ഉണ്ട് 7 റുപ്പീസാണ്. ദ ഔട്ട്പുട്ട് ഓഫ് പ്രോസസ് എ വാസ് ഓൺലി 75 യൂണിറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിരിക്കും ഇതിലെന്താ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 100 യൂണിറ്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലേ, അതിൻ്റെ 10% എന്തായി, 10% നോർമൽ ലോസ് ആയിട്ട് വന്നു. അപ്പോൾ 100ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ എത്രയുണ്ടാവുക, 90 ആണ് വേണ്ടത്. പക്ഷേ നമുക്ക് എത്രയാണ് വന്നിട്ടുള്ളൂ, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 75 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കി 15 എന്താണ്, ബാക്കി 15 എബ്നോർമൽ ലോസ് ആണ്. ക്ലിയർ, ബാക്കി 15 എബ്നോർമൽ ലോസ് ആണ്. അപ്പോൾ ഒന്നും കൂടി പറയാം, നമ്മുടെ നോർമൽ ലോസ് 10 ആണ് വേണ്ടത്, കാരണം 100 യൂണിറ്റ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, 10% നോർമൽ ലോസ് വന്നു. അപ്പോൾ 100 - 10 എന്ന് പറയുമ്പോൾ 90 ഉണ്ടായിരിക്കണം. പക്ഷേ നമുക്കിവിടെ എത്ര യൂണിറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്, 75 യൂണിറ്റ്സ്. അതിൻ്റെ അർത്ഥം ബാക്കി 15 യൂണിറ്റ് ഈസ് ദ എബ്നോർമൽ ലോസ്. സോ പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട് ആൻഡ് എബ്നോർമൽ ലോസ് അക്കൗണ്ട് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. സോ പ്രോസസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ മെറ്റീരിയൽ 100 യൂണിറ്റ്സ് 1000 റുപ്പീസ്. ദെൻ അതർ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 600. സോ ടോട്ടൽ ചെയ്യാം 100 1600. ഇനി ഇവിടുത്തെ കേസിൽ ഇതൊക്കെ വരാം. ഇവിടുത്തെ കേസിൽ നോർമൽ ലോസ് ഉണ്ട്. നോർമൽ ലോസ് 10 യൂണിറ്റ്സ് ആണ് ആൻഡ് ഇറ്റ് ഹാസ് എ സ്ക്രാപ്പ് വാല്യൂ ഓഫ് 7. സോ 70 ആണ് നോർമൽ ലോസിൻ്റെ വാല്യൂ അല്ലേ. ഇനി ബൈ പ്രോസസ് ബി ഔട്ട്പുട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര കാണിക്കാൻ പറ്റും, അതിന് മുൻപ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ എബ്നോർമൽ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ എബ്നോർമൽ ലോസ് നമുക്ക് 15 ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് എമൗണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എമൗണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ എമൗണ്ട് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് ദ വാല്യൂ ഓഫ് എബ്നോർമൽ ലോസ്. എബ്നോർമൽ ലോസിൻ്റെ വാല്യൂ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ like normal cost of normal output divided by normal output into units of abnormal loss. അപ്പോൾ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നോർമൽ കോസ്റ്റ് 1600 ആണ്. നമുക്ക് ടോട്ടലായിട്ട് വന്ന നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട് 1600 ആണ്. 1600 ഈസ് ഫോർ എത്ര യൂണിറ്റ്സിനാണ്, നോർമൽ 1600 എന്ന് പറയുന്നത് നോർമൽ ഔട്ട്പുട്ട് എത്രയാണ്, 100 ആണ് അല്ലേ. ഓക്കെ, ഇൻറ്റു സോ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് 1600 ആണ്, നോർമൽ ഔട്ട്പുട്ട് 100 ആണ് അല്ലേ. പക്ഷേ ഈ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് 70 റുപ്പീസ് സ്ക്രാപ്പ് വാല്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ 1600 ആണ് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ആണെങ്കിൽ കൂടി അതിൻ്റെ 70 നമ്മൾ സ്ക്രാപ്പ് വാല്യൂ കൂടി മൈനസ് ചെയ്തിട്ട് 100 ആണ് നമ്മൾ നോർമൽ ഔട്ട്പുട്ട്, എന്നാലും നോർമൽ ലോസ് വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു 10. So 1600 minus 70 is equal to 1530 divided by 90 into 15 is equal to how much, 255. ഇങ്ങനെയാണ് നമ്മൾ അബ്നോർമൽ ലോസിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അബ്നോർമൽ ലോസിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ യൂണിറ്റ്സും ടോട്ടൽ എമൗണ്ട് എടുക്കാം. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ 1600, ടോട്ടൽ കോസ്റ്റ് 1600. അതിൽ നമുക്ക് 70 നമുക്ക് ആ ഒരു സ്ക്രാപ്പ് ചെയ്ത സമയത്ത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് അല്ലേ. ആൻഡ് 100 യൂണിറ്റ്സ് എല്ലാം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുക. 100 യൂണിറ്റ്സാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താലും അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും 10 യൂണിറ്റ് നോർമൽ ലോസ് ആയി പോയി. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1530 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 15. ദാറ്റ് ഈസ് ഇൻറ്റു 15 എന്ന് പറയുന്നത് നമ്മൾ അബ്നോർമൽ ലോസ്. സോ 255 ആണ് നമ്മളുടെ എന്ത് വരാം, അബ്നോർമൽ ലോസിൻ്റെ എമൗണ്ട് വരാം. അപ്പോൾ അതും കൂടി കൊടുക്കാം, എന്നിട്ട് വേണം നമ്മൾ ടോട്ടൽ ചെയ്യാൻ വേണ്ടി. സോ 115 ബാക്കി ബാലൻസ് 75. ഓക്കെ, 255 പ്ലസ് 70 ബാക്കി ബാലൻസ് 1275. സോ ടോട്ടൽ 1600 അങ്ങനെ നമ്മൾ ചെയ്യാം. ഓക്കെ,
പിന്നെ നമ്മളോട് പറയുന്നത് എബ്നോർമൽ പ്രോസസ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കാനാണ്. എബ്നോർമൽ പ്രോസസ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്ന ജേർണലിൽ എബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോസസ് എ അക്കൗണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 15,255. പിന്നെ നമുക്കതിന് വാല്യൂ ഉണ്ട് അല്ലേ, എത്ര കിട്ടിയത് 255. അപ്പോൾ ബൈ ക്യാഷ് അക്കൗണ്ട് 15 × 7 ഇസ് ഈക്വൽ ടു 15 × 105. 7 എന്ന് പറയുന്നത് നമ്മൾ സ്ക്രാപ്പ് ചെയ്യും. നമുക്ക് 15 എന്തുണ്ട്, 15 നമുക്ക് ലോസ് ആണ് അല്ലേ, അല്ലെങ്കിൽ 15 നമുക്ക് എബ്നോർമൽ ലോസിന് നമുക്ക് 7 രൂപ സ്ക്രാപ്പ് വാല്യൂ പ്രകാരം നമുക്ക് വിൽക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 105. സോ 15 × 105 അത് വരും. അതേപോലെ തന്നെ അത് എബ്നോർമൽ ലോസ് അക്കൗണ്ടിലാണ് വരാം. എബ്നോർമൽ ലോസ് അക്കൗണ്ട് അപ് ടു ക്യാഷ് അക്കൗണ്ട് 15 × 7 ഈസ് ഈക്വൽ ടു 105. ഈ 7 എന്ന് പറയുന്നത് സ്ക്രാപ്പ് വാല്യൂയുടെ എമൗണ്ട് ആണ്. പിന്നെ ബാക്കിയുള്ള നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്, അതായത് 255 150 ഉണ്ടാവാം, കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യണം. സോ ഇതാണ് എബ്നോർമൽ ലോസ് അക്കൗണ്ടിൻ്റെ. എബ്നോർമൽ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് എബ്നോർമൽ ഗെയിൻ നോക്കാം. എബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത് ആക്ച്വൽ ലോസ് അല്ലെങ്കിൽ വേസ്റ്റേജിനെക്കാട്ടിയും കുറവാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത നോർമൽ ലോസ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും എന്ത്, എബ്നോർമൽ ഗെയിൻ. അപ്പോൾ ആക്ച്വൽ ലോസും എക്സ്പെക്റ്റഡ് ലോസും തമ്മിൽ ഡിഫറൻസിനെയാണ് എബ്നോർമൽ ഗെയിൻ എന്ന് പറയുക. അപ്പോൾ ആക്ച്വൽ പ്രൊഡക്ഷൻ നോർമൽ ലോസിനെക്കാട്ടിയും അല്ലെങ്കിൽ നോർമൽ ഔട്ട്പുട്ടിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എബ്നോർമൽ ഗെയിൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ നോർമൽ ലോസിനെക്കാട്ടിയും അതിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും, എബ്നോർമൽ. ഓവർ ആൻഡ് എബോവ് ദ നോർമൽ ലോസ് ക്യാൻ ബി കോൾഡ് ആസ് എ എബ്നോർമൽ ലോസ് എന്ന് വിളിക്കാൻ പറ്റും അല്ലേ. നോർമൽ ലോസിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ അത് എബ്നോർമൽ ലോസും, നോർമൽ ലോസിനെക്കാട്ടിയും കുറവാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും, എബ്നോർമൽ ഗെയിൻ എന്ന് വിളിക്കും. അപ്പോൾ എബ്നോർമൽ ഗെയിൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എബ്നോർമൽ ലോസിനെ വാല്യൂ ചെയ്യണ പോലെ തന്നെ വാല്യൂ ചെയ്യണം. എബ്നോർമൽ ലോസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്താൽ എബ്നോർമൽ ഗെയിനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം, പ്രോസസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ആൻഡ് എബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഒന്നും കൂടി പറയാം, എബ്നോർമൽ ഗെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. ആൻഡ് എബ്നോർമൽ ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എബ്നോർമൽ ഗെയിൻ വന്നു കഴിഞ്ഞാൽ പ്രോസസ് അക്കൗണ്ട് അപ്റ്റർ ടു എബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്. പിന്നെ എബ്നോർമൽ ഗെയിനിന് നമ്മൾ എന്തെങ്കിലും സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടണമെങ്കിൽ എബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ടു നോർമൽ ലോസ് അക്കൗണ്ട്. പിന്നെ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് അപ്റ്റർ ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യാം. സോ ഇതാണ് എന്ത്, ഒരു എബ്നോർമൽ ഗെയിനിൻ്റെ ജേർണൽ എൻട്രി. അപ്പോൾ എബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓവർ ആൻഡ് നമ്മുടെ എബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത് ആക്ച്വൽ ലോസ് ഓർ വേസ്റ്റേജിനെക്കാട്ടും എക്സ്പെക്റ്റഡ് നോർമൽ ലോസ് കുറവാണെങ്കിൽ അതെന്താണ്, എബ്നോർമൽ ഗെയിൻ ആണ്. അപ്പോൾ ഓക്കെ, എബ്നോർമൽ ഗെയിൻ എന്ന് പറയുമ്പോൾ ആക്ച്വൽ ലോസും എക്സ്പെക്റ്റഡ് ലോസും തമ്മിൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, എബ്നോർമൽ ഗെയിൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി അതിൻ്റെ പ്രോബ്ലം ഒന്ന് നോക്കാം. Product A is obtained after it passes through 3 distinct processes. 2000 kilograms of material at 5 per kilogram were issued to the first process. അപ്പോൾ പ്രൊഡക്റ്റ് എ എന്ന് പറയുന്നത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 3 പ്രോസസ്സിലേക്ക് കൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിൽ 2000 കിലോഗ്രാം ഓഫ് മെറ്റീരിയൽ നമ്മൾ ഫസ്റ്റ് പ്രോസസ്സിൽ ഇഷ്യൂ ചെയ്തു. അതിൻ്റെ ഡയറക്റ്റ് വേജസ് 900 ആണ്. പ്രൊഡക്ഷൻ ഓവർഹെഡ് ഇൻകേർഡ് എന്ന് പറയുന്നത് 500 ആണ്. The normal loss is estimated at 10% of input. എത്രയാണോ നമ്മുടെ 2000 കിലോഗ്രാമിൻ്റെ 10% ആണ് എന്ത്, നോർമൽ ലോസ് ആയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. നോർമൽ ലോസ് നമ്മൾ 3 per കിലോഗ്രാമിന് സെയിൽ ചെയ്തു. ആക്ച്വൽ ഔട്ട്പുട്ട് 1850 കിലോഗ്രാംസ് വന്നു. അപ്പോൾ നമ്മൾ പ്രോസസ് അക്കൗണ്ട് മേക്ക് ചെയ്യണം. എബ്നോർമൽ ഗെയിൻ ആണോ എബ്നോർമൽ ലോസ് അക്കൗണ്ട് ആണോ ഏതാണ് നോക്കിയിട്ട് അതും മേക്ക് ചെയ്യണം. അപ്പോൾ നമ്മളോട് പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2000 ആണ്. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2000 കിലോഗ്രാംസ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ 2000 കിലോഗ്രാമിൻ്റെ 10% എന്താണ്, നോർമൽ ലോസ് ആണ്. അപ്പോൾ 200 നോർമൽ ലോസ് ആണ്. അപ്പോൾ 2000ൻ്റെ 200 നോർമൽ ലോസായി പോയി കഴിഞ്ഞാൽ ബാക്കി 1800 ആണ് വേണ്ടത്. പക്ഷേ ഇവിടെ എത്ര ഉണ്ട്, 1850 ഉണ്ട്. അപ്പോൾ 50 കിലോഗ്രാം എന്താണ്, 50 കിലോഗ്രാം എബ്നോർമൽ ഗെയിൻ ആണ്. ഓക്കെ, 50 കിലോഗ്രാം എബ്നോർമൽ ഗെയിൻ ആണ്. സോ ഫസ്റ്റ് നമുക്ക് പ്രോസസ് അക്കൗണ്ട് ഉണ്ടാക്കാം. പ്രോസസ് എ ഫസ്റ്റ് സ്റ്റേജ് ഉണ്ടാക്കാം. 2000 കിലോഗ്രാം ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 5 രൂപ പ്രകാരം 5 rupees പ്രകാരം ഇറ്റ് ഈസ് 10,000. ഇനി ഡയറക്റ്റ് വേജസ് ഉണ്ട് 900. ദെൻ പ്രൊഡക്ഷൻ ഓവർഹെഡ് ഉണ്ട് 500. അബ്നോർമൽ ഗെയിൻ ചെയ്യാൻ വരട്ടെ, ബാക്കി ചെയ്യാം. നോർമൽ ലോസ് 200. 200ന് സ്ക്രാപ്പ് വാല്യൂ ഉണ്ട് 3 rupees ആണ് 200ൻ്റെ സ്ക്രാപ്പ് വാല്യൂ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 600 അല്ലേ. ഇനി നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ എബ്നോർമൽ ഗെയിൻ ആണ്. നമുക്ക് മനസ്സിലായി അല്ലേ, എബ്നോർമൽ ഗെയിൻ എത്രയാണ്, 50 ആണ്. ഓക്കെ, എബ്നോർമൽ ഗെയിൻ ഈസ് ഈക്വൽ ടു 50 ആണ്. 50 ഇവിടെ നമ്മൾ കൊടുക്കാം. ഇനി അതിൻ്റെ വാല്യൂ ഓഫ് എബ്നോർമൽ ഗെയിൻ കാണണം. അബ്നോർമൽ ഗെയിനിൻ്റെ വാല്യൂ നമ്മളിങ്ങനെ കാണാൻ വെച്ചാൽ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു അബ്നോർമൽ ഗെയിൻ.
അപ്പോൾ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 2000 minus 200, that is 200, that is a unit, and 10,000 minus 600, so it is equal to 9,400 minus 1,800 into 50, so it is equal to 300. സോ ടോട്ടൽ ചെയ്യാം. ഇനി ടോട്ടൽ ചെയ്യാം 2050 11,700. ഇവിടെയും അതേപോലെ തന്നെ ബാക്കിയുള്ള എമൗണ്ട് ബൈ ട്രാൻസ്ഫർ ടു അക്കൗണ്ട് കൊടുക്കാം. ഇനി നമ്മൾ എബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൽ കൊടുക്കാം. എബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൽ ടു നോർമൽ ലോസ് എന്നുള്ള രീതിയിൽ 50 ആദ്യം പ്രോസസ് അക്കൗണ്ട് 50 300 കൊടുക്കാം. ഈ ഒരു അക്കൗണ്ട് ഇവിടെ കാണിക്കാം, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. ദെൻ ഇവിടെ നമുക്കിത് നോർമൽ ലോസിലേക്ക് നമ്മൾ കാണിക്കാം. 3 എന്ന് പറയുന്നത് 150 എന്ന് പറയുന്നത് 50 ഇൻറ്റു സ്ക്രാപ്പ് വാല്യൂ 3 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 150. ആൻഡ് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 150 കൊടുക്കാം. സോ ടോട്ടൽ ചെയ്തിടാം. The next topic we want to discuss is service costing. So service costing is a part of method of costing. Method of costing le one of the method ആണ് ഏതെന്ന് പറയുന്നത് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 5ാമത്തെ ചാപ്റ്റർ ആണ്, 4th മൊഡ്യൂളിലെ 5th ചാപ്റ്റർ ആണ് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു ഗോ ത്രൂ മീനിങ്. ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പോൾ അവരുടെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സർവീസ് ആയിരിക്കും. So അങ്ങനത്തെ കേസസിൽ ദാറ്റ് ഈസ് ദ enterprises that do not produce goods, in that cases we apply സർവീസ് കോസ്റ്റിംഗ് ബിക്കോസ് ദേ ഓഫർ സർവീസ് ആണ്. ട്രാൻസ്പോർട്ട് കേസസിൻ്റെ കേസിൽ അവർ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ എന്താണ് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോട്ടൽ അവർ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സർവീസ് കോസ്റ്റിംഗ് ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്ത യൂണിറ്റ് ഓർ ഔട്ട്പുട്ട് കോസ്റ്റിങ്ങിൻ്റെ ഒരു മെത്തേഡാണ്, ഓർ ഇറ്റ്സ് എ വേരിയൻ്റ് ആണ് ഇത് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. So service costing refers to the cost of providing a service or function. നമ്മളൊരു സർവീസ് അല്ലെങ്കിൽ ഒരു ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ സർവീസ് കോസ്റ്റിംഗ് എന്ന് വിളിക്കാം. സോ സർവീസ് കോസ്റ്റിംഗ് ഈസ് ആൾസോ നോൺ ആസ് ഇറ്റ്സ് ആൾസോ നോൺ ആസ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ഫങ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയും. It is a costing procedure used for determining the cost per unit of service rendered. സർവീസ് കൊടുത്തതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒരു കോസ്റ്റിംഗ് പ്രൊസീജിയറാണ് ഏതെന്ന് പറയുന്നത് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സാണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സർവീസ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ഓർ യൂസ്ഫുൾ ഇൻ ദ കേസ് ഓഫ് എ സർവീസ് ഇൻഡസ്ട്രീസ്. അപ്പോൾ സർവീസ് കോസ്റ്റിങ്ങിൻ്റെ മെയിൻലി എന്തായിരിക്കും, സർവീസ് റെൻഡർ ചെയ്യാനാണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ട് ഉണ്ടായിരിക്കാം. ഇറ്റ് റിസംബിൾ ടു യൂണിറ്റ് കോസ്റ്റിംഗ്. യൂണിറ്റ് കോസ്റ്റിങ്ങിൻ്റെ പോലെ സിമിലർ ടു യൂണിറ്റ് കോസ്റ്റിംഗ് ആണ്. ആൻഡ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് തേർഡ് ഫീച്ചർ ഈസ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റിൻ്റെ ഡിഫറൻസിയേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കോസ്റ്റിനെ ഫിക്സഡും വേരിയബിളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന പറയണത്. യൂണിറ്റ് കോസ്റ്റിലും അങ്ങനെയാണല്ലോ. അപ്പോൾ ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. ആൻഡ് പ്രൊപ്പോർഷൻ ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ഹയർ. ഏതായിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കാം, ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കാം ഏതിൽ, സർവീസ് കോസ്റ്റിങ്ങിൻ്റെ കേസിൽ. കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ യൂണിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ കോമ്പൗണ്ട് യൂണിറ്റ് ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ സിമ്പിൾ യൂണിറ്റ് എന്താണ്, കോമ്പൗണ്ട് യൂണിറ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ലിറ്റർ, കിലോഗ്രാം, ടൺ, അതൊക്കെ എന്താണ് സിമ്പിൾ യൂണിറ്റ് ആണ്. കോമ്പൗണ്ട് യൂണിറ്റ് എന്ന് പറയുമ്പോൾ പാസഞ്ചർ പെർ കിലോമീറ്റർ, ടൺ പെർ ലിറ്റർ, അങ്ങനെയൊക്കെ വരുന്നതാണ് ഏതെന്ന് പറയുന്നത് കോമ്പൗണ്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കോ വർക്കിംഗ് പ്രോഗ്രസ്സോ അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കില്ല, അതിനെക്കുറിച്ച് യാതൊരു വാല്യൂഷനും ഉണ്ടായിരിക്കില്ല. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് സർവീസ് കോസ്റ്റിംഗ്. അപ്പോൾ സർവീസ് കോസ്റ്റിംഗ് ഈസ് എ കോസ്റ്റിംഗ് ദാറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് എ സർവീസ് ഇൻഡസ്ട്രി. സർവീസ് ഇൻഡസ്ട്രീസിലെ കോസ്റ്റ് പെർ യൂണിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇതെന്ന് പറഞ്ഞാൽ സർവീസ് കോസ്റ്റിംഗ്. നെക്സ്റ്റ് ടോപ്പിക് അതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. സർവീസ് കോസ്റ്റിംഗ് നമ്മൾ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. സർവീസ് കോസ്റ്റിംഗ് ഈസ് അപ്ലൈഡ് ഇൻ ദോസ് ഇൻഡസ്ട്രീസ് വിച്ച് റെൻഡർ സർവീസസ്. സർവീസസ് റെൻഡർ ചെയ്യുന്ന ഇൻഡസ്ട്രീസിലാണ് ഏത് നമ്മൾ അപ്ലൈ ചെയ്യുക സർവീസ് കോസ്റ്റിംഗ്. ലൈക്ക് ട്രാൻസ്പോർട്ടേഷൻ അണ്ടർടേക്കിംഗ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോട്ടൽസ്, ക്യാൻറ്റീൻസ്, ഹോസ്പിറ്റൽ, ഇലക്ട്രിസിറ്റി കമ്പനീസ്, ട്രാൻസ്പോർട്ട് സർവീസ് പവർ ഹൗസസ്, ഗ്യാസ് കമ്പനീസ്, ഹോട്ടൽ, ഇങ്ങനത്തെ കേസസിലാണ് നമ്മൾ ഇങ്ങനത്തെ ഇൻഡസ്ട്രീസിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യാം, സർവീസ് കോസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. എല്ലാ കോസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ഒന്ന് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ, രണ്ടാമത്തെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ, മൂന്നാമത്തെ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് സർവീസസ്. സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് വരുന്ന കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യലാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളത്. രണ്ടാമത്തേത് പറയുന്നത്
കോസ്റ്റ് ഇൻഫോർമേഷൻ ഫോർ കറക്റ്റ് പ്രൈസ് ഫിക്സേഷൻ. നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. സോ സർവീസ് കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യും എന്തിനു വേണ്ടി? കറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഇൻഫർമേഷൻ ഫോർ ഫിക്സിങ് ദ പ്രൈസ്. തേർഡ് വൺ, ഇറ്റ് ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് ആണ് അൾട്ടിമേറ്റ് ആയിട്ടൊരു മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അല്ലേ. ഏതൊരു മാനേജ്മെൻറ്റിനും കറക്റ്റ് സമയത്ത് കറക്റ്റ് ഡിസിഷൻ എടുക്കണം. അതിന് വേണ്ടിയുള്ള ഇൻഫോർമേഷൻസ് കറക്റ്റ് സമയത്ത് സർവീസ് കോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യും, കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, വേസ്റ്റേജ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് ഫൈനലി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ വേണ്ടിയും ഏത് ഹെൽപ്പ് ചെയ്യും? സർവീസ് കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ സർവീസ് കോസ്റ്റിംഗ് ആൻഡ് യൂണിറ്റ് കോസ്റ്റിംഗ്. നമ്മൾ പറഞ്ഞു യൂണിറ്റ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കോസ്റ്റിങ്ങിനോട് വളരെ സിമിലർ ആണെന്ന് പറയുമ്പോൾ റിസംബിൾ ചെയ്യുന്നുണ്ട് സർവീസ് കോസ്റ്റിംഗ്. ആൻഡ് നമുക്കതിൻ്റെ ഡിഫറൻസ് നോക്കാം. സർവീസ് കോസ്റ്റിങ്ങിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ കോമ്പൗണ്ട് കോസ്റ്റാണ് യൂസ് ചെയ്യുക, കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റാണ് യൂസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു പാസഞ്ചർ പെർ കിലോമീറ്റർ അങ്ങനത്തെയാണ് നമ്മൾ 2 യൂണിറ്റ് നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യും സർവീസ് കോസ്റ്റിങ്ങിൻ്റെ കേസിൽ. യൂണിറ്റ് കോസ്റ്റിങ്ങിൻ്റെ കേസിൽ നമ്മൾ എത്ര യൂണിറ്റ് യൂസ് ചെയ്യുള്ളൂ? ഒറ്റ യൂണിറ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. സെക്കൻഡ് വൺ, കോസ്റ്റിൽ നമ്മൾ ഫിക്സഡും വേരിയബിളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് കോസ്റ്റിങ്ങിൻ്റെ കേസിൽ നമ്മൾ കോസ്റ്റിനെ പ്രൈം കോസ്റ്റ്, ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആയിട്ട്, അതായത് ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. തേർഡ്, ഫിക്സഡ് കോസ്റ്റ് സർവീസ് കോസ്റ്റിങ്ങിൽ കൂടുതലാണ്, ഫിക്സഡ് കോസ്റ്റ് സർവീസ് കോസ്റ്റിംഗ് യൂണിറ്റ് കോസ്റ്റിങ്ങിൽ കുറവാണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഈ കോസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഡിഫറെൻ്റ് ആണ്. ദാറ്റ് ഈസ് ഓരോ സർവീസിനും അതിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് നമ്മളുടെ എന്തുണ്ടായിരിക്കുക, വേരിയസ് കോസ്റ്റിനെ റെക്കോർഡ് ചെയ്യുന്ന പ്രൊസീജിയർ. ഇവിടെ അങ്ങനെ എല്ലാത്തിനും എന്താണ്, സിമിലർ ആണ്. എല്ലാ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നതും ഒരു സിമിലർ പ്രൊസീജിയറായി ഉണ്ടായിരിക്കാം. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സർവീസ് കോസ്റ്റിംഗ് ആൻഡ് യൂണിറ്റ് കോസ്റ്റിംഗ്. നെക്സ്റ്റ്, സർവീസ് കോസ്റ്റിങ്ങും ഒരു ഓപ്പറേഷൻ കോസ്റ്റിങ്ങും. നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങും പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ കോസ്റ്റിങ്ങും പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സർവീസ് കോസ്റ്റിങ്ങും, ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കോസ്റ്റ്, അതായത് സർവീസ് റെൻഡർ ചെയ്യുന്ന ഇൻഡസ്ട്രീസിൻ്റെ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയാം. അപ്പോൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം സർവീസ് കൊടുക്കുന്ന ഇൻഡസ്ട്രീസിൽ നമ്മൾ അവരുടെ ടോട്ടൽ കോസ്റ്റും കോസ്റ്റ് പെർ യൂണിറ്റും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? സർവീസ് കോസ്റ്റിംഗ് ഓർ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് വിളിക്കാം. ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫറെൻ്റ് ആണ്. ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് അതൊരു കോസ്റ്റിങ്ങിൻ്റെ മെത്തേഡാണ്. ടോട്ടൽ കോസ്റ്റും യൂണിറ്റ് കോസ്റ്റ് ഓഫ് ഈച്ച് ഓപ്പറേഷൻ, ഓരോ ഓപ്പറേഷൻസിൻ്റെയും ടോട്ടൽ കോസ്റ്റും യൂണിറ്റ് കോസ്റ്റും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യാം? വി യൂസസ് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സർവീസ് കോസ്റ്റ് യൂണിറ്റ് ആണ്. ഇപ്പോൾ സർവീസ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ 2 യൂണിറ്റ്സ് ഉണ്ട്. സർവീസ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പിലുള്ള ഡിഫറെൻറ്റ് സർവീസസിൽ ഡിഫറെൻറ്റ് കോസ്റ്റ് യൂണിറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അത് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ആൾസോ എന്തുകൊണ്ട് കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് ഉണ്ട്. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ചില സിറ്റുവേഷനിൽ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യും, അപ്പോൾ ഒറ്റ സിംഗിൾ യൂണിറ്റ് ഉണ്ടായിരിക്കുള്ളൂ. കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ 2 യൂണിറ്റ് കമ്പൈൻ ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയും. അപ്പോൾ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ട്രാൻസ്പോർട്ടിൻ്റെ കേസിലാണെങ്കിൽ പെർ പാസഞ്ചർ അല്ലെങ്കിൽ പെർ കിലോമീറ്റർ, ഒരു പാസഞ്ചറിന് മാത്രമാണ് അല്ലെങ്കിൽ ഒരു പെർ കിലോമീറ്ററിൻ്റെ ബേസിൽ. ഇനി ട്രാൻസ്പോർട്ടിൻ്റെ കേസിൽ ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ ടണ്ണ്, കിൻഡൽ, കിലോഗ്രാംസ് ഒക്കെ വരും. സ്കൂൾ ഓർ കോളേജിൻ്റെ കേസിലാണെങ്കിൽ പെർ സ്റ്റുഡൻറ്റ്. ഇത് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ആണ് പറഞ്ഞത്. ഇനി കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് നിങ്ങൾ നോക്കൂ. കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് പറയുമ്പോൾ 2 യൂണിറ്റ് പറയും അല്ലേ. അപ്പോൾ ബസ്, ട്രെയിൻ അല്ലെങ്കിൽ ഒരു ബസ്സിൻ്റെ കേസിൽ, ട്രെയിനിൻ്റെ കേസിൽ പാസഞ്ചേഴ്സ് ഇതാക്കുകയാണെങ്കിൽ അവരുടെ കോസ്റ്റ് യൂണിറ്റ് ആണ് പെർ പാസഞ്ചർ പെർ കിലോമീറ്റർ. ഇപ്പോൾ നിങ്ങൾ ബസ്സിൽ പോകുമ്പോൾ മിനിമം ചാർജ് എന്ന് പറയുമ്പോൾ 8 കിലോമീറ്ററിന് അല്ലെങ്കിൽ 5 കിലോമീറ്ററിന് 8 രൂപ അങ്ങനെയല്ല നമ്മൾ പറയാം. അപ്പോൾ അതേപോലെ തന്നെ ട്രെയിനിൽ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര കിലോമീറ്ററിന് ഇത്ര രൂപ. ഇനി ഗുഡ്സ്, ട്രെയിൻ, ട്രക്ക് എന്ന് പറയുമ്പോൾ പെർ 10 കിലോമീറ്റർ. ഹോസ്പിറ്റലിൽ എങ്ങനെ വെച്ചാൽ ഒരു ദിവസത്തിന് ഒരു പേഷ്യൻറ്റിന് ഒരു ദിവസത്തിന് അല്ലെങ്കിൽ ഒരു ബെഡിന് ഒരു ദിവസത്തിന്, അതാണ് ഹോസ്പിറ്റലിൻ്റെ കേസിൽ. ഹോട്ടലിൻ്റെ കേസിലാണെങ്കിൽ പെർ ഡേ പെർ റൂം, ഒരു റൂമിന് ഒരു ദിവസത്തിന്, അതാണ് കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ്. അപ്പോൾ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റിൻ്റെ കേസിൽ 2 യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. സർവീസ് കോസ്റ്റിങ്ങിൽ എപ്പോഴും നമ്മൾ ഏതാ യൂസ് ചെയ്യാം? കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാം. സോ സർവീസ് കോസ്റ്റിങ്ങിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് ഉണ്ട്. ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഉണ്ട്, പവർ ഹൗസ് കോസ്റ്റിംഗ് ഉണ്ട്, ഹോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഉണ്ട്, സിനിമ ഹൗസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഉണ്ട്, ക്യാൻറ്റീൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉണ്ട്, ഹോസ്പിറ്റൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഉണ്ട്.
പക്ഷേ ഇതിൽ നിങ്ങളുടെ സിലബസ് ആസ് പെർ യുവർ സിലബസ് യു ഹാവ് ടു സ്റ്റഡി ഓൺലി ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിംഗ്. അപ്പോൾ എന്താണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് നമുക്ക് നോക്കാം. ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ് പൊതുവെ എന്താണ് റെൻഡർ ചെയ്യാം, കമ്മ്യൂണിറ്റിക്ക് സർവീസാണ് എന്ത് ചെയ്യാം റെൻഡർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കമ്മ്യൂണിറ്റിക്ക് സേവനം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ട്രാൻസ്പോർട്ട് സർവീസസ് എന്ന് പറയുമ്പോൾ റെയിൽവേ ഉണ്ടായിരിക്കും, റോഡ് ഉണ്ടായിരിക്കും, എയർവേസ് ഉണ്ടായിരിക്കും അല്ലേ. അതിലെന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് പെർ യൂണിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് ടോട്ടൽ കോസ്റ്റ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മാത്രമാണ് നമ്മുടെ പ്രോഫിറ്റും എന്താണ് കമ്പനിയുടെ സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രാൻസ്പോർട്ട് കോസ്റ്റ് യൂണിറ്റ് നമ്മൾ ഒരു കോസ്റ്റ് പെർ യൂണിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, കോസ്റ്റ് യൂണിറ്റ് നമ്മൾ കെയർഫുള്ളി ആയിട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ കോസ്റ്റ് യൂണിറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഒന്നില്ലെങ്കിൽ പെർ പാസഞ്ചർ, കിലോമീറ്റർ, ടൺ ക്യാരിഡ്, ഡിസ്റ്റൻസ് കവേർഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുടെ ബേസിലാണ് നമ്മുടെ കോസ്റ്റ് പെർ യൂണിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇനി ഒബ്ജക്റ്റീവ്സ് ആണ്. ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രീസിലെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ടു കമ്പ്യൂട്ട് ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് റണ്ണിങ് എ വെഹിക്കിൾ പെർ കിലോമീറ്റർ ഓർ പാസഞ്ചർ കിലോമീറ്റർ ഓർ ടൺ കിലോമീറ്റർ. സെക്കൻഡ് വൺ വേസ്റ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും. തേർഡ് എന്ന് പറയുന്നത് പ്രീവിയസ് പീരീഡിലെ കോസ്റ്റിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഫെയർ. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഫെയർ ഫ്രൈറ്റ് ചാർജ്, കറക്റ്റായിട്ടുള്ള ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാമാണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്. അതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് 4 സ്റ്റെപ്സ് ആണുള്ളത്. എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഒരു ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രീസിൽ അണ്ടർടേക്കിങ്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, കോസ്റ്റ് കളക്ട് ചെയ്യണം. കോസ്റ്റ് കളക്ഷൻ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓരോ വെഹിക്കിളിനും ഒരു ഡെയിലി ലോഗ് ബുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയണത്. ഈ ഡെയിലി ലോഗ് ബുക്ക് എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം, അതിൽ എത്ര ട്രിപ്സ് പോയി, എത്ര പ്രാവശ്യം ഈ വണ്ടി ഓടി, രണ്ടാമത്തെ അതിൻ്റെ റണ്ണിങ് ടൈം, എത്ര കപ്പാസിറ്റി ഉണ്ട്, അതിന് മൈലേജ് എത്രയാണ്, അതിൻ്റെ റണ്ണിങ് കോസ്റ്റ് എത്രയാണ്, അങ്ങനെ എല്ലാം ഡെയിലി ബേസിസിൽ ഒരു കളക്ട് ചെയ്യണ ഒരു ഡെയിലി ലോഗ് ബുക്കാണ് നമ്മൾ ഡെയിലി ലോഗ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പറയണത്. അപ്പോൾ നമ്മളിവിടെ കോസ്റ്റ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. കോസ്റ്റ് നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ്, റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജസ്, മെയിൻ്റെനൻസ് സ്റ്റോർ ചാർജസ്. ഫിക്സഡ് ചാർജസ് എന്ന് പറയുമ്പോൾ ഇത് ആ വെഹിക്കിളിൻ്റെ ഓപ്പറേഷനായിട്ട് യാതൊരു റിലേഷൻഷിപ്പും ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ വെഹിക്കിൾ റൺ ചെയ്താലും ഇല്ലെങ്കിലും ഈ എക്സ്പെൻസസ് എല്ലാം അവിടെ ഉണ്ടായിരിക്കും. അതെല്ലാം ടൈമിൻ്റെ ബേസിലാണ്. ലൈക്ക് റോഡ് ടാക്സ് പ്രൊവൈഡ് ചെയ്യാം, നമ്മളൊരു വണ്ടി കീപ്പ് ചെയ്യുന്ന ഇൻഷുറൻസ് പ്രീമിയം, ഗ്യാരേജ് റെൻറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സൂപ്പർവൈസർ സാലറി ഓഫ് ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ, അങ്ങനത്തെ എല്ലാമാണ് ഓഫീസ് എക്സ്പെൻസസ് ഒക്കെയാണ് ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ്. അപ്പോൾ വണ്ടി റൺ ചെയ്താലും ഇല്ലെങ്കിലും വി ഹാവ് ടു പേ സം എക്സ്പെൻസസ്. ദാറ്റ് എക്സ്പെൻസസ് കം അണ്ടർ ദ ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ്. നെക്സ്റ്റ് വൺ റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജസ്. റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജസ് എന്ന് പറയുന്നത് ആ വെഹിക്കിളിൻ്റെ ഓപ്പറേഷനായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇൻകർ ചെയ്യുന്നത് ആ വെഹിക്കിൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് പെട്രോൾ, നമ്മൾ വണ്ടി ഓടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, പെട്രോൾ ആവശ്യമുള്ളൂ അല്ലേ. ഇപ്പോൾ പെട്രോൾ, ഡീസൽ, അതേപോലെ തന്നെ അതിലുള്ള അവരുടെ ഒരു കണ്ടക്ടർ ക്ലീനേഴ്സിനൊക്കെ ഡെയിലി വേജസ് ആണെങ്കിൽ അതേപോലെ ഡിപ്രീസിയേഷൻ, ഓയിൽ, ഗ്രീസ്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ് ഒക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഫിക്സഡ് ചാർജസ് എന്ന് പറയുമ്പോൾ വെഹിക്കിൾസ് റൺ ചെയ്താലും ഇല്ലെങ്കിലും ഇറ്റ്സ് ദർ. റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ റണ്ണിങ് ഓഫ് വെഹിക്കിളിൻ്റെ റണ്ണിങ്ങിന് അനുസരിച്ചിരിക്കും ഏതുണ്ടാവുക, റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജസ്. ദ തേർഡ് ചാർജസ് ആണ് മെയിൻ്റെനൻസ് ചാർജസ്. മെയിൻ്റെനൻസ് ചാർജസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെഹിക്കിൾ റണ്ണിങ് കണ്ടീഷൻസ് ആവാൻ വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻസസ് ആണ് ഏതെന്ന് പറയുന്നത് മെയിൻ്റെനൻസ് ചാർജസ് എന്ന് പറയുന്നത്. ഇതെല്ലാം സെമി വേരിയബിൾ ആണ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് റിപ്പയേഴ്സ്, മെയിൻ്റെനൻസ്, കോസ്റ്റ് ഓഫ് ടയർ, ട്യൂബ്, എക്സെട്രയാണ് ഇതിൽ വരുന്നതെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒരു കോസ്റ്റ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 4 സ്റ്റെപ്പാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ കോസ്റ്റ് കളക്ട് ചെയ്തു, രണ്ടാമത്തെ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്തു, മൂന്നാമത്തെ നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നത് സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് യൂണിറ്റിന് അപ്രോപ്രിയേറ്റായിട്ടുള്ള കോസ്റ്റ് യൂണിറ്റിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൻ്റെ കേസിൽ നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട് യൂണിറ്റ് എന്ന് പറയുന്നത്, കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പാസഞ്ചർ പെർ കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ പാസഞ്ചർ മൈലാണ്, അല്ലെങ്കിൽ 10 കിലോമീറ്റർ, അല്ലെങ്കിൽ 10 മൈൽ. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൻ്റെ കേസിൽ നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പാസഞ്ചറിൻ്റെ കേസിലാണെങ്കിൽ ഒന്നില്ലെങ്കിൽ മൈൽ, അല്ലെങ്കിൽ പാസഞ്ചർ പെർ മൈൽ, പാസഞ്ചർ പെർ കിലോമീറ്റർ. ഇനി നമ്മളത് ഗുഡ്സ് ക്യാരി ചെയ്യണതാണെങ്കിൽ 10 കിലോമീറ്റർ ഓർ 10 മൈലാണ് നമ്മൾ യൂസ് ചെയ്യുക എന്ന് പറയുന്നത്.
അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ്, ദാറ്റ് ഈസ് കോസ്റ്റ് യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ഇവിടെ ഉണ്ട്. സോ നമ്പർ ഓഫ് ബസ്സസ് 10 ആണ്. നമ്പർ ഓഫ് ബസ്സസ് 10 ആണ്. ഡെയിലി ഡേയ്സ് ഓപ്പറേറ്റഡ് ഇൻ മന്ത് 24 ആണ്. ട്രിപ്പ് മെയ്ഡ് ബൈ ഈച്ച് ബസ് 5 ആണ്. ഡിസ്റ്റൻസ് ഓഫ് ദ റൂട്ട് 25 കിലോമീറ്റർ വൺ സൈഡ് ആണ്. കപ്പാസിറ്റി ഓഫ് ബസ് 40% ആണ്. എ നോർമൽ പാസഞ്ചർ ട്രാവലിംഗ് 90% ആണ്. സോ എങ്ങനെയാണ് നമ്മൾ പാസഞ്ചർ, ദാറ്റ് ഈസ് കോസ്റ്റ് യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. The formula for calculating the cost unit calculate ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് number of vehicles into capacity into kilometer into days into passenger or weight actually carried. So ഒന്നുകൂടി ഞാൻ പറയാം, number of vehicles into capacity into kilometer into days or passenger or weight actually carried. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എത്ര കിലോമീറ്റേഴ്സ് വണ്ടി റൺ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ടോട്ടൽ കിലോമീറ്റേഴ്സ് കവേർഡ് എത്രയും നോക്കാം. എത്ര ബസ്സസ് ഉണ്ട് ഇവിടെ? 10 ബസ്സാണുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ബസ്സസ് 10 ആണ്. എത്ര ദിവസം നമ്മൾ പോയിട്ടുണ്ട്? ഡേയ്സ് ഓപ്പറേറ്റഡ് ഇൻ മന്ത് എന്ന് പറയുന്നത് 24 ഡേയ്സ് ആണ് നമ്മൾ പോയിരിക്കുന്നത്. 24 ഇൻറ്റു എത്ര ട്രിപ്പ് നമ്മൾ മെയ്ഡ് ചെയ്തിട്ടുണ്ട്? 5 ട്രിപ്പാണ് നമ്മൾ ഓരോ ബസ് മെയ്ഡ് ചെയ്യണം. 10 ബസ് ഉണ്ട്, 5 ട്രിപ്പ് ഓരോ ബസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഓഫ് റൂട്ട് ഓർ ദാറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ഓഫ് ട്രിപ്പ് എത്രയാണ്? 25 കിലോമീറ്റർ ആണ് ഒരു സൈഡിലേക്ക്, അല്ലേ? അപ്പോൾ 2 സൈഡിലേക്ക് എന്ന് പറയുമ്പോൾ എത്രയാവും? 50 കിലോമീറ്റർ ആണ്. ഞാൻ ഒന്നും കൂടി പറയാം. നമ്പർ ഓഫ് ബസ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. എത്ര ഡേയ്സ് ആണ്? 24 ഡേയ്സ്. ഇൻറ്റു നമ്പർ ഓഫ് ട്രിപ്സ്. എത്ര ട്രിപ്സ് ഉണ്ട്? 5 ഉണ്ട്. ട്രിപ്സ് 5 ആണ്. ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് ട്രിപ്പ്. ഡിസ്റ്റൻസ് ഓഫ് ട്രിപ്പ് 25 ആണ് ഒരു സൈഡിലോട്ട്. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ 25. അപ്പോൾ ഇറ്റ് ഷുഡ് ബി ടോട്ടൽ 50. ഇതാണ് നമ്മുടെ ടോട്ടൽ കിലോമീറ്റേഴ്സ് കവേർഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫോർമുല. സോ 10 into 24 into 10 into 24 into 5 into 50. So the answer is 60,000 kilometers ആണ് നമ്മുടെ ബസ് എന്ത് ചെയ്യണത്? ഡിസ്റ്റൻസ് കവർ ചെയ്യണത്, അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് റൂട്ട് ഈസ് ഗിവൺ ടു അസ്. സോ നമ്മുടെ ഡിസ്റ്റൻസ് ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 25 into 2 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് 50. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് നമ്മൾ കവർ ചെയ്യണത്? ദാറ്റ് ഈസ് 60,000 കിലോമീറ്റേഴ്സ് ആണ് നമ്മുടെ ബസ് കവർ ചെയ്യണത്. ഇനി എത്ര പാസഞ്ചേഴ്സ് കവർ ചെയ്യാൻ പറ്റും നമ്മളെങ്ങനെ നോക്കാം? ദാറ്റ് ഈസ് ടോട്ടൽ കിലോമീറ്റർ ഇൻറ്റു കപ്പാസിറ്റി ഇൻറ്റു നോർമൽ പാസഞ്ചേഴ്സ് ക്യാരിങ്. അപ്പോൾ ടോട്ടൽ കിലോമീറ്റർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് 60,000 ആണ്. കപ്പാസിറ്റി എന്ന് പറയുന്നത് 90% ആണ്. 90% കപ്പാസിറ്റി ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി ഓഫ് ബസ് എന്ന് പറയുമ്പോൾ 40 passengers ആണ്, അല്ലേ? 40 passengers ആണ് കപ്പാസിറ്റി. അതിൻ്റെ 90% എന്ത് ചെയ്യാൻ പറ്റും? പാസഞ്ചേഴ്സ് കയറുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 36. അപ്പോൾ 60 into 36, 60,000 into 36 is equal to ടോട്ടൽ എന്താ പറയുക? ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് കിട്ടും. പാസഞ്ചർ കിലോമീറ്റേഴ്സ് കിട്ടും. പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 60,000 ആണ് നമ്മുടെ കിലോമീറ്റേഴ്സ് ബസ് പോകുന്നത്. ഇനി നമ്മുടെ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് ആണ്. കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ പാസഞ്ചർ കിലോമീറ്റർ ആണ്. അപ്പോൾ എത്ര പാസഞ്ചർ എന്ന് കാണണം. പാസഞ്ചർ നമ്മൾ കാണാൻ വെച്ചാൽ 90% ആണ് നമ്മുടെ കപ്പാസിറ്റി. 90% അല്ല, കപ്പാസിറ്റി 40 ആണ്. 90% അടുത്ത ആൾക്കാർ കയറുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 36. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? കിലോമീറ്റർ എന്ന് പറയുന്നത് 60,000 കിട്ടി. ഇനി പാസഞ്ചേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 36 കിട്ടി. സോ 2,16,000 പാസഞ്ചർ കിലോമീറ്റർ ആണ് നമ്മുടെ ടോട്ടൽ നമ്മുടെ എന്ത് വരുന്നത്? കോസ്റ്റ് യൂണിറ്റ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. number of bus 10 into days operated a month 24 into number of trips 5 into distance per trip 50 into capacity is 40 into 90%. So it is equal to 2,16,000 ആണ് ആൻസർ വരാം. സോ ഈ കോസ്റ്റ് പെർ യൂണിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മെത്തേഡ്, അപ്രോപ്രിയേറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മെത്തേഡ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിലെ പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ്. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്.
അപ്പോൾ സർവീസ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, പീരിയോഡിക്കലി പ്രിപ്പയർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? കോസ്റ്റ് പെർ യൂണിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. കോസ്റ്റിനെ 3 ക്ലാസിഫൈ ചെയ്തില്ലെന്ന് പറഞ്ഞു. ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ്, റണ്ണിങ് ചാർജസ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസസ്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫിക്സഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസിൽ റോഡ് ടാക്സ്, ലൈസൻസ് ഫീ, ഇൻഷുറൻസ് ഫീ, ഗാരേജ് റെൻറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡിപ്രീസിയേഷൻ, സൂപ്പർവിഷൻ വരും. മെയിൻ്റനൻസ് ചാർജിൽ റിപ്പയേഴ്സ്, റിന്യൂവൽസ്, ടയേഴ്സ് ആൻഡ് ലൂപ്സ് വരും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഓപ്പറേറ്റിംഗ് ചാർജസും കൂടിയുണ്ട്. പെട്രോൾ, ഓയിൽ, ഗ്രീസ്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ്, സാലറീസ് ഓഫ് റണ്ണിംഗ് സ്റ്റാഫ്, കമ്മീഷൻ, ക്ലീനേഴ്സ് വേജസ്, ഡ്രൈവേഴ്സ് വേജസ്, ഹാൻഡ്ലിംഗ് ചാർജസ്. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. സോ ഇതാണ്, ദിസ് ഇസ് ദ ഫോർമാറ്റ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ കോസ്റ്റ്. ഇറ്റ്സ് എ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് ആണ്. ആദ്യം നമ്മൾ ഫിക്സഡ് ചാർജസ് എഴുതാം, അത് ടോട്ടൽ ചെയ്യാം. ദെൻ നമ്മൾ റണ്ണിങ് ചാർജസ് എഴുതാം, റണ്ണിങ് ചാർജസ് ഓർ വേരിയബിൾ മെയിൻ്റനൻസ് ചാർജസ് എഴുതാം, ദെൻ ടോട്ടൽ ചെയ്യാം. അതിൻ്റെ താഴെ ഓപ്പറേറ്റിംഗ് ചാർജസ് എഴുതാം, ടോട്ടൽ ചെയ്യാം. സോ ദിസ് ഇസ് ദ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ കോസ്റ്റ് പെർ യൂണിറ്റ്. സോ നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷനും കൂടി പറയാം. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ ലൈഫ്. ഓക്കെ, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ പെർ മൈൽ കഴിയണമെങ്കിൽ ഡിപ്രീസിയേഷൻ പെർ ആനം ഡിവൈഡഡ് ബൈ കിലോമീറ്റേഴ്സ് ഓർ മൈൽസ് റൺ. 2 മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ കാണാം. ഡിപ്രീസിയേഷൻ മാത്രം കാണണമെങ്കിൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ ലൈഫ് ചെയ്ത ഡിപ്രീസിയേഷൻ കിട്ടും. ആ ഡിപ്രീസിയേഷൻ പെർ മൈൽ കാണണമെങ്കിൽ ടോട്ടൽ ഡിപ്രീസിയേഷൻ പെർ ആനം ഡിവൈഡഡ് ബൈ കിലോമീറ്റർ ഓർ മൈൽസ് ചെയ്ത വി വിൽ ഗെറ്റ് ദ ഡിപ്രീസിയേഷൻ കിട്ടും. സോ നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. From the following data, calculate the cost per mile of a vehicle. So, ഇവിടെ നമ്മളോട് കോസ്റ്റ് പെർ മൈൽ ഓഫ് എ വെഹിക്കിൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. വാല്യൂ ഓഫ് എ വെഹിക്കിൾ തന്നിട്ടുണ്ട്. 15,000 ആണ് വാല്യൂ ഓഫ് വെഹിക്കിൾ. റോഡ് ലൈസൻസ് ഫോർ ദ ഇയർ ഉണ്ട്, 500 ആണ്. ഇൻഷുറൻസ് ചാർജസ് പെർ ഇയർ 100 ആണ്. ഗാരേജ് റെൻറ്റ് പെർ ഇയർ 600 ആണ്. ഡ്രൈവേഴ്സ് വേജസ് പെർ മന്ത് 200 ആണ്. കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ ലിറ്റർ 0.80 ആണ്. ഇതിൽ റോഡ് ലൈസൻസ് ഒരു ഇയറിനാണ് തന്നിരിക്കുന്നത്, ദാറ്റ് ഈസ് ഫിക്സഡ് ചാർജ് ആണ്. ഇൻഷുറൻസ് ചാർജസും ഇയറിലാണ് തന്നിരിക്കുന്നത്, ഇറ്റ്സ് ആൾസോ എന്താണ് ഫിക്സഡ് ചാർജസ് ആണ്. ഗാരേജ് റെൻറ്റ് പെർ ഇയർ ആണ്, ഇറ്റ് ഈസ് ആൾസോ ഫിക്സഡ് ചാർജ് ആണ്. ഡ്രൈവേഴ്സ് വേജസ് പെർ മന്ത്. ഇപ്പോൾ പെർ മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം, അതിനെ ഫിക്സഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക, ഓർ അതർവൈസ് വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്താലും കുഴപ്പമില്ല, ഡിപ്പെൻസ് ആണ് പെർ മന്ത് പറഞ്ഞുകൊണ്ട്. കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ ലിറ്റർ, ഒരു ലിറ്ററിനുള്ള പെട്രോളിൻ്റെ നമുക്ക് കോസ്റ്റ് തന്നിട്ട് 0.80 ആണ്. അപ്പോൾ അതിന് നമ്മൾ എന്താണ്, ഇറ്റ്സ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് വേരിയബിൾ എക്സ്പെൻസസ് ആണ്, അല്ലെങ്കിൽ അത് ഏതാണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്, ഓപ്പറേറ്റിംഗ് ചാർജസ് ആണ്. മൈൽസ് പെർ ലിറ്റർ 8 ആണ്. പ്രൊപ്പോർഷണൽ ചാർജ് ഫോർ ടയർ ആൻഡ് മെയിൻ്റനൻസ് പെർ മൈൽ 0.20 ആണ്. എസ്റ്റിമേറ്റഡ് ലൈഫ്, നമ്മളുടെ ബസ്സിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറയുന്നത് 1,50,000 മൈൽസ് ആണ്. എസ്റ്റിമേറ്റഡ് ആനുവൽ മൈലേജ്, നമുക്ക് ഒരു കൊല്ലം കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 6,000 മൈലാണ്. ഓക്കെ, ഇഗ്നോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് പെർ മൈൽ ഓഫ് എ വെഹിക്കിളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കോസ്റ്റ് പെർ മൈൽ ഓഫ് എ വെഹിക്കിൾ നമ്മൾ എങ്ങനെ കാണാം? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ആനുവൽ കോസ്റ്റ്, അല്ലെങ്കിൽ കോസ്റ്റ് പെർ ഓരോന്നിൻ്റെ ഇൻഡിവിജ്വൽ കോസ്റ്റ് നമുക്ക് കാണണം, അല്ലേ? അപ്പോൾ ആദ്യം ഫസ്റ്റ് വി ഹാവ് ടു മേക്ക് എ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കാണണം. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഷോസ് ദ ഫിക്സഡ് ചാർജസും വേരിയബിൾ ചാർജസും ഓപ്പറേറ്റിംഗ് ചാർജസും ഒക്കെ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്തായിരുന്നു, ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഫിക്സ്ഡ് എക്സ്പെൻസസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഫിക്സ്ഡ് എക്സ്പെൻസസ് നമ്മളിങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വെച്ചാൽ അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. 15,000 ആണ് വാല്യൂ ഓഫ് വെഹിക്കിൾ. ആ വെഹിക്കിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 15,000 ആണ്. ആ വെഹിക്കിളിൻ്റെ വാല്യൂ 15,000 ആണ്. ഇനി അതിൻ്റെ എഫക്റ്റീവ് ലൈഫ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 1,50,000 ആണ്. നമുക്ക് 1,50,000 മൈൽസ് ആണ് അതിൻ്റെ എഫക്റ്റീവ് ലൈഫ്. അതിൻ്റെ ആനുവൽ മൈലേജ് ഇൻറ്റു 6,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 600. അപ്പോൾ നമുക്ക് ആനുവലി ഡിപ്രീസിയേഷൻ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 600 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ലൈഫ് ഇൻറ്റു മൈലേജ്. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് ദ ഡിപ്രീസിയേഷൻ കിട്ടി. എത്ര കിട്ടിയത്? 600 അല്ലേ? 600 എന്ന് പറയുന്നത് ഒരു കൊല്ലത്തിനാണ്. അപ്പോൾ കോസ്റ്റ് പെർ മൈൽ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഫോർ ആനുവൽ കോസ്റ്റ് ആണ് 600. നമുക്ക് ഉള്ളത് 6,000 മൈൽസ് ആണ്, അല്ലേ? അപ്പോൾ 600 ഡിവൈഡ് ബൈ 6,000 മൈൽ ചെയ്താൽ നമുക്ക് ഒരു മൈലിനുള്ള കോസ്റ്റ് കിട്ടും, 0.10 ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ടോട്ടൽ വാല്യൂ ഓഫ് ദ വെഹിക്കിൾ 15,000 ഡിവൈഡഡ് ബൈ 1,50,000 is the estimated life.
വെഹിക്കിളിൻ്റെ വാല്യൂ ഡിവൈഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് ചെയ്താൽ നമുക്ക് കോസ്റ്റ് പെർ മൈൽ കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.10. ഓക്കെ, സോ മനസ്സിലാക്കി വെക്കാം. 6,600 ആണ് നമുക്ക് കിട്ടിയ എന്ത് ഡിപ്രീസിയേഷൻ ആനുവൽ കോസ്റ്റ്. ആനുവലി നമ്മൾ ഡിപ്രീസിയേഷൻ 600 ആണ്, ഡിവൈഡഡ് ബൈ 6,000 നമ്മുടെ ആനുവൽ മൈലേജ് ആണ് 0.50. നെക്സ്റ്റ് റോഡ് ലൈസൻസ് ഫീ നമുക്ക് ഒരു കൊല്ലത്തിന് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 500 ആണ്. സോ 500 ഡിവൈഡഡ് ബൈ 6,000 ഇറ്റ് ഈസ് ഈക്വൽ ടു 0.08. നെക്സ്റ്റ് ഇൻഷുറൻസ് ചാർജസ് 100 ആണ്. 100 divided by 6,000 it is equal to 0.02. Next garage rent 600 ആണ്. 600 divided by 6,000 it is equal to 0.1. Drivers wages per year തന്നിട്ടുണ്ട് 2,400 ആണ്. പെർ മന്ത് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പെർ മന്ത് 200 ആണ്. അങ്ങനെ 12 മാസം എന്ന് പറയുമ്പോൾ it is equal to 2,400 divided by 6,000 is equal to 0.40. ഇനി തന്നിരിക്കുന്നത് ടോട്ടൽ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എല്ലാ ഫിക്സഡ് ചാർജസും ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ടോട്ടൽ ഈസ് ഈക്വൽ ടു 4,200. നമുക്ക് ടോട്ടൽ വരുന്നത് ആനുവൽ കോസ്റ്റ് 4,200. നമുക്ക് വരുന്ന നമ്മുടെ എസ്റ്റിമേറ്റഡ് ആനുവൽ മൈലേജ് എന്ന് പറയുമ്പോൾ 6,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.70. സോ ടോട്ടൽ ചെയ്തിടാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.70. ഇനി വേരിയബിൾ എക്സ്പെൻസസ് നമ്മൾ എഴുതണം. വേരിയബിൾ എക്സ്പെൻസസിൽ ഫസ്റ്റ് നമുക്ക് കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ ലിറ്റർ തന്നിട്ടുണ്ട്. എത്രയാണ്? 80 പൈസയാണ്. ഒരു പെട്രോളിന് എത്രയാണ്? 80 പൈസയാണ് അല്ലേ. ഒരു മൈല് പെർ മൈല് നമ്മുടെ കോസ്റ്റ് ഓഫ് പെട്രോൾ എന്ന് പറയുമ്പോൾ 80 പൈസയാണ് അല്ലേ. നമുക്ക് എത്രയാണ്? ഒരു ലിറ്ററിന് മൈൽസ് പെർ ലിറ്റർ എത്രയാണ്? 8 ആണ് അല്ലേ. അപ്പോൾ 80 പൈസ ഈസ് ഫോർ 8 അല്ലേ. ഒരു കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ ലിറ്റർ 80 പൈസയാണ്. നമുക്ക് ഒരു ലിറ്റർ പെട്രോൾ കിട്ടണമെങ്കിൽ എത്ര കൊടുക്കണം? നമുക്ക് 80 പൈസ കൊടുക്കണം. ആ 80 പൈസ കൊണ്ട് നമുക്ക് എത്ര മൈൽസ് പോകാൻ പറ്റും? 8 മൈൽസ് അല്ലേ. അപ്പോൾ ഒരു മൈലിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 80 പൈസ ഡിവൈഡ് ബൈ 8 ഈസ് ഈക്വൽ ടു 0.10. ഒന്നും കൂടി പറയാം. ഒരു ലിറ്റർ പെട്രോളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 80 പൈസയാണ്. ആ 80 പൈസക്ക് നമ്മൾ ഒരു ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഗോ 8 മൈൽസ് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു മൈൽസിൻ്റെ വാല്യൂ കാണാൻ 80 പൈസ ഡിവൈഡ് ബൈ 8 ഈസ് ഈക്വൽ ടു 0.10. ഇനി പ്രൊപ്പോർഷണൽ ചാർജ് ഫോർ ടയർ ആൻഡ് മെയിൻ്റെനൻസ് പെർ മൈൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 0.20. കോസ്റ്റ് ഓഫ് റണ്ണിങ് വെഹിക്കിൾ പെർ മൈൽ എന്ന് പറയുമ്പോൾ മൊത്തം എത്ര വരും? ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ടോട്ടൽ കോസ്റ്റ് ഓഫ് റണ്ണിങ് വെഹിക്കിൾ പെർ മൈൽ എന്ന് പറയുമ്പോൾ 1 വരും. ഇങ്ങനെ 1 വന്നാൽ 0.70 പ്ലസ് നമ്മുടെ വേരിയബിൾ എക്സ്പെൻസസ് 0.30 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ആ വെഹിക്കിൾ ഒരു മൈല് പോവാൻ, ഒരു മൈല് റൺ ചെയ്യുമ്പോൾ അതിന് വരുന്ന എക്സ്പെൻസസ് എത്രയാണ്? 1 രൂപ. സോ വി ഹാവ് ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് പെർ മൈൽ ഓഫ് എ വെഹിക്കിൾ. നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടിംഗ് കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ്. നമ്മൾ ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൽ നമ്മൾ കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റാണ് യൂസ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. രണ്ട് യൂസ് ചെയ്യും. വൺ ഈസ് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് യൂസ് ചെയ്യും, കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ കൂടുതൽ എപ്പോഴും ഏതാണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൽ യൂസ് ചെയ്യാം? വി യൂസസ് എ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് ആണ്. സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് യൂസ് ചെയ്യും, പക്ഷേ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് ആണ് നമുക്ക് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്ങിൽ ഒരു കുറച്ചും കൂടി ക്ലിയർ പിക്ചർ തരാമെന്ന് പറയുന്നത്. അപ്പോൾ ഈ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് 2 മെത്തേഡ് വേണം. വൺ ഈസ് ആബ്സൊല്യൂട്ട് മെത്തേഡ് ആൻഡ് ദ സെക്കൻഡ് ഈസ് കമേഴ്ഷ്യൽ മെത്തേഡ്. ആബ്സൊല്യൂട്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഓരോ ട്രിപ്പും അല്ലെങ്കിൽ ഈച്ച് ട്രിപ്പ് ഒരു പാർട്ട് ഓഫ് ജേർണി ഈസ് എ കോസ്റ്റ് യൂണിറ്റ്. ഓരോ ട്രിപ്പും അതേപോലെ തന്നെ ജേർണിയുടെ പാർട്ടിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ കോസ്റ്റ് യൂണിറ്റ് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നത് ഓരോ ട്രിപ്പിനും അല്ലെങ്കിൽ ഓരോ പാർട്ട് ഓഫ് ജേർണിക്കും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യും? ഈ കോസ്റ്റ് യൂണിറ്റ് ടോട്ടൽ ചെയ്യുന്ന പറയുന്നത്. ഇപ്പോൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട്സിൻ്റെ കേസിലാണെങ്കിൽ ഫോർ കാൽക്കുലേറ്റിംഗ് ആബ്സൊല്യൂട്ട് ടൺ ഓർ കിൻഡൽ കിലോമീറ്റർ യൂസ് ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഫോർമുല എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഓഫ് ഈച്ച് പാർട്ടി ഓഫ് ജേർണി ഇൻറ്റു വെയിറ്റ് ക്യാരിഡ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോയാൽ അതിനെ ഒരു ട്രിപ്പായിട്ട് കൺസിഡർ ചെയ്യും. ആ സ്ഥലത്ത് നമ്മൾ തിരിച്ചു വന്നാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? വേറെ ട്രിപ്പായിട്ട് കൺസിഡർ ചെയ്യും. ഇത് രണ്ടും കൊണ്ടേ കൂടെ അതിൻ്റെ വെയിറ്റ് ക്യാരിയോട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ ചെയ്യുന്ന പറയുന്നത്. സോ ദാറ്റ് ഈസ് ആബ്സൊല്യൂട്ട് മെത്തേഡ്. ഇനി നമ്മൾ കമേഴ്ഷ്യൽ മെത്തേഡിൽ പറയുകയാണെങ്കിൽ കമേഴ്ഷ്യൽ മെത്തേഡിൽ ഓരോ ട്രിപ്സ് ദാറ്റ് ഈസ് ഓൾ ദ ട്രിപ്സ് ആർ പാർട്ട് ഓഫ് ജേർണി ആൻഡ് മൊത്തം ഇറ്റ്സ് കൺസിഡർ ആസ് എ ഹോൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി അവിടുന്ന് തിരിച്ച് വരുന്നവരെ അതിനൊറ്റ ട്രിപ്പായിട്ടാണ്, എല്ലാ ട്രിപ്പിനെയും ഒരു പാർട്ട് ഓഫ് ജേർണി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ആവറേജ് ലോഡ് ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിലാണ് ഇതാക്കാം. ഇപ്പോൾ 500 കിലോമീറ്റേഴ്സ് പോയാൽ 500 ഇൻറ്റു ആവറേജ് ലോഡാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ കമേഴ്ഷ്യൽ 10 കിലോമീറ്റേഴ്സ് ആൻഡ് കമേഴ്ഷ്യൽ പാസഞ്ചേഴ്സ് കിലോമീറ്റേഴ്സ് ആർ കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്.
10 കിലോമീറ്റേഴ്സും പാസഞ്ചേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. കമേഴ്ഷ്യൽ 10 കിലോമീറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം ടോട്ടൽ ഡിസ്റ്റൻസ് ഇൻറ്റു ആവറേജ് ലോഡ്. കമേഴ്ഷ്യൽ പാസഞ്ചർ കിലോമീറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം ടോട്ടൽ ഡിസ്റ്റൻസ് ഇൻറ്റു ആവറേജ് നമ്പർ ഓഫ് പാസഞ്ചേഴ്സ്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. എ ട്രാൻസ്പോർട്ട് കമ്പനി ക്യാരീസ് load from Ernakulam to Thiruvananthapuram through Kollam, Kovalam and return to Ernakulam. അപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് കമ്പനി ലോഡ് ക്യാരി ചെയ്യുന്നുണ്ട് എറണാകുളം നിന്ന് തിരുവനന്തപുരത്തേക്കാണ്. ദാറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ദേ ആർ ഗോയിങ് ത്രൂ കോവളം വഴിയാണ് പോകുന്നത് ആൻഡ് തിരിച്ച് റിട്ടേൺസ് ടു എറണാകുളം. സോ ട്രാൻസ്പോർട്ട് കമ്പനിയാണ് ഇറ്റ് ഈസ് ക്യാരി പെർട്ടിക്കുലർ ലോഡാണ് ക്യാരി ചെയ്യണത്. അവരുടെ വേ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫ്രം എറണാകുളം ടു തിരുവനന്തപുരം ഇൻ ബിറ്റ്വീൻ കോവളം ഉണ്ട് അല്ലേ. തിരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കും ഒരു റിട്ടേൺ ചെയ്യുന്നുണ്ട്. ദ ഡിസ്റ്റൻസ് ഓഫ് എറണാകുളം ടു കോവളം എന്ന് പറയുന്നത് എറണാകുളം ടു കോവളം ഈസ് ഈക്വൽ ടു എറണാകുളം ടു കോവളം എന്ന് പറയുന്നത് 35 കിലോമീറ്റർ ആണ്. കോവളം ടു തിരുവനന്തപുരം എന്ന് പറയുന്നത് കോവളം ടു തിരുവനന്തപുരം എന്ന് പറയുന്നത് 30 കിലോമീറ്റർ ആണ്. ആൻഡ് തിരുവനന്തപുരം ടു എറണാകുളം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 55 കിലോമീറ്റർ ആണ്. The truck carried 2 ton load from Ernakulam to Kovalam, Kovalam to Thiruvananthapuram 1 ton. അപ്പോൾ ട്രക്ക് 2 ടൺ ലോഡ് ക്യാരി ചെയ്യുന്നുണ്ട് ഫ്രം എറണാകുളം ടു കോവളം ടു തിരുവനന്തപുരത്തേക്കാണ് ഒറ്റ ടണ്ണുള്ളൂ. ആൻഡ് റിട്ടേൺ ഫ്രം തിരുവനന്തപുരം ടു എറണാകുളം വിത്തൗട്ട് ലോഡ്. തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് എറണാകുളത്തേക്ക് വരുമ്പോൾ ലോഡേ ക്യാരി ചെയ്യില്ല. കാൽക്കുലേറ്റ് ദ ആബ്സലൂട്ട് 10 കിലോമീറ്റർ ആൻഡ് കമേഴ്ഷ്യൽ 10 കിലോമീറ്റർ. നമ്മളിവിടെ ആബ്സലൂട്ട് 10 കിലോമീറ്ററും കാൽക്കുലേറ്റ് ചെയ്യണം, കമേഴ്ഷ്യൽ 10 കിലോമീറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആബ്സലൂട്ട് 10 കിലോമീറ്റർ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ജേർണി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എറണാകുളം ടു കോവളം എന്ന് പറയുമ്പോൾ എത്ര കിലോമീറ്ററാണ്? 35. എത്ര ടണ്ണാണ് ക്യാരി ചെയ്യണത്? 2 ടണ്ണാണ് ക്യാരി ചെയ്യണത് അല്ലേ. നെക്സ്റ്റ് കോവളം ടു തിരുവനന്തപുരത്തേക്ക് 30 കിലോമീറ്റർ ഉണ്ട്, ഇറ്റ് ക്യാരി 1 ടണ്ണാണ് അല്ലേ. ദെൻ തിരുവനന്തപുരം ടു എറണാകുളം ഇത് റിട്ടേൺ ട്രിപ്പാണ്. ഇത് റിട്ടേൺ ട്രിപ്പാണ്, നത്തിങ് ഈസ് ക്യാരി. അപ്പോൾ നമ്മൾ മൊത്തം ആബ്സലൂട്ട് 10 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര വരും? ദാറ്റ് ഈസ് 130. ഇറ്റ് ഈസ് ആബ്സലൂട്ട് 10 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 130 ആണ് വരാം. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ 120 ആണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ്സ് റോങ്. ഇറ്റ് ഈസ് 70 + 60 ഇറ്റ് ഈസ് ഈക്വൽ ടു 130. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ എറണാകുളം ടു കോവളം ഒരു ട്രിപ്പായി കൺസിഡർ ചെയ്തു ആൻഡ് കോവളം ടു തിരുവനന്തപുരം അഗെയിൻ രണ്ടാമത്തെ ട്രിപ്പായിട്ട് കൺസിഡർ ചെയ്തു. തിരുവനന്തപുരം ടു എറണാകുളം ദ തേർഡ് ട്രിപ്പായിട്ട് കൺസിഡർ ചെയ്തു ആൻഡ് ടോട്ടൽ ചെയ്തു ഇറ്റ് ഈസ് ഈക്വൽ ടു 130. സോ ദിസ് ഈസ് ദ ആബ്സലൂട്ട് 10 കിലോമീറ്ററിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ കമേഴ്ഷ്യൽ 10 കിലോമീറ്റർ പ്രകാരമാണെങ്കിൽ നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മൊത്തം ഒരു ജേർണി ആയിട്ടാണ് കൺസിഡർ ചെയ്യാം. സോ അതിൽ ആദ്യത്തെ ആവറേജ് ലോഡ് നോക്കാം. ആവറേജ് ലോഡ് എന്ന് പറയുമ്പോൾ 2 + 1 ആണ് അല്ലേ. ഇവിടെ നോക്കൂ നിങ്ങൾ, 2 ആണ് ആദ്യത്തിൽ 1. അപ്പോൾ ആവറേജ് ലോഡ് എന്ന് പറയുമ്പോൾ 2 + 1 എന്ന് പറയുമ്പോൾ 3 ആണ്. സോ 2 + 1 ഡിവൈഡഡ് ബൈ 2 + 1 + 0 ഈസ് ഈക്വൽ ടു ഡിവൈഡഡ് ബൈ 3. സോ 3 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 1 ആണ് നമ്മളുടെ എന്ത് ആവറേജ് 10 നമ്മൾ ക്യാരി ചെയ്യണതിൻ്റെ ആവറേജ് എന്ന് പറയുമ്പോൾ 1 ആണ്. ഓക്കെ. സോ ഇനി നമ്മൾ നോക്കാം. ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് ജേർണി എന്ന് പറയുന്നത് 120 ആണ് അല്ലേ. ഇങ്ങനെ 120 വരാം. ഫസ്റ്റത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 35 കിലോമീറ്റർ, ദെൻ 30 കിലോമീറ്റർ, ദെൻ 55 കിലോമീറ്റർ. 35 + 30 ഈസ് ഈക്വൽ ടു 65. 65 + 55 ഇറ്റ് ഈസ് ഈക്വൽ ടു 120 കിലോമീറ്റർ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 120 കിലോമീറ്റർ. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് ജേർണി എന്ന് പറയുമ്പോൾ 120 കിലോമീറ്റർ. 120 കിലോമീറ്റർ ഇൻറ്റു എത്രയാണ് ആവറേജ്? 1 അല്ലേ. സോ 120 × 1 ഈസ് ഈക്വൽ ടു 120 10 കിലോമീറ്റർ. സോ ഇതാണ് ആബ്സലൂട്ട് മെത്തേഡിലും കമേഴ്ഷ്യൽ 10 കിലോമീറ്ററിലും ഡിസ്റ്റൻസ് ഓഫ് ജേർണി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വേ എന്ന് പറയുന്നത്. സോ ഈ സർവീസ് കോസ്റ്റിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് സർവീസ് കോസ്റ്റിംഗ്, അതിൻ്റെ ഫീച്ചേഴ്സ്. സർവീസ് കോസ്റ്റിങ്ങിൽ ഒന്ന് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ സ്റ്റെപ്സ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് ആൻഡ് ഫൈനലി there are 2 methods. One is absolute 10 kilometer and the commercial method.